Lighter to Lighten Marthoma Study Forum. ക്രിസ്തുയേശുവിന്റെ നാമത്തിൽ സ്നേഹവന്ദനം. കർത്താവിൽ പ്രിയരെ, ലൈറ്റർ ടു ലൈറ്റൻ മർത്തോമ സ്റ്റഡി ഫോറത്തിന്റെ 204ാമത് ലൈവ് വെബിനാറ് ഇപ്പോൾ ഇവിടെ സമാരംഭിക്കുകയാണ്. നമ്മളെ പാട്ട് പ്രാർത്ഥനയോടുകൂടിയാണല്ലോ നമ്മുടെ യോഗം ആരംഭിക്കുന്നത്. ഇപ്പോൾ പാട്ടുപാടുന്നത് ബെൻസി അകമുറ്റം, ഷാർജ മർത്തോമ ക്വയറിലെ അംഗമാണ്. അദ്ദേഹവും അദ്ദേഹത്തിന്റെ കുടുംബം, ഭാര്യയും മകളും ചേർന്നാണ് ഇന്നത്തെ ഗാനം ആലപിക്കുന്നത്. ബെൻസി അകമുറ്റം ഒരു സംഗീതം, മീൻസ് ഗാനങ്ങൾക്ക് സംഗീതം പകരുന്നയാളാണ്. അനവധി ഗാനങ്ങൾക്ക് സംഗീതം പകർന്നിട്ടുള്ള വ്യക്തിയാണ്. അദ്ദേഹത്തിന്റെ ഒരു ഗാനം മലയാളം കൺവെൻഷനിലും അദ്ദേഹം ട്യൂൺ ചെയ്ത ഒരു ഗാനം വന്നിട്ടുണ്ട്. അദ്ദേഹത്തിന് നമ്മളോട് സഹകരിക്കുന്നതിൽ വലിയ നന്ദിയുണ്ട്. ബെൻസി അകമുറ്റത്തെയും കുടുംബത്തെയും പാട്ടുപാടുവാനായി ക്ഷണിച്ചുകൊള്ളുന്നു. തമസേ വഴിമാറുക നീ ദൂരെ, ഒളിയാം ദൈവമൻ ചാരേ. അഴൽ പോയി ഹായത്ര മോദം, യാഹാണൻ ആത്മപ്രകാശം. തമസേ വഴിമാറുക നീ ദൂരെ, ഒളിയാം ദൈവമൻ ചാരേ. അഴൽ പോയി ഹായത്ര മോദം, യാഹാണൻ ആത്മപ്രകാശം. പകൽ വെളിച്ചമായി പകലോനല്ല, രാത്രി വെളിച്ചമായി പനിമതിയല്ല. നിധി സൂര്യനേശുവെന്നുള്ളിൽ നിത്യമാം പ്രകാശമായുണ്ട്. നിധി സൂര്യനേശുവെന്നുള്ളിൽ നിത്യമാം പ്രകാശമായുണ്ട്. കഷ്ടകാലങ്ങളിൽ ദുഃഖവേളകളിൽ പരിക്ഷീണിതനായിടുമ്പോൾ, കഷ്ടകാലങ്ങളിൽ ദുഃഖവേളകളിൽ പരിക്ഷീണിതനായിടുമ്പോൾ, ഓരോ യാമവും പിരിയാതെന്നെ എൻ്റെ ദൈവം കരുതിടുന്നു. ഓരോ യാമവും പിരിയാതെന്നെ എൻ്റെ ദൈവം കരുതിടുന്നു. പകൽ വെളിച്ചമായി പകലോനല്ല, രാത്രി വെളിച്ചമായി പനിമതിയല്ല. നിധി സൂര്യനേശുവെന്നുള്ളിൽ നിത്യമാം പ്രകാശമായുണ്ട്. നിധി സൂര്യനേശുവെന്നുള്ളിൽ നിത്യമാം പ്രകാശമായുണ്ട്. ഉദിക്കെടുത്തിടുവാൻ ആർക്കുമാവില്ലിതു, ഇരുൾ കോട്ടകൾ തകർന്നടിയും. ഉദിക്കെടുത്തിടുവാൻ ആർക്കുമാവില്ലിതു, ഇരുൾ കോട്ടകൾ തകർന്നടിയും. ശത്രു ജയിക്കയില്ല, ഞാൻ തളരുകില്ല.
എന്റെ ദൈവം ശക്തനല്ലോ. ശത്രു ജയിക്കയില്ല, ഞാൻ തളരുകില്ല, എന്റെ ദൈവം ശക്തനല്ലോ. പകൽ വെളിച്ചമായി പകലോനല്ല, രാത്രി വെളിച്ചമായി പനിമതിയല്ല. നീതി സൂര്യനേശു എന്നുള്ളിൽ നിത്യമാം പ്രകാശമായുണ്ട്. നീതി സൂര്യനേശു എന്നുള്ളിൽ നിത്യമാം പ്രകാശമായുണ്ട്. നാഥൻ തിരി തെളിച്ച ദിവ്യ വെളിച്ചമായി, സുവിശേഷത്തിൻ കൈത്തിരിയായി. നാഥൻ തിരി തെളിച്ച ദിവ്യ വെളിച്ചമായി, സുവിശേഷത്തിൻ കൈത്തിരിയായി. ഇരുളാർന്നിടത്തിൽ നവസാക്ഷ്യമേകി എന്റെ താതനായി എരിഞ്ഞുയരും. ഇരുളാർന്നിടത്തിൽ നവസാക്ഷ്യമേകി എന്റെ താതനായി എരിഞ്ഞുയരും. തമസേ വഴിമാറുക നീ ദൂരെ, ഒളിയാം ദൈവമൻ ചാരേ. അഴൽ പോയി ഹായത്ര മോദം, യാഹാണെന്നാത്മപ്രകാശം. തമസേ വഴിമാറുക നീ ദൂരെ, ഒളിയാം ദൈവമൻ ചാരേ. അഴൽ പോയി ഹായത്ര മോദം, യാഹാണെന്നാത്മപ്രകാശം. പകൽ വെളിച്ചമായി പകലോനല്ല, രാത്രി വെളിച്ചമായി പനിമതിയല്ല. നീതി സൂര്യനേശു എന്നുള്ളിൽ നിത്യമാം പ്രകാശമായുണ്ട്. നീതി സൂര്യനേശു എന്നുള്ളിൽ നിത്യമാം പ്രകാശമായുണ്ട്. താങ്ക് യു വെരി മച്ച്. വളരെ മനോഹരമായ ഗാനങ്ങൾ ആലോചിച്ച ബെൻസിയെയും കുടുംബത്തിനെയും പ്രത്യേകം അഭിനന്ദിക്കുന്നു. ഇപ്പോഴ് നമ്മള് പ്രാർത്ഥനയ്ക്ക് വേണ്ടിയുള്ള സമയമാണ്. നമ്മുടെ ഇന്നത്തെ പ്രാർത്ഥന നടത്തുന്നത് ബഹുമാനപ്പെട്ട അലക്സാണ്ടർ എ തോമസ് അച്ഛനാണ്. അച്ഛൻ നമ്മുടെ ഒരു ഏറ്റവും സജീവമായി നമ്മളോട് ചേർന്ന് ഒന്ന് പ്രവർത്തിക്കുന്ന വ്യക്തിയാണ്. അച്ഛൻ ഇതിനു മുമ്പ് നമ്മുടെ വെബിനാറിൽ പ്രഭാഷണം അവതരിപ്പിക്കുകയും ചെയ്തിട്ടുള്ള ആളാണ്. മാർത്തോമാ സഭയിലെ അറിയപ്പെടുന്ന ഒരു സീനിയർ പട്ടക്കാരനാണ് അച്ഛൻ. ഒരു അറിയപ്പെടുന്ന കൺവെൻഷൻ പ്രാസംഗികൻ കൂടിയാണ്. പ്രാർത്ഥനയ്ക്കായിട്ട് അലക്സാണ്ടർ എ തോമസ് അച്ഛനെ ക്ഷണിച്ചുകൊള്ളുന്നു. പ്രാർത്ഥിക്കാം. കരുണ നിറഞ്ഞ ഞങ്ങളുടെ ദൈവമേ, സ്വർഗസ്ഥ പിതാവേ, അനുഗ്രഹീതമായ സമയത്തിനായി ഞങ്ങൾ ദൈവത്തെ സ്തുതിക്കുന്നു. ഇന്ന് പകൽ വ്യാപരിച്ച ദൈവത്തിന്റെ കൃപയ്ക്കായി സ്തോത്രം. പ്രത്യേകമായിട്ട് ഞങ്ങളുടെ വെബിനാറിന്റെ 204 വെബിനാറായി കൂടുവാൻ തക്കവണ്ണം ദൈവം കൃപ നൽകി. അതിശയകരമായി കഴിഞ്ഞ നാളുകളിലെ ഞങ്ങളുടെ പ്രവർത്തനങ്ങളിൽ വ്യാപരിച്ച ദൈവത്തിന്റെ കാരുണ്യത്തിനായി സ്തോത്രം. ഞങ്ങൾ അറിഞ്ഞതും മനസ്സിലാക്കിയതും പഠിച്ചതുമായ കാര്യങ്ങളൊക്കെ പ്രയോജനകരമായി തീരുവാൻ അവിടുന്ന് കഴിഞ്ഞ നാളുകളിൽ ഇടയാക്കിയതുകൊണ്ട് സ്തോത്രം. തുടർന്നും അവിടുന്ന് അനുഗ്രഹിക്കണമേ. പ്രത്യേകമായിട്ട് ഇന്ന് ഞങ്ങളോട് പ്രഭാഷണം നടത്തുന്ന പ്രിയ സിനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. നിന്റെ ദാസി അവിടുന്ന് അനുഗ്രഹിക്കണമേ. നിന്റെ മകൾ ചെയ്യുന്ന വിവിധമായിരിക്കുന്ന പ്രവർത്തനങ്ങൾ ഞങ്ങൾക്ക് പ്രചോദനവും ഉത്തേജനവുമായി തീരുവാൻ അവിടുന്ന് സഹായിക്കണം. ഞങ്ങൾ കേൾക്കുന്നതും അറിയുന്നതും മനസ്സിലാക്കുന്നതുമായ കാര്യം ഞങ്ങൾക്കും ദൈവമേ സമൂഹത്തിനും പ്രയോജനമാകുവാൻ സഹായിക്കണം. ആദിയോടന്തം നിന്റെ കൃപയും സാന്നിധ്യവും ഞങ്ങളോട് കൂടെ ഇരിക്കണമേ. യേശുവിൻ നാമത്തിൽ ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ. ആമേൻ. താങ്ക് യു അച്ഛൻ. ഇന്നത്തെ നമ്മുടെ 204 തുടർച്ചയായിട്ടുള്ള വെബിനാറാണ്. 2020 ആണ്ട് ജൂലൈ 25 മുതൽ മുടങ്ങാതെ എല്ലാ ശനിയാഴ്ചയും നമുക്ക് ഈ വെബിനാർ നടത്തുവാൻ ദൈവം കൃപ നൽകി. ദൈവത്തിനെ സ്തുതിക്കുന്നു.
ഇന്നത്തെ യോഗത്തിന്റെ മോഡറേറ്ററായിട്ട് നമ്മൾ ക്ഷണിച്ചിരിക്കുന്നത് ബഹുമാനപ്പെട്ട ശാന്ത ജോർജ് കൊച്ചമ്മയാണ്. കൊച്ചമ്മയെ സംബന്ധിച്ച് ലൈറ്റർ ടു ലൈറ്റേൺ മാർത്തോമാ സ്റ്റഡി ഫോറത്തിന് ഒരു ആമുഖത്തിന്റെ ആവശ്യമില്ല. എന്നാലും പുതിയ പല അംഗങ്ങളുള്ളത് കൊണ്ട് ഒന്ന് രണ്ട് വാക്ക് പറഞ്ഞുകൊള്ളട്ടെ. മാർത്തോമാ സഭയിലെ പുരോഗമന ചിന്താഗതിയിൽ ഇന്നും ശക്തമായി നിലനിൽക്കുന്ന ഒരു സ്ത്രീരത്നമാണ് ശാന്ത ജോർജ് കൊച്ചമ്മ. കൊച്ചമ്മ മാർത്തോമാ സുവിശേഷ സേവിക സംഘത്തിന്റെ ജനറൽ സെക്രട്ടറി സ്ഥാനത്ത് ഒന്നിലധികം തവണ ആ സ്ഥാനം വഹിച്ചു. വൈസ് പ്രസിഡന്റ് സ്ഥാനവും വഹിച്ചു. ആ സമയങ്ങളിലൊക്കെ സ്ത്രീകളുടെ ഉന്നമനത്തിനും വളരെയധികം പുരോഗമനത്തിനു വേണ്ടിയും കൊച്ചമ്മ ശ്രമിച്ചിട്ടുള്ള വ്യക്തിയാണ്. ഇന്നും നല്ല പുരോഗമന കാഴ്ചപ്പാടോടുകൂടി കൊച്ചമ്മ പ്രവർത്തിക്കുന്നു. ഇന്നത്തെ യോഗം മോഡറേറ്റ് ചെയ്യുവാനായിട്ട് ശാന്ത ജോർജ് കൊച്ചമ്മയെ ഞാൻ ഹാർദവമായി ക്ഷണിച്ചുകൊള്ളുന്നു. വിൽസൺ പറഞ്ഞതായിട്ടുള്ള എല്ലാ നല്ല വാക്കുകൾക്ക് ഞാൻ ആത്മാർത്ഥമായിട്ടുള്ള നന്ദി അറിയിക്കട്ടെ. ലൈറ്റ് ടു ലൈറ്റ് മാർത്തോമാ സ്റ്റഡി ഫോറത്തിന്റെ 204ാമത് വെബിനാറിലാണല്ലോ നാം കൂട്ടിയിരിക്കുന്നത്. ഇന്നത്തെ നമ്മുടെ വിഷയം വിജയം വരിക്കുന്ന സംരംഭകരാകാം എന്നുള്ളതാണ്. ഈ വിഷയം അവതരിപ്പിക്കുന്നതിന് എല്ലാ തരത്തിലും യോഗ്യമായ വ്യക്തിയെ തന്നെയാണ് ഇതിന്റെ അഡ്മിൻസ് തെരഞ്ഞെടുത്തിരിക്കുന്നത് എന്നതിൽ എനിക്ക് അതിയായ സന്തോഷമുണ്ട്. ശ്രീമതി സിനി റേച്ചൽ മാത്യു നമ്മുടെ മുൻപിൽ നല്ല ഒരു ജീവിതം എങ്ങനെ പ്രതിസന്ധികളെ തരണം ചെയ്തുകൊണ്ട് ജീവിക്കാം എന്നുള്ളത് സ്വന്തം ജീവിതത്തിലൂടെ കാണിച്ചു തന്നിരിക്കുകയാണ്. ആവശ്യം സൃഷ്ടിയുടെ മാതാവെന്നും ഇഫ് ദർ ഇസ് എ വിൽ ദർ ഇസ് എ വേ എന്നുമൊക്കെ പറയുന്നത് നാം കേട്ട് തഴമ്പിച്ച വാക്കുകളാണ്. ഈ ഗ്രൂപ്പിന്റെ അംഗമായിട്ടുള്ള സിനി അത് ജീവിതത്തിൽ യാഥാർത്ഥ്യമാക്കിയ വ്യക്തിയാണെന്നുള്ളതാണ് സിനിയുടെ പ്രത്യേകത. അത് നമുക്ക് എല്ലാവർക്കും, ഈ ഗ്രൂപ്പിന് മാത്രമല്ല മാർത്തോമാ സഭയ്ക്കും അഭിമാനം നൽകുന്ന ഒരു വ്യക്തിത്വമായി ഇപ്പോൾ സിനി നിലകൊള്ളുന്നു എന്നുള്ളത് എനിക്ക് പറയുന്നതിൽ എനിക്ക് അതിയായ സന്തോഷവും ചാരിതാർത്ഥ്യമുണ്ട്. മിനിമം റിസോഴ്സ് കൊണ്ട് എങ്ങനെ മാക്സിമം യൂട്ടിലൈസേഷൻ സാധ്യമാക്കി തീർക്കാം എന്നുള്ളതാണ് മിനി കാണിച്ചു തന്നിരിക്കുന്നത്. പാഴാക്കി കളയാവുന്ന അല്ലെ പാഴായിക്കൊണ്ടിരുന്നതായിട്ടുള്ള വസ്തുക്കളെ മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങളാക്കി മാറ്റുന്നത് വഴി സ്വന്തം ജീവിതം മാത്രമല്ല മറ്റു പലരുടെയും ജീവിതം കരിപ്പിടിപ്പിക്കുന്നതിനുള്ള വാതായനങ്ങൾ തുറന്നു കാട്ടുകയാണ് സിനി ചെയ്തത്. പ്രതിസന്ധികളുടെ നടുവിൽ പകച്ചു നിൽക്കുന്നതിനും പരാജയപ്പെട്ടു പോകുന്നതിനും ഒക്കെ വളരെ എളുപ്പമാണ്. യാതൊരു പ്രയത്നവും അതിനാവശ്യമില്ല. എന്നാൽ അതിജീവിക്കുക എന്നത് വളരെ ദുഷ്കരമായിട്ടുള്ള ഒരു പ്രവർത്തനമാണ്. അതിന് വളരെ നിശ്ചയദാർഢ്യവും ത്യാഗമനോഭാവവും എല്ലാറ്റിലുപരി ഉറച്ച ദൈവവിശ്വാസം ഉണ്ടെങ്കിൽ ഉള്ള ഒരു വ്യക്തിക്ക് മാത്രമേ അപ്രകാരമായി തീരുവാനായിട്ട് സാധിക്കുകയുള്ളൂ എന്നുള്ളത് സിനി സ്വന്തം ജീവിതത്തിലൂടെ കാണിച്ചു തന്നു. വാട്സാപ്പില് വിൽസൺ കുറിച്ചിരുന്നത് പോലെ നേഴ്സിംഗ് പ്രൊഫഷന് വേണ്ടി പരിശീലനം നേടി ജീവിതത്തില് നമുക്കറിയാം നേഴ്സിംഗ് പ്രൊഫഷനിലൂടെ എന്തെല്ലാം സാമ്പത്തികമായ നേട്ടങ്ങൾ കൈവരിക്കാൻ സാധിക്കുമെന്നുള്ളത്. എന്നാൽ സാമൂഹ്യ സേവനമാണ് തൻ്റെ ദൈവവിളി എന്ന് മനസ്സിലാക്കിയതിനു ശേഷം അതിനുവേണ്ടി സ്വയം സമർപ്പിച്ചു. എന്നാൽ സിനിയെ കുറിച്ചുള്ള ദൈവ ഉദ്ദേശം ഒന്നായിരുന്നു എന്നുള്ളത് സിനി ഇപ്പോൾ തുറന്നു കാട്ടിയിരിക്കുകയാണ്. മറ്റുള്ളവർക്ക് തൊഴിൽ സാധ്യത നൽകുന്ന ഒരു സംരംഭക എന്ന് പറയുന്നത് ജീവിതത്തിലെ വലിയൊരു നേട്ടമായിട്ടാണ് ഞാൻ കാണുന്നത്. അങ്ങനെ ജീവിതം എങ്ങനെ മറ്റുള്ളവർക്ക് ഉത്തേജകം നൽകുന്ന എക്സാമ്പിളായി തീരാം എന്നുള്ളത് സിനി സ്വന്തം ജീവിതത്തിലൂടെ കാണിച്ചു തന്ന സിനി എല്ലാ തരത്തിലും ഇന്നത്തെ ഈ വെബിനാറിന്റെ നേതൃത്വം നൽകുവാനായിട്ട് യോഗ്യയായ വ്യക്തിയാണ് എന്നുള്ളതിൽ എനിക്ക് സന്തോഷവും അഭിമാനമുണ്ട്. ഞാൻ പറഞ്ഞാൽ അധികമായിട്ട് നമുക്ക് സിനിയിൽ നിന്ന് നേരിട്ട് കേൾക്കാം. അതിനായി നമുക്ക് കാതോർക്കാം. സിനിയെ പ്രഭാഷണത്തിനായി ഞാൻ ക്ഷണിക്കുന്നു. ലൈറ്റ് ടു ലൈറ്റൻ പ്ലാറ്റ്ഫോമില് ഇങ്ങനെ ഒരു അവസരം തന്നതിനായിട്ട്
നന്ദി പറഞ്ഞുകൊണ്ട് തന്നെ ഞാൻ ഈ ഒരു ഈ ഒരു പ്രോഗ്രാമിലേക്ക് കടന്നു വരട്ടെ. സത്യം പറഞ്ഞാൽ സാറ് ആദ്യ ദിവസം ഇതൊരു നല്ല ഒരു പെട്ടെന്ന് ഇങ്ങനെ ചോദിക്കുമ്പോൾ എന്താ പറയണ്ടേ എന്നൊരു കൺഫ്യൂഷനിലാണ് തുടങ്ങിയതൊക്കെ. എന്താണ് സാറിനോട് മറുപടി പറയണ്ടേ എന്നൊക്കെ ഇങ്ങനെ മനസ്സിലോർത്തു. പക്ഷെ ഓരോ കാര്യങ്ങൾ നമ്മളിലേക്ക് കടന്നു വരുമ്പോൾ അതിനെ ഏറ്റെടുക്കാനുള്ള പ്രാപ്തിയോടുകൂടെ ആയിരിക്കും ദൈവം അത് തരിക എന്നുള്ളത് ജീവിതാനുഭവങ്ങൾ കൊണ്ടും ദൈവവിശ്വാസം കൊണ്ടും ഈ കഴിഞ്ഞ കാലഘട്ടങ്ങളിൽ നേടിയെടുക്കാൻ സാധിച്ചിട്ടുണ്ട്. എന്നാൽ എന്താണ് ഇതിനെക്കുറിച്ച് പറയേണ്ടതെന്ന് ആലോചിച്ചപ്പോൾ എന്നെ കുറിച്ച് പറയേണ്ട എല്ലാ കാര്യങ്ങളും സാർ ഇതിനകത്ത് പറഞ്ഞിട്ടുണ്ട്. ഇനിയും എനിക്ക് ചെയ്യാനായിട്ട് ഉള്ള ചില കാര്യങ്ങൾ എന്ന് പറയുന്നത്, ഇന്നത്തെ മീറ്റിംഗിൽ എങ്ങനെ ഒരു സംരംഭം തുടങ്ങാൻ ആരംഭിച്ചു, ഈ തുടങ്ങിയത് കൊണ്ട് ഉണ്ടായ പ്രയോജനങ്ങള്, ഇതിനകത്തുണ്ടായ ബുദ്ധിമുട്ടുകള്, അതോടൊപ്പം തന്നെ ഇതിനെ എങ്ങനെയാണ് വളർത്തിക്കൊണ്ടുവരാൻ ഞങ്ങൾ ഓരോ കാര്യങ്ങൾ ചെയ്യുന്നത്, ഇതിനെക്കുറിച്ചൊക്കെ നിങ്ങൾ എല്ലാവരുമായിട്ടും ഒന്ന് വിശദീകരിക്കണം എന്നാണ് ഞാൻ ഈ ഒരു പ്ലാറ്റ്ഫോമിൽ ആഗ്രഹിക്കുന്നത്. കഴിഞ്ഞ ഏപ്രിൽ മാസം, അതായത് 2023 ഏപ്രിൽ മാസം ഞാന് ഇവിടെ അടുത്തൊരിടത്തുനിന്ന് ഒരു ചക്കയലുവ വാങ്ങിച്ചു കഴിച്ചു. അപ്പോ ആ ചക്കയലുവ കഴിക്കുമ്പോ ഉണ്ടായിരുന്നതായ ഒരു ടേസ്റ്റ് എന്ന് പറയുന്നത്, ഞങ്ങളുടെ വീട്ടിൽ ഇത് എല്ലാ വർഷവും ഉണ്ടാക്കുന്ന ഒരു ടേസ്റ്റേ അല്ല. എന്നാൽ അത് നല്ല വില 1300 രൂപ കൊടുത്ത് ഞാൻ ഇത് വാങ്ങിച്ചു. അപ്പോ വളരെ കൃത്യമായിട്ട് എനിക്ക് മനസ്സിലായി അതിനകത്ത് മൈദ ചേർത്ത ഹലുവയാണെന്ന്. അപ്പൊ മൈദ ചേർത്താണ് ഹലുവ എന്ന് പറഞ്ഞ ഉണ്ടാക്കുന്നതെന്ന് തന്ന ആൾ എന്നോട് പറയുകയും ചെയ്തു. ഓക്കെ, ഞാൻ ആ ഒരു സമയം എന്ന് പറയുന്നത്, ഞാന് നേഴ്സ് ആയതുകൊണ്ട് തന്നെ ഇപ്പോ കൊച്ചുമ്മ ഓർമ്മിപ്പിച്ചതുപോലെ പുറത്തേക്ക് പോകാനായിട്ട് OET എക്സാം എഴുതിയിട്ട് ലിസണിങ് മാത്രം അതിനകത്ത് കിട്ടിയില്ല. OETക്ക് അപ്പിയർ ചെയ്യുന്നതിന് മുമ്പായിട്ട് ഇവിടെ നമ്മുടെ തൊട്ടടുത്തുള്ള താലൂക്ക് ഹോസ്പിറ്റലില് ഒരു 8 മാസത്തോളം എക്സ്പീരിയൻസ് നേടി നോർക്കയുടെ ഇന്റർവ്യൂ പാസ്സായി മെന്റൽ ഹെൽത്ത് നഴ്സിംഗിലേക്ക് തന്നെ ജോയിൻ ചെയ്യാനായിട്ട് ആ ഫീൽഡിലെ എക്സ്പീരിയൻസ് കൊണ്ട് അവർ തിരഞ്ഞെടുക്കുകയും അതിനുവേണ്ടിയുള്ള ഒരു പ്രിപ്പറേഷന്റെ ഭാഗമായിട്ട് തന്നെ എക്സാം എഴുതിയിട്ട് ലിസണിംഗ് എന്ന് പറയുന്ന മൊഡ്യൂൾ മാത്രം കിട്ടാതെ പോയി. അപ്പോ സത്യം പറഞ്ഞ ഈ OET എഴുതാന്ന് പറഞ്ഞ ഒരു പ്രാവശ്യം എക്സാം എഴുതുന്നതിന് തന്നെ 35,000 രൂപ ചെലവുണ്ടായിരുന്നു ആ സമയം. പിന്നെ അല്ലാതെ മറ്റുള്ള എക്സ്പെൻസ്. അപ്പം ഞങ്ങളെ സംബന്ധിച്ച് ഒരു പ്രോപ്പർ ആയിട്ട് ഒരു ജോലി കുറെ നാളുകൊണ്ട് ഇല്ലാഞ്ഞതുകൊണ്ട് കുറച്ചൊക്കെ സാമ്പത്തികമായ ബുദ്ധിമുട്ടുകളുണ്ട്. അപ്പോ ഞങ്ങളുടെ ഫാമിലിയാണ് ഞങ്ങളെ ഇപ്പോഴും സപ്പോർട്ട് ചെയ്യുന്നെന്നുള്ളത് ഞങ്ങളെ സംബന്ധിച്ച് ഒരു ഞങ്ങളെ സംബന്ധിച്ച് വലിയൊരു ഭാരം ഉണ്ടാക്കുന്ന ഒരു കാര്യമായിരുന്നു. കാരണം അറ്റ് അബൌട്ട് 40 ഇയേഴ്സിൽ ഇപ്പോഴും പേരൻസിനെ ഡിപ്പെൻഡ് ചെയ്യുക, അല്ലെ സഹോദരങ്ങളെ ഡിപ്പെൻഡ് ചെയ്യുക എന്ന് പറയുന്നത് ഭയങ്കര ഭാരം ഉണ്ടാക്കുന്ന ഒരു കാര്യമായിരുന്നു ഞങ്ങളെ രണ്ടുപേരെയും സംബന്ധിച്ച്. ഞങ്ങൾ 3 കുഞ്ഞുങ്ങൾ വളർന്നു വരണം, അതിനോടൊപ്പം ഞങ്ങളുടെ ജീവിത സാഹചര്യങ്ങൾ നല്ല രീതിയിൽ തന്നെ പോകണം എന്നുള്ളത് വളരെ നിർബന്ധമായിരുന്നു എനിക്കും ഹസ്ബൻഡിനും. അപ്പോ ആ ഒരു കാഴ്ചപ്പാടോടുകൂടെയാണ് നഴ്സിംഗിലേക്ക് തന്നെ പോകാം, നമുക്ക് വേറൊരു സ്ഥലത്ത് പോയാൽ നല്ല ഒരു ജീവിത സാഹചര്യം ലഭിക്കും, നല്ല ജോലി, അതുപോലെ തന്നെ കുഞ്ഞുങ്ങളെ വളർത്താനുള്ള സാഹചര്യങ്ങൾ, ചുറ്റുപാടുമുള്ളവരൊക്കെ പോകുന്നതൊക്കെ കാണുമ്പോൾ ഞങ്ങളുടെ മുമ്പിൽ ഉണ്ടായിരുന്ന ഏക ഒരു വഴി എന്ന് പറയുന്നത് അതായിരുന്നു, ഫ്യൂച്ചറിനെ പറ്റി ആലോചിക്കുമ്പോൾ. എന്നാൽ ഈ ചക്കയലുവ വാങ്ങിച്ചതും ആ ചക്കയലുവയുടെ ടേസ്റ്റ് വ്യത്യാസവും ഒക്കെ വെറുതെ സങ്കടപ്പെട്ടിരിക്കാൻ വേണ്ടി തെരഞ്ഞെടുത്തൊരു കാര്യം എന്ന വണ്ണം ഞാൻ ഇവിടെ നമ്മുടെ വീട്ടിൽ തന്നെ ഉണ്ടായ 2 ചക്ക പറിച്ച് ഹൽവ ഉണ്ടാക്കി. ആ ഹൽവ ഉണ്ടാക്കുന്നതിന് മൈദ ഒന്നും ചേരാത്തത് കൊണ്ട് അതിനൊരു 8 മണിക്കൂറോളം സമയമെടുത്തു ഞങ്ങൾക്ക് ഹലുവയുടെ ഫോമിലേക്ക് അതായി വരാനൊക്കെ. അപ്പൊ ഇത് ചെയ്ത ക്ഷീണം മാറാനായിട്ട് ഫേസ്ബുക്ക് വളരെ കൃത്യമായിട്ട് യൂസ് ചെയ്യുകയും അതിനകത്ത് ഫോട്ടോ ഇടുകയും ഒക്കെ ചെയ്യുന്നത് അതായിരുന്നു. അതിനകത്ത് ഒത്തിരി അതിനകത്തെ വായിക്കാനുള്ള അവസരങ്ങൾ ഫേസ്ബുക്കിൽ കുറെ ഫ്രണ്ട്സ് നന്നായി എഴുതുന്ന, ഒത്തിരി കാര്യങ്ങളെ ചിന്തിപ്പിക്കാൻ സഹായിക്കുന്ന നല്ല എഴുത്തുകളുള്ള മനുഷ്യർ ചുറ്റുമുള്ള ഒരിടമായിരുന്നു എന്റെ ഫേസ്ബുക്ക് എന്ന് പറയുന്നത്, ആണിപ്പോഴും. അപ്പോ
അതിനകത്ത് ഇങ്ങനെ ചക്കയൽവ ഉണ്ടാക്കിയത് എങ്ങനെയാ, ഇതിന്റെ ഫോട്ടോ ഇട്ടു. അപ്പൊ ഓരോരുത്തർ ചോദിക്കാൻ തുടങ്ങി എങ്ങനെയാണ് ഇത് കൊടുക്കുമോ എന്നൊക്കെ. അപ്പൊ ഞാൻ പറഞ്ഞു ഇത് കൊടുക്കാൻ വേണ്ടിയിട്ടല്ല ഞാൻ ഉണ്ടാക്കിയേ. അന്നേരം പറഞ്ഞു സിനി ഞങ്ങൾക്ക് ഇത് വേണമെന്നുണ്ട്, ഒന്ന് തരാമോ എന്ന് ചോദിച്ച് പലരും ഇൻബോക്സിൽ വന്ന് ചോദിക്കാൻ തുടങ്ങി. ഓക്കെ, ഞാനപ്പം വിലയിട്ട് നോക്കി. അപ്പോ സാധാരണ ചെയ്യുന്ന ഇതിൽ നിന്നും വ്യത്യസ്തമായിട്ട് ചെയ്തതെന്ന് പറഞ്ഞാൽ നമ്മുടെ വീട്ടിലേക്ക് ഉപയോഗിക്കാൻ ഉണ്ടാക്കിയതായതുകൊണ്ട് ഏറ്റവും നല്ല ശർക്കര നമ്മുടെ കല്ലിങ്കൽ ഗവൺമെന്റിന്റെ ശർക്കര കരിമ്പിൻ ഫാക്ടറിയാണ് അവിടെ. അപ്പൊ അവിടുന്ന് വാങ്ങിച്ചു. നല്ല ശർക്കരയാ. കിലോയ്ക്ക് 160 രൂപയ്ക്ക് അവർ ആ ശർക്കര കൊടുക്കത്തുള്ളൂ. ഞാന് 100 കിലോ എടുക്കുമ്പോഴും 16,000 രൂപ കൊടുത്താണ് ആ ശർക്കര വാങ്ങിക്കുന്നത്. അപ്പം സാധാ ശർക്കരയെക്കാട്ടിലും നല്ല, കുഞ്ഞുങ്ങൾക്ക് പോലും അത് അങ്ങനെ കൊടുക്കാം. നമ്മൾ ശർക്കര അരിച്ചാലൊന്നും മിക്കവാറും അതിനകത്ത് കരടോ അഴുക്കോ ഒന്നും കാണാറില്ല. എന്നാൽ ഇങ്ങനെ ഓരോ കാര്യങ്ങളും ഏറ്റവും നല്ല രീതിയിൽ തന്നെ ചെയ്യുന്നത് കൊണ്ട് അതിനൊരു നല്ല വില തന്നെ ഇട്ടു. വില ഇട്ടതിന് ശേഷം കൊടുക്കാൻ തുടങ്ങിയപ്പോൾ ആദ്യത്തെ ഒരു ബാച്ച് പെട്ടെന്ന് തീർന്നു പോയി. അപ്പോ അതൊരു പ്രോബ്ലം ആയിട്ട് ഐഡന്റിഫൈ ചെയ്യുക എന്നുള്ളതൊന്നും അന്നേരത്തെ ഒരു കാര്യമേ അല്ല. പക്ഷേ ഞങ്ങള് പതുക്കെ ഇതിനെ ഇങ്ങനെ മുൻപോട്ട് ഓരോ ദിവസങ്ങളും ഉണ്ടാക്കുന്നു. ഇത് വാങ്ങിച്ചവർ അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞിട്ട് പിന്നെയും അടുത്ത ആൾക്കാർക്ക് കൊടുക്കുന്നു. ആ ഒരു രീതിയിൽ ഇതിനെ ഡെവലപ്പ് ചെയ്തുകൊണ്ട് വരുക. അപ്പോ പലരും പറഞ്ഞു, അയ്യോ ഞങ്ങൾ വാങ്ങിക്കുന്നിടത്ത് 250 അല്ലെ 350 രൂപ. ഞാൻ പറഞ്ഞു അങ്ങനല്ല ഞങ്ങൾ ചെയ്യുന്നത്. മൈദ ഇട്ടാൽ അതൊരു 2 മണിക്കൂർ അല്ലെ 3 മണിക്കൂറിനുള്ളിൽ അത് ചെയ്ത് തീരും. പക്ഷെ അങ്ങനെ ചെയ്താല് പെട്ടെന്ന് അത് അഴുക്കാകും. അല്ലെങ്കിൽ ആ ഒരു ചക്കയുടേതായിട്ടുള്ള ടേസ്റ്റ് ഇഷ്ടപ്പെടുന്നവർക്ക് ആ ഹൽവയുടെ ടേസ്റ്റും ഈ ഹൽവയുടെ ടേസ്റ്റും തമ്മിൽ നല്ല പോലെ വ്യത്യാസമുള്ളതാണ്. അതുകൊണ്ട് ആണ് ഇതിന് വില കൂടുതൽ എന്നൊക്കെ പറഞ്ഞു കൺവിൻസ് ചെയ്യിക്കാനായിട്ട് സാധിച്ചു. അപ്പോ അങ്ങനെ കൺവിൻസ്ഡ് ആയിട്ടുള്ളവര് വാങ്ങാൻ തുടങ്ങി. അപ്പോ ഭയങ്കര അതിശയമാ. ഒരു 10 കിലോ ഹൽവ വിൽക്കുമ്പോ നമുക്ക് വരുന്നൊരു പൈസ, അതിന് പിന്നെ ആൾക്കാരെ നിർത്താൻ തുടങ്ങി, 2 പേര് 3 പേര്. അപ്പൊ അവരുടെ ചെലവും കഴിഞ്ഞ് നമുക്ക് ഒരു ഇച്ചിരി ബാലൻസ് വരുന്നു. പുതിയ ഉപകരണങ്ങൾ വാങ്ങിക്കുന്നു. അങ്ങനെ പതിയെ ഓരോ സ്റ്റെപ്പായിട്ട് ഉടൻ തന്നെ ഞങ്ങളുടെ വാർഡ് മെമ്പർ ആയിരുന്ന ബിജു സാറിനെ വിളിച്ച് പറഞ്ഞു, സാറേ ഇതുപോലെ ഞാൻ ഇങ്ങനെ ചെയ്യാൻ തുടങ്ങി. അപ്പൊ സാറ് പറഞ്ഞു, ഇവിടെ വ്യവസായ വകുപ്പിൽ ഒരു മിൽബിൻ എന്ന് പറയുന്ന സാറുണ്ട്, ആ സാറിനെ തീർച്ചയായിട്ടും വിളിച്ച് ബാക്കി കാര്യങ്ങളൊക്കെ സിനി ചെയ്യുക. അങ്ങനെ ഇത് വിൽപ്പനയ്ക്കായിട്ട് തന്നെയാണ് സിനി ആഗ്രഹിക്കുന്നതെങ്കിൽ. അപ്പോ എനിക്ക് കിട്ടിയ ഒരു സപ്പോർട്ട് എന്ന് പറയുന്നേ എനിക്ക് ഭയങ്കരമായിട്ട്, കാരണം ഞാൻ അധികം ഇങ്ങനെ ഗവൺമെന്റുമായിട്ടുള്ള കാര്യങ്ങൾക്കൊന്നും ഒരു വെറും വീട്ടമ്മ എന്നുള്ള നിലയിൽ ഒക്കെ ഇടപെട്ടു പോയിട്ടുള്ളൂ. അതുകൊണ്ട് എനിക്ക് ഈ കാര്യങ്ങളെ കുറിച്ച് ഒന്നും അറിയത്തില്ലായിരുന്നെങ്കിലും സാറൊക്കെ വളരെ ഇൻട്രസ്റ്റോടുകൂടെ എന്നോട് പറഞ്ഞു, ചേച്ചി ഇങ്ങനെ ചെയ്താൽ മതി. അല്ലെങ്കിൽ സാർ എല്ലാ കാര്യങ്ങളും വളരെ കൃത്യമായിട്ട് ഏത് സമയത്ത് നമ്മൾ ഒരു കാര്യം ചോദിച്ചാലും അത് വളരെ കൃത്യമായിട്ട്, എനിക്ക് സാറിനെ എടുത്തു പറയാതെ ഈ ഒരു കാര്യത്തെ കുറിച്ച് മുമ്പോട്ട് ചിന്തിക്കാനേ പറ്റത്തില്ല. അത്ര ഭയങ്കര പ്രയോജനപ്പെട്ട ഒരാളാണ് മിൽബിൻ സാർ. അപ്പോ വളരെ കൃത്യമായിട്ട് അത് FSA ലൈസൻസ്, പാക്കിംഗ് ലൈസൻസ്, അതുപോലെ തന്നെ ഉദ്യം രജിസ്ട്രേഷന്, KSIFT എന്ന് പറയുന്ന രജിസ്ട്രേഷൻ, അതായത് പഞ്ചായത്ത് ലൈസൻസ് ഇല്ലാത്തവർക്ക്, ഈ കാര്യങ്ങളൊക്കെ വളരെ കൃത്യമായിട്ട് ചെയ്തു തരേണ്ട, ഗൈഡൻസ് ചെയ്തു തന്ന സാർ തന്നെ ചെയ്യാവുന്ന കാര്യങ്ങളെല്ലാം ചെയ്ത് എന്നോട് ഇതുവരെയും സാറ് ഒരു ഫീസായിട്ട് വേണമെന്നോ അല്ലെങ്കിൽ അങ്ങനെ ഒന്നും ചോദിക്കാതെ തന്നെയാണ് ചെയ്തത്. അതിനകത്ത് ഭയങ്കര അഭിമാനം തോന്നി. ഒരു ഗവൺമെന്റ് ഉദ്യോഗസ്ഥൻ, പ്രത്യേകിച്ച് എടുത്തെന്ന് പറഞ്ഞോട്ടെ, നമ്മുടെ ഒരു മർത്തമ്മക്കാരനൊരു യുവാവാണ് അദ്ദേഹം എന്നുള്ളതിൽ ഭയങ്കര സന്തോഷം തോന്നിയിട്ടുണ്ട്. നല്ല പ്രാർത്ഥനയും. അപ്പം 7 മണി സമയത്തൊക്കെ നമ്മള് എന്തെങ്കിലും കാര്യത്തിന് വേണ്ടി സാറിനെ വിളിച്ചാൽ ഫോൺ എടുക്കത്തില്ല. അപ്പം പറയും, ചേച്ചി ഞങ്ങൾ പ്രാർത്ഥിക്കുന്ന സമയമായിരുന്നു കേട്ടോ എന്നൊക്കെ പറയും. അപ്പം ഭയങ്കര അത്രയും ഇങ്ങനെ ഓരോ കാര്യങ്ങൾ നമ്മൾ പറയത്തില്ലേ, ഓരോ കാര്യം ഫോൾ ഇൻ ടു പ്ലേസ് എന്ന് പറയുന്നത് പോലെയുള്ള ഒരു അനുഭവമായിരുന്നു സാറിൽ നിന്നൊക്കെ ലഭിച്ചത്. പിന്നീട് പതിയെ ഇങ്ങനെ ഓരോ കാര്യങ്ങൾ നമ്മളിങ്ങനെ ചക്ക ഹലുവ എന്നുള്ളത് തന്നെ ഏപ്രിൽ മാസം ലാസ്റ്റ് തുടങ്ങി മെയ്, ജൂൺ, ജൂലൈ വരെ അങ്ങനെ തന്നെ പോയിക്കൊണ്ടിരുന്നപ്പോ വിദേശത്തേക്കൊക്കെ ആൾക്കാർ കൊണ്ടുപോകാൻ തുടങ്ങി. ഈ സമയങ്ങൾ കൊണ്ട് 3, 4, 5, 10 കിലോ ഒക്കെ ഒരുമിച്ച് വാങ്ങിച്ചു കൊണ്ടുപോയവരുണ്ട്. അപ്പം എനിക്ക് തന്നെ ഭയങ്കര അതിശയം തോന്നിയിട്ടുണ്ട്. അയ്യോ, മനുഷ്യർക്ക് ചക്കയോട് ഇത്രയും ക്രേസ് ഉണ്ടോ? കാരണം നമുക്കിത് വളരെ റെഗുലർ ആയിട്ട് കിട്ടുന്നത് കൊണ്ടും നമ്മൾക്ക് ഇതിനോട് എന്താ പറയുന്നത്, അതിപരിചയം എന്ന് പറയുന്നത് പുച്ഛത്തിന് ഇടയാക്കും എന്ന് പറഞ്ഞതുപോലെയുള്ള അവസ്ഥയിലാണ് നമുക്ക് പലപ്പോഴും ചക്കയോടൊക്കെ കാണിക്കാറുള്ളത്. പക്ഷെ പുറത്തു നിന്നൊക്കെ നാട്ടിലേക്ക് ആൾക്കാർ വരുമ്പോ
അവർക്ക് ഈ ചക്ക എന്ന് പറഞ്ഞ് എഴുതി കാണിച്ചാലും ഇതിനെ സ്നേഹിക്കുന്ന അല്ലെങ്കിൽ ഇതിനെ വേണം എന്ന് ആഗ്രഹിക്കുന്ന മനുഷ്യരെ ഇങ്ങനെ കാണാൻ തുടങ്ങി. അപ്പോ അതൊരു നീഡായിരുന്നു, ഒരു കമ്മ്യൂണിറ്റിയുടെ അല്ലെങ്കിൽ ഒരു സൊസൈറ്റിയുടെ അല്ലെങ്കിൽ നമ്മുടെ ഒരു മലയാളി എന്ന് പറയുന്ന ഒരു ജനവിഭാഗത്തിന്റെ മൊത്തം, അങ്ങനെ പറയാൻ പറ്റത്തില്ല, ലോകം മൊത്തമുള്ള എല്ലാവർക്കും ജാക്ക് ഫ്രൂട്ട് എന്ന് പറയുന്നത് വളരെ വിലപ്പെട്ട ഒരു ഫ്രൂട്ട് ആണെന്ന് ഇപ്പൊ ഇങ്ങനെ ഓരോന്ന് പഠിക്കുമ്പോഴും കേൾക്കുമ്പോഴും കാണുമ്പോഴും ഒക്കെ മനസ്സിലാവുന്നുണ്ട്. എന്നാൽ പ്രത്യേകിച്ച് നമ്മുടെ മറുനാട്ടിലേക്ക് പോയി ജീവിക്കുന്നവർക്ക് ഇതിനകത്തുള്ള ക്രേസ് എങ്ങനെയാണെന്ന് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റും. അപ്പോ അന്നേരം ചെയ്തൊരു കാര്യം എന്ന് പറയുന്നത്, ഞങ്ങൾ എങ്ങനെ ആദ്യം ചെയ്തിരുന്നോ അതിന്റെ ക്വാളിറ്റിയെ ഒരു കാരണവശാലും ഞങ്ങള് മാറ്റാനിടയാക്കിയില്ല. കാരണം ബിസിനസ് തുടങ്ങി കുറച്ച് കഴിയുമ്പോൾ, ഞങ്ങൾ തുടങ്ങിയിട്ട് 1 വർഷമേ ആയുള്ളൂ, അത് പെട്ടെന്ന് പറഞ്ഞോട്ടെ, ഈ 1 വർഷത്തിനിടയ്ക്ക് ഒന്നും അല്ല എന്നറിയാം. എന്നാലും നമ്മൾ ചെയ്തു തുടങ്ങിയപ്പോ എങ്ങനെയായിരുന്നു ഓരോ കാര്യങ്ങളും ഉപയോഗിച്ചിരുന്നത്, ഓരോ ചക്കയായിരുന്നാലും അല്ലെങ്കിൽ അതിനകത്ത് ചേർക്കുന്ന മറ്റ് അസംസ്കൃത വസ്തുക്കളുടെ ഉപയോഗമാണെങ്കിലും അതൊക്കെ നല്ല ക്വാളിറ്റി തന്നെ നിലനിർത്താനായിട്ട് സാധിച്ചു എന്നുള്ളതാണ് ഇതുവരെ വളർന്നു വന്നപ്പോ ഉണ്ടായ ആ ഒരു വളർച്ചയുടെ പ്രധാന ഘടകം എന്ന് പറയുന്നത്. പിന്നെ സെയിൽസ് എന്ന് പറയുന്നത്, ഒരു നേഴ്സ് അല്ലെങ്കിൽ ഒരു കൗൺസിലർ എന്നൊക്കെയുള്ള നിലയിൽ പ്രവർത്തിച്ചുവെങ്കിലും ഈ സെയിൽസ് എന്താണെന്ന് പോലും അറിഞ്ഞുകൂടാ. അപ്പോ എന്നോട് ചോദിച്ചിട്ടുണ്ട്, സിനി എന്തിനാ, ഞങ്ങളുടെ ജോയ്സ് എന്ന് പറയുന്ന ഒരു സാറുണ്ട്, സാറ് ഇതിനോട് ഒത്തിരി ഞങ്ങളെ സപ്പോർട്ട് ചെയ്ത് ഓരോ കാര്യങ്ങൾക്കും വേണ്ടി വേണ്ട മാർഗനിർദ്ദേശം, ഓരോ കാര്യങ്ങളും വളരെ കൃത്യമായിട്ട് നല്ലൊരു ഗൈഡൻസ് തന്ന ഒരാളാണ് ജോയ്സ് മാത്യു സാറ്. സാർ നെല്ലിക്കമൺ സ്വദേശിയാണ്. സാർ ഈ ജാക്ക് ഫ്രൂട്ടുമായിട്ട് ബന്ധപ്പെട്ട ഒരു എന്താ പറയുന്ന ഒരു ആപ്പ് ഡെവലപ്പ് ചെയ്ത് അതിനെ കുറച്ചും കൂടെ മോഡേണൈസ് ചെയ്യാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന ഒരു വ്യക്തികളിൽ ഒരാളാണ്. അപ്പോ ഇവരുടെയൊക്കെ ഗൈഡൻസിൽ ഇങ്ങനെ ഓരോ കാര്യങ്ങൾ ചെയ്യുമ്പോൾ പിന്നെ ഞങ്ങൾക്ക് ചെയ്യാൻ പറ്റുമായിരുന്ന കാര്യം, പിന്നെ വേണ്ടിയിരുന്ന കാര്യം എന്ന് പറയുന്നത് ഫിനാൻഷ്യൽ സപ്പോർട്ടായിരുന്നു. അതിനും വ്യവസായ വകുപ്പിന്റെ PMFME എന്ന് പറയുന്ന ഒരു സ്കീമിലൂടെ നമ്മൾക്ക് ലോൺ എടുത്ത് ഞങ്ങൾ വലിയ ഉരുളി വാങ്ങിച്ചു. അതുപോലെ തന്നെ പാക്കിംഗ് മെഷീൻ വാങ്ങിച്ചു, ലേബലിംഗ് മെഷീന്, അതുപോലെ തന്നെ സീലിംഗ് മെഷീന്, ഇതൊക്കെ ഓരോന്നായിട്ട് പുതിയ കാര്യങ്ങളിലേക്ക് കടക്കാൻ തുടങ്ങി. പിന്നെ സെയിൽസ് എന്ന് പറയുന്നതിലേക്ക് വരുമ്പോൾ സെയിൽസ് ചെയ്യേണ്ടത് എങ്ങനെയാണെന്ന് അറിഞ്ഞുകൂടാ. മീൻസ് വാട്സപ്പ് ബിസിനസ് എന്ന് പറയുന്നതിനെ കുറിച്ച് കേട്ടിട്ടുണ്ട്. പതിയെ വാട്സപ്പ് ബിസിനസ് എന്ന് പറയുന്ന ഇതിലേക്ക് കടന്നു. അതിനകത്ത് നമ്മുടെ കാറ്റലോഗുകൾ ഇട്ടതിന് ശേഷം അന്ന് ചക്കയലുവ മാത്രമാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോ ഈ ചക്കയലുവ എന്ന് പറയുന്നത് കേട്ടിട്ടില്ലാത്ത ആൾക്കാരുണ്ട്. അന്നൊക്കെ പുറത്തുനിന്നൊക്കെ ഉള്ള ഓർഡറുകൾ കിട്ടുന്നുണ്ട് ഇപ്പോഴും. അപ്പോ മലയാളികളല്ലാത്ത മനുഷ്യർക്ക് ഇത് എന്താണെന്ന് പോലും അറിയത്തില്ല. അപ്പം 1/4 കിലോ മുതലുള്ള പാക്കറ്റുകൾ നമ്മളിങ്ങനെ കൊടുത്തുകൊണ്ടിരിക്കുക. അപ്പൊ കൊടുക്കുമ്പോൾ മാർക്കറ്റിംഗ് എന്ന് പറയുന്ന വലിയൊരു മേഖല അതിനെ തനിയെ ഹാൻഡിൽ ചെയ്യാനായിട്ട് തുടങ്ങി. അപ്പോ അങ്ങനെ ചെയ്യുന്ന ഉടനെയൊക്കെ നമുക്ക് ലഭിച്ച ഫീഡ്ബാക്കുകൾ നമ്മൾ കൊടുക്കാം ആൾക്കാർക്ക്, സ്റ്റാറ്റസ് ആയിട്ടും അല്ലെങ്കിൽ ഫേസ്ബുക്കിലും ഒക്കെ ആയിട്ട് അപ്ഡേറ്റ് ചെയ്യാൻ തുടങ്ങിയപ്പോഴത്തേന് അത് കണ്ട് അല്ലെങ്കിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ആൾക്കാർ പറഞ്ഞ് പിന്നെ കുറെ ഫ്രണ്ട്സിനൊക്കെ നമ്മളിങ്ങനെ ഗിഫ്റ്റ് ആയിട്ട് കൊടുത്തു. അപ്പൊ അവരൊക്കെ പറയാൻ തുടങ്ങി, അയ്യോ നല്ല ചക്കയലുവ അല്ലെങ്കിൽ നല്ല ഉൽപ്പന്നങ്ങളാണ് അവിടുന്ന് ലഭിക്കുന്നതെന്ന്. അപ്പൊ അങ്ങനെ ഓരോ ചെറിയ പടികൾ വെക്കുകയായിരുന്നു ഇപ്പോഴും ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതിനുശേഷം സെയിൽസ് എന്ന് പറയുന്ന ഒരു പ്രത്യേക കാര്യം ചെയ്യുന്നത് ഞങ്ങള് ഓൺലൈൻ മാർക്കറ്റിംഗ് മാത്രമാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതായത് നമുക്ക് ഒരു കടകളിലേക്കും സപ്ലൈ ചെയ്തിട്ട് അവിടുന്ന് സാധനങ്ങൾ പോകുന്നില്ല. അതിന്റെ 2 കാരണങ്ങൾ എന്ന് പറയുന്നത്, മെക്കനൈസ് ചെയ്ത് ഒന്നും ചെയ്യാനായിട്ട് പറ്റുന്നില്ലായിരുന്നു ഈ ചക്കയലുവ എന്ന് പറയുന്നത്. ഞങ്ങള് 2 ഇടത്ത് ഇതൊന്ന് പരീക്ഷിച്ചു നോക്കി, ചക്കയലുവ ഒന്ന് മെക്കനൈസ് ചെയ്തെടുക്കാമോ എന്ന്. പക്ഷെ അത് ഫെയിലിയർ ആയി പോവായിരുന്നു ചെയ്തത്. അതുകൊണ്ട് പഴയ രീതിയിൽ തന്നെ തുടർന്ന് ഇളക്കി നമ്മൾ സാധാരണ എങ്ങനെ ചെയ്യുന്നോ അതേപോലെ തന്നെ ചെയ്ത് ചക്കയലുവ ഉണ്ടാക്കി കൊണ്ടേയിരുന്നു. അപ്പോ അവിടെയൊക്കെ ഉണ്ടാകുന്ന ഒരു പ്രയാസം എന്ന് പറയുന്നത്, അതുപോലെ നല്ലതുപോലെ ഇതുമായിട്ട് ആത്മാർത്ഥമായിട്ട് പ്രവർത്തിക്കുന്ന ഒരു കൂട്ടം ചേച്ചിമാരെ ഞങ്ങൾക്ക് കൂടെ കിട്ടിയെന്ന് പറയുന്നതാണ്. അതായത്
അവരുടെ വീട്ടിലെ ഒരു കാര്യം ചെയ്യുന്ന അത്രയും ആത്മാർത്ഥമായിട്ട് നിന്ന് ചെയ്യുന്ന ആദ്യ സമയത്ത് ഞങ്ങൾക്ക് ഈ ഫ്രീസർ ഒന്നുമില്ല. ഫ്രീസർ ഇല്ലാത്തതിന്റെ കൊണ്ട് അന്ന് തന്നെ എടുക്കുന്ന ചക്ക അന്ന് തന്നെ വൈകിട്ട് അടുപ്പേ കയറി ഇറങ്ങണം. രാത്രി 1 മണി സമയത്തൊക്കെ ഞാൻ സിന്ധു എന്നൊക്കെ പറയുന്ന കുട്ടിയെ ഇവിടുന്ന് വീട്ടിൽ നിന്ന് കൊണ്ടുപോയി അവരുടെ വീട്ടിൽ കൊണ്ടുവിട്ടിട്ടുണ്ട്. കാരണം പിറ്റേ ദിവസം വീട്ടിൽ വന്നാലേ പറ്റത്തുള്ളൂ. മുറ്റത്ത് ചക്കകളൊക്കെ ഇങ്ങനെ കുന്നുകൂടി കിടക്കുക. ഈ ഗ്രൂപ്പിലുള്ള സുമോളി ചേച്ചിയോട് ചോദിച്ചാൽ അറിയാം, ഞങ്ങൾ ചെന്ന് ചക്ക എടുക്കുന്നു. ഞങ്ങളുടെ റിസോഴ്സ് പേഴ്സൺ ആണ് അദ്ദേഹം. അപ്പൊ ഞങ്ങൾക്ക് തരുന്ന ഒരു സപ്പോർട്ടൊക്കെ കൊണ്ടാണ് ഞങ്ങൾ ഇങ്ങനെ, ഈ കൂട്ടത്തിലുള്ള ഒത്തിരി പേരുണ്ട് കേട്ടോ. സുമോളി ചേച്ചി അടുത്തുള്ള ആളായതുകൊണ്ട് അങ്ങനെ എടുത്തു പറഞ്ഞത്. അപ്പോ ഇങ്ങനെ ഓരോ കാര്യങ്ങളും ചെയ്യുമ്പോൾ ഞങ്ങളെ പൂർണ്ണമായിട്ടും ആൾക്കാർ വിശ്വസിച്ചു എന്നുള്ളതാ. അതായത് ഞങ്ങളെ ഈ ഒരു വിലയ്ക്ക് ഒരു ഉൽപ്പന്നം കൊടുക്കുമ്പോൾ ജനങ്ങൾ ഞങ്ങൾ തന്നൊരു വിശ്വാസമുണ്ട്. അതാണ് സത്യം പറഞ്ഞാൽ ഇതിന്റെ ഒരു അടിത്തറ എന്ന് പറയുന്നത്. ആ ഒരു വിശ്വാസം നഷ്ടപ്പെട്ടു പോകാതിരിക്കാൻ ഇന്ന് വരെയും കഠിനമായിട്ട് ശ്രമിക്കുകയും ചെയ്യുന്നുണ്ട്. അതിനകത്ത് ഞങ്ങൾക്ക് ലോസ് ഉണ്ടാവുന്നുണ്ട്, മറ്റ് തടസ്സങ്ങൾ ഉണ്ടാവാറുണ്ട്, ഒക്കെ ഉണ്ട്. എന്നാലും അവര് ഞങ്ങളിൽ തന്നൊരു വിശ്വാസത്തെ നിലനിർത്തിക്കൊണ്ടു പോകാൻ ഇന്ന് വരെയും കഠിനമായി ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. അതോടൊപ്പം തന്നെ ഞങ്ങൾക്ക് കണ്ടുപിടിക്കേണ്ടതായ കുറച്ച് കാര്യങ്ങളുണ്ടായിരുന്നു. ഇതിന് വേണ്ട ഷെൽഫ് ലൈഫ് എത്രയുമുണ്ട്. ഈ ഒരു പുതിയതായിട്ടൊരു സംരംഭം തുടങ്ങുമ്പോൾ നമ്മൾ ഉൽപ്പാദിപ്പിക്കുന്ന ഉൽപ്പന്നത്തിന്റെ ഷെൽഫ് ലൈഫ് എത്രയുമാണ്, അത് എങ്ങനെയാണ് ജനങ്ങൾക്ക് കൺവിൻസ്ഡ് ആവുന്ന രീതിയിൽ, അല്ലെ ജനങ്ങൾ അക്സെപ്റ്റ് ചെയ്യുന്ന രീതിയിൽ അതിനെ ഒരുക്കി കൊടുക്കേണ്ടത് എന്നൊക്കെ, പാക്കിങ്, അതുപോലെ തന്നെ ഇത് DTDCയുടെ അല്ലെങ്കിൽ പോസ്റ്റ് ഓഫീസിന്റെ ഒക്കെ കൊറിയർ വഴി അയക്കുക, ഈ കാര്യങ്ങളെ കുറിച്ചൊക്കെ പഠിച്ച് മനസ്സിലാക്കി ഓരോ കാര്യങ്ങൾ പിന്നീട് ചെയ്യാൻ തുടങ്ങി. അതോടൊപ്പം തന്നെ ഹോർട്ടിക്കൾച്ചർ മിഷൻ, കൃഷി വകുപ്പ് വഴിയുള്ള സഹായങ്ങൾ അവര് നമുക്ക് പിന്നെ ഈ എന്താ പറയുന്നേ, നമ്മുടെ കമ്പോസ്റ്റ് ചെയ്യാനുള്ള ക്രമീകരണങ്ങളൊക്കെ അവരുടെ ഭാഗത്തു നിന്നായിരുന്നു പിന്നെ ഞങ്ങൾക്ക് ചെയ്തു തന്നു. ഓക്കെ, അതുകൊണ്ട് ആ കാര്യങ്ങളൊക്കെ വളരെ ക്രമീകൃതമായി പോയി. പിന്നെ ഞങ്ങൾക്ക് ഈ കിട്ടിയ ഫണ്ടിനെ യൂട്ടിലൈസ് ചെയ്യുക എന്നുള്ളത്, ഏറ്റവും വൈസായിട്ട് യൂട്ടിലൈസ് ചെയ്യുക എന്ന ഒരു പ്രക്രിയയായിരുന്നു അടുത്ത ഒരു സ്റ്റെപ്പ് എന്ന് പറയുന്നത് വേണ്ടത്. അതിൽ ചെയ്തത് ഞങ്ങൾക്ക് ലഭിക്കുന്ന ഓരോ ദിവസത്തെയും വരവിനെയും ചെലവിനെയും കാൽക്കുലേറ്റ് ചെയ്യുകയും അതിനകത്ത് എവിടെയാണ് ഞങ്ങൾക്ക് വന്ന മിസ്റ്റേക്കുകൾ, ആ മിസ്റ്റേക്ക് എങ്ങനെയാണ് ഇനി തിരുത്തേണ്ടത്, ഈ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കി മുൻപോട്ട് പോകാനായിട്ട് തുടങ്ങി. ഇതിൽ ഏറ്റവും അധികം എന്നോട് സഹകരിക്കേണ്ടവരെന്ന് പറയുന്നത് എന്റെ ഹസ്ബൻഡ്, അതുപോലെ തന്നെ കുഞ്ഞുങ്ങൾ 3 പേരും. കൊച്ചു കുഞ്ഞ് അന്നൊരു 2.5 വയസ്സ് കഴിയുന്നതേ ഉള്ളൂ. അപ്പോ ആ കുഞ്ഞിനെ വെച്ചുകൊണ്ടാണ് ഈ കാര്യങ്ങളൊക്കെ ആദ്യം ചെയ്തുകൊണ്ടിരുന്നത്. ഇപ്പം അവൻ മറ്റുള്ളവരുമായിട്ടൊക്കെ മിങ്കിളായി, അവന് 4 വയസ്സാവാൻ 3.5 വയസ്സ് കഴിഞ്ഞു. അപ്പോ അവൻ കുറച്ചും കൂടെ വളർന്നു വന്നു. ഈ ഒരു വർഷം ഇവര് 3 പേരും ഹസ്ബൻഡും വളരെയധികം ഇതിനകത്ത് കോപ്പറേറ്റ് ചെയ്ത് നിൽക്കുന്നതാണ് ഇതിനെ മുമ്പോട്ട് കൊണ്ടുപോകാനായിട്ട് സഹായിക്കുന്നത്. അതോടൊപ്പം ഞങ്ങൾക്ക് ലഭിച്ച ഫണ്ട് ക്രമീകരിക്കാൻ, എന്റെ ഹസ്ബൻഡ് MBA ഫിനാൻസ് കഴിഞ്ഞ ആളാണ്. അപ്പോ ഫിനാൻസ് ആൻഡ് മാർക്കറ്റിംഗ് കഴിഞ്ഞ ആളാണ്. അപ്പോ ആ ഒരു മേഖല എങ്ങനെ ചെയ്യണം, എന്ത് കാര്യങ്ങളാണ് ചെയ്യേണ്ടതെന്നൊക്കെ കൃത്യമായി ഒരു ഗൈഡൻസ് കിട്ടാൻ ഞങ്ങൾക്ക് സഹായിച്ചു. അതോടൊപ്പം തന്നെ അനിയൻ ചാർട്ടേഡ് അക്കൗണ്ടന്റ് ആണ്. അദ്ദേഹത്തിന്റെ ഒരു ശരിയായ ഗൈഡൻസ് കൊണ്ട് ഈ ടാക്സ് കൊടുക്കുന്നതിന്റെ കാര്യങ്ങള്, അതുപോലെ തന്നെ GST നമുക്ക് വേണ്ടി ചെയ്ത് അതിന്റെ കാര്യങ്ങളൊക്കെ ക്രമീകരിക്കാനും ഒക്കെ ഉള്ള സഹായം ഞങ്ങൾക്ക് ലഭിച്ചു. ഈ സഹായങ്ങളുടെ ഒക്കെ മുകളിൽ നിന്നുകൊണ്ടാണ് ഈ പറയുന്ന വളർന്നു വരുന്ന ഒരു സംരംഭകയാകാൻ സാധിച്ചിട്ടുള്ളത്. അതുപോലെ തന്നെ ഞങ്ങൾക്കൊപ്പം നിൽക്കുന്ന ഒരു ടീം നല്ല ഹാർഡ് വർക്ക് ചെയ്യുന്നു എന്ന് ഞാൻ പറഞ്ഞതുപോലെ തന്നെ ഓരോ കാര്യങ്ങളിലും അവർ ഏറ്റെടുക്കുന്ന ഉത്തരവാദിത്വം വളരെ കൃത്യമായിട്ട്, അതിനൊരു നമ്മളൊരു ഗൈഡൻസ് കൊടുക്കുമ്പോൾ അതിനെ അക്സെപ്റ്റ് ചെയ്യാനുള്ള ഒരു മനസ്സ്, ആ മനസ്സും അവരുടെ താല്പര്യവും ഒക്കെയാണ് ഇതിനെ കൃത്യമായ രീതിയിൽ വളർന്നു വരാനായിട്ട് സഹായിച്ചുകൊണ്ടിരിക്കുന്നതെന്ന് തീർച്ചയായിട്ടും എനിക്ക് പറയാൻ സാധിക്കും. അതുപോലെ തന്നെ ഇങ്ങനെ ഒരു കാര്യത്തിലേക്ക് വന്നപ്പോൾ യാതൊരു പരിചയവും ഇല്ലാത്ത, അല്ലെങ്കിൽ വീട്ടിലെ ചക്കലുവ ഉണ്ടാക്കിയിട്ടുണ്ട്, അല്ലെങ്കിൽ ഇച്ചിരി മാവുണ്ടി ഉണ്ടാക്കിയിട്ടുണ്ട്, ചമ്മന്തിപ്പൊടി ഉണ്ടാക്കിയിട്ടുണ്ട്, ഈ കാര്യങ്ങളെ കുറിച്ചുള്ള ഒരു ബേസിക്
ഗ്രാഹ്യം എല്ലാ വീട്ടമ്മമാരെ പോലെയും ഉള്ള ഒരാളെന്ന് ഒഴിച്ചാൽ വേറൊന്നും എനിക്ക് അറിയത്തില്ലായിരുന്നു. എന്നാൽ പിന്നീട് ഞങ്ങൾ ചെയ്തത് ഈ KVK പോലെയുള്ള നമ്മുടെ കാർഡിന്റെ പ്രസ്ഥാനങ്ങളൊക്കെ, കൃഷി വിജ്ഞാന കേന്ദ്ര, ഇവിടെയൊക്കെ ഉണ്ടായിരുന്ന ക്ലാസ്സുകൾ വളരെ റെഗുലർ ആയിട്ട് പോയി അറ്റൻഡ് ചെയ്ത് പുതിയ പുതിയ കാര്യങ്ങൾ മനസ്സിലാക്കി. അതുപോലെ ഇതിന്റെ ഷെൽഫ് ലൈഫ് എങ്ങനെയാണ് ക്രമീകരിക്കേണ്ടത്, അതുപോലെ പല ബേസിക് കാര്യങ്ങളെ കുറിച്ച് കൂടുതൽ ആഴത്തിൽ പഠിക്കുവാനും അതിനനുസരിച്ച് കാര്യങ്ങൾ ചെയ്യാനും സാധിച്ചു. പിന്നീട് ഞങ്ങൾക്ക് ഉണ്ടായ ഒരു എക്സ്പീരിയൻസ് എന്ന് പറയുന്നത് പുതിയ ഉൽപ്പന്നങ്ങളിലേക്ക് കടക്കാനുള്ള ഒരു പ്രഷർ ഉണ്ടായി. അപ്പോ ഞങ്ങൾക്ക് അതിനെ വളരെ കൃത്യമായിട്ട് നമ്മുടെ ഈ ഒരു വീടിന് ചുറ്റുമുള്ള സാഹചര്യങ്ങൾ മാത്രം വെച്ചാണ് ഈ ഒരു വർഷം കൊണ്ട് ഞങ്ങൾ മുമ്പോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. ആ ഒരു സാഹചര്യത്തിൽ നിന്നുകൊണ്ട് എന്തെല്ലാം കാര്യങ്ങൾ ചെയ്യാമെന്ന് മനസ്സിലാക്കിയെടുക്കേണ്ടതുണ്ടായിരുന്നു. അപ്പോ ചില ആവശ്യപ്പെട്ടു, പൊടികൾ തരാമോ, സിനി വീട്ടിൽ തന്നെ ഉണ്ടാക്കുന്ന മല്ലിപ്പൊടി, മുളക് പൊടി, അതുപോലെ മഞ്ഞൾ പൊടി, ഗരം മസാല, ഇതൊക്കെ ഉണ്ടാക്കി തരാമോ എന്ന് ചോദിച്ചു. ഓക്കെ, അപ്പോ അതിനുവേണ്ടി ഒരു ഡ്രയർ ആവശ്യമാണ്. ഇല്ലെങ്കിൽ നമ്മുടെ ഈ കാലാവസ്ഥ വെച്ച് നമുക്കൊരിക്കലും നല്ല രീതിയിൽ മുളക് കഴുകി ഉണക്കി വറുത്ത് എടുക്കുക എന്ന് പറയുന്ന പ്രയാസമാണ്. കാരണം മുളകിനൊക്കെ ഒരു പെട്ടെന്ന് പൂത്തു പോകുന്നതാണല്ലോ, അതുകൊണ്ട് മുളക് മല്ലിയൊക്കെ തന്നെ. അപ്പം ചെയ്തത് അത് ഏറ്റവും നല്ല ക്വാളിറ്റി മുളകും മല്ലിയും വാങ്ങിച്ച് പൊടിപ്പിക്കാൻ തുടങ്ങി. പിന്നെ കർഷകര്, ചുറ്റുപാടുള്ള കർഷകരുടെ കയ്യിൽ നിന്ന് ഇഞ്ചി, അതുപോലെ മഞ്ഞൾ, ഇവ ശേഖരിച്ചു. കുരുമുളക്, ഇതെല്ലാം ശേഖരിച്ചിട്ട് ഇതിനെ ഈ പുറത്തുനിന്ന് കടകളിൽ നിന്ന്, മീൻസ് പുറത്തുനിന്ന് വരുന്നതല്ല, നമ്മുടെ അടുത്തുള്ള വീടുകളിൽ തന്നെ ഇഷ്ടം പോലെ ആൾക്കാർക്ക് മഞ്ഞളും ഇഞ്ചിയും അതുപോലെ കുരുമുളക്, തേങ്ങ, ഇതൊക്കെ തരാനായിട്ടുണ്ട്. അവരിൽ നിന്നാണ് നമ്മൾ ഈ സാധനങ്ങളൊക്കെ കളക്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇപ്പോഴും. അപ്പോ ഇവയൊക്കെ കർഷകർക്കും കൂടെ പ്രയോജനകരമാകുന്ന, നമ്മുടെ ചുറ്റുപാടുമുള്ള ആൾക്കാർക്കും കൂടെ പ്രയോജനകരമാകുന്ന രീതിയിൽ നമ്മൾ അതിനെ ചെറുതായിട്ട് വളർത്താൻ തുടങ്ങി. പിന്നീട് ഇതൊരു കാര്യം എന്ന് പറയുന്നത്, ഈ ലഭിക്കുന്ന അസംസ്കൃത വസ്തുക്കളെ നമ്മൾ സോർട്ട് ചെയ്ത് ഓരോ കാര്യങ്ങളും നല്ല ക്വാളിറ്റി ഉള്ളത് കൊണ്ട് തന്നെ നമ്മൾ മല്ലി, മുളക്, മഞ്ഞൾ ഒക്കെ വൃത്തിയായിട്ട് പൊടിച്ച് കൊടുക്കാൻ തുടങ്ങി. അപ്പോ അങ്ങനെ ഓരോ കാര്യങ്ങൾ. പിന്നീട് ആൾക്കാർ ചോദിച്ച, ഞാൻ ഇതുവരെ കേട്ടിട്ടില്ലാത്തൊരു കാര്യമായിരുന്നു സ്രാവ് ഇടിച്ചതെന്ന് പറയുന്നത്. സ്രാവിന്റെ പൊടി വേണമെന്ന് ഒരു അമേരിക്കയിലുള്ള പോൾ എന്ന് പറയുന്ന ഒരു സാറ് എന്നോട് പറഞ്ഞു, സിനി, എനിക്ക് ഭയങ്കര ഇഷ്ടമായി ഈ സ്രാവ്, പിന്നെ അതുപോലെ ഉണക്ക മീനൊക്കെ കഴിക്കാൻ, എന്താ വഴി? അപ്പം ഞാൻ പറഞ്ഞു, എങ്ങനെയാലും ഞാൻ ഇത് വറുത്ത് പാക്ക് ചെയ്ത് കൊടുത്തു വിട്ട. അപ്പം പറഞ്ഞു, അങ്ങനെയൊന്നും ശരിയാവത്തില്ല. അപ്പൊ എന്നോട് പറഞ്ഞു, ഇങ്ങനെ ഒരു സാധനം ഉണ്ടാക്കും, ഒന്ന് ട്രൈ ചെയ്താമോ എന്ന് ചോദിച്ചു. അപ്പൊ ഞാൻ ഇവിടെ അടുത്തുള്ള ഒരു പ്രായമുള്ള ഒരു ആന്റിയോട് ചോദിച്ചു, ആന്റി ഇത് എങ്ങനെയാ ചെയ്യുന്നതെന്ന് ചോദിച്ചപ്പോ ആന്റി പറഞ്ഞു, സിനി ഇങ്ങനെയൊക്കെയാ ചെയ്യുന്നതെന്ന്. പിന്നെ ഞങ്ങളുടേതായ രീതിയിൽ അതിനെ കുറച്ചുകൂടെ ഒന്ന് ഡ്രൈ ചെയ്ത് നമ്മൾ വീട്ടിൽ, കാരണം ഇത് അയച്ചു കൊടുത്ത് ഒരു 4-5 ദിവസമെങ്കിലും കഴിഞ്ഞിട്ടാണല്ലോ എല്ലാവരുടെയും കയ്യിലേക്ക് എത്തുക. അപ്പൊ ആ ദിവസങ്ങൾക്കുള്ളിൽ ഇത് കേടാവാതിരിക്കാനുള്ള കൊച്ചു കൊച്ചു കാര്യങ്ങൾ നല്ല പോലെ മൂപ്പിച്ചെടുത്ത് നല്ല രീതിയിൽ അത് പ്രിപ്പയർ ചെയ്ത് കൊടുക്കാൻ തുടങ്ങി. അപ്പം അതൊക്കെ എന്ന് പറയുന്നത് ഇതുവരെയും കേട്ടിട്ടില്ലാത്തൊരു സാധനമാണ്. നമ്മൾ മല്ലിപ്പൊടി, മുളക് പൊടിയൊക്കെ സ്ഥിരം ഉപയോഗിക്കുന്നതാണ്, അല്ലെ മഞ്ഞൾപ്പൊടി സ്ഥിരം ഉപയോഗിക്കുന്നതാണ്. അപ്പോ ഓരോ പുതിയ കാര്യങ്ങൾ പഠിക്കാനായിട്ട് തുടങ്ങി. അപ്പൊ ഭയങ്കര ഇൻട്രസ്റ്റ് ആയി. അത് മറ്റുള്ളവരെ കൂടെ ഇരുത്തി പഠിപ്പിച്ചു കൊടുത്ത് അവർ കൂടെ ഇത് മനസ്സിലാവുന്ന, കാരണം ഒരാൾക്ക് തന്നെ ചെയ്യാവുന്ന ഒരു രീതിയിൽ നിന്നും കുറച്ചും കൂടെ മുമ്പോട്ട് വരാൻ തുടങ്ങി ഞങ്ങൾ. അപ്പോ ഈ ഒരു വർഷം കൊണ്ട് 15 പേരാണ് ഇപ്പോ ഞങ്ങൾക്ക് സ്റ്റാഫായിട്ടുള്ളത്. 17 പേര്. ഇന്നത്തെ ദിവസം 17 പേർക്കാണ് ശമ്പളം കൊടുത്തത്. അപ്പോ ആഴ്ചയിൽ ഒരിക്കലാ ശമ്പളം കൊടുക്കുന്നത്. ഈ 17 പേരെയും വൈകിട്ട് 6 മണിയായപ്പം ശമ്പളം ഒക്കെ കൊടുത്തു വിടുമ്പോ ഇവരെ ഓരോരുത്തരെയും എക്യുപ്പ് ചെയ്യുക. ഈ സെയിൽസ്, ഇപ്പൊ ഫോൺ കോളുകൾ അറ്റൻഡ് ചെയ്യുമ്പോൾ സ്റ്റാഫ് ആയിരിക്കും ചിലപ്പോ അറ്റൻഡ് ചെയ്യേണ്ട വരുന്നത്. കാരണം ഞാൻ ഇല്ലാത്ത സമയങ്ങളിൽ, അല്ലെങ്കിൽ മറ്റു കാര്യങ്ങളിലായിരിക്കുമ്പോൾ അവരായിരിക്കും ഇത് മാനേജ് ചെയ്യുന്നത്. അതുപോലെ ബില്ലിങ്ങിലേക്ക് ഓരോ കാര്യങ്ങളും ഞങ്ങൾ ഇവിടുന്ന് തന്നെ ട്രെയിൻ ചെയ്ത് കൊടുത്ത് അവരെ ഒരു 3 പേരെ ട്രെയിനിങ് കൊടുത്തുകൊണ്ടിരിക്കുക ഈ ദിവസങ്ങളിൽ, ബില്ലിങ്ങിലേക്കും മാർക്കറ്റിങ്ങിലേക്കുമുള്ള കാര്യങ്ങൾ മാനേജ് ചെയ്യത്തക്ക പോലെ. അപ്പോ ഈ കാര്യങ്ങളൊക്കെ ചെയ്യാനുള്ള ഒരു പ്രാപ്തി ദൈവം തരുന്നു എന്നുള്ളത് വലിയൊരു അത്ഭുതമായിട്ട് തന്നെ എനിക്ക് തോന്നാറുണ്ട്. എങ്ങനെയാണ് ഒരു ദൈവകൃപയിലും അല്ലെങ്കിൽ നമ്മുടെ കഴിവുകളെ
ശരിയായ രീതിയിൽ വളർത്തിക്കൊണ്ടുവരാനായിട്ട് ദൈവം തരുന്ന അവസരങ്ങളായിട്ട് ഞാൻ ഇതിനെ കാണുകയാണ് സത്യത്തിൽ. പിന്നെ അതുപോലെ ഇതിനകത്തുണ്ടാകുന്ന ചലഞ്ചസ് എന്ന് പറയുന്ന ഭയങ്കരമായിട്ട്, കാരണം ഒരിക്കലും ചെയ്തിട്ടില്ലാത്ത ലോൺ എടുക്കുക, അല്ലെങ്കിൽ ഇത്രയും പേരെ ജോലിക്കായിട്ട് നിർത്തുക, ഈ കാര്യങ്ങളൊക്കെ ഒരിക്കലും ചെയ്തിട്ടില്ലാത്ത കാര്യങ്ങളാണ്. അപ്പൊ അതിനകത്തുണ്ടാകുന്ന പ്രയാസങ്ങൾ, ബുദ്ധിമുട്ടുകള്, ചില വളരെ ചുരുക്കം ചില ആൾക്കാര് സാധനങ്ങൾ വാങ്ങിച്ചു കൊണ്ടുപോയിട്ട് പൈസ തരാത്തവരുണ്ട്. പിന്നെ അതുപോലെ നമ്മളോട് പറഞ്ഞ് പറ്റിച്ച് പണം വാങ്ങിക്കാനായിട്ട് ശ്രമിക്കുന്നവരുണ്ട്. പിന്നെ ഇതൊക്കെ ഇതിന്റെ ഭാഗമാണ്, ഒരു ബിസിനസ്സിലേക്ക് വരുമ്പോൾ ഉണ്ടാകുന്ന ഒരു ഭാഗമാണ്. പിന്നെ അതുപോലെ ചില സാധനങ്ങൾ വാങ്ങിക്കുമ്പോൾ നമ്മൾ ഉദ്ദേശിക്കുന്ന ക്വാളിറ്റി ഇല്ലാതെ പോകുമ്പോൾ അത് ഉപയോഗിക്കാതെ നമുക്ക് മാറ്റി വെച്ചേ പറ്റത്തുള്ളൂ. പിന്നെ അതിനുവേണ്ടി അതിനെ ഒന്ന് കറക്റ്റ് ചെയ്യാനുള്ള പ്രയാസങ്ങള്. അപ്പോ ഇതൊക്കെ ഇതിനകത്ത് വരുന്ന ചലഞ്ചസാ. ഇതിനെയൊക്കെ നമ്മള് മനസ്സുകൊണ്ടും ശരീരം കൊണ്ടും ഒന്നും തളർന്നു പോകാതെ ഫൈറ്റ് ചെയ്യുക തന്നെ ചെയ്യേണ്ടതായ അവസരങ്ങളുണ്ട്. എങ്കിൽ മാത്രമേ ഇതിനൊരു പെർസിസ്റ്റൻസ് ഉണ്ടാവത്തുള്ളൂ, ഒരു നിലനിൽപ്പ് ഉണ്ടാവത്തുള്ളൂ, മുൻപോട്ട് വളർന്നു വരാനായിട്ട് ഒരു സംരംഭം ത്തിനെ നല്ല രീതിയിൽ മുൻപോട്ട് നയിച്ചുകൊണ്ട് പോകാനായിട്ട് സാധിക്കുകയുള്ളൂ. ഇനി പിന്നെ കുറച്ചുകൂടെ വളരുന്നതിന്റെ ഒരു ഭാഗമായിട്ട് തന്നെ 3 കമ്പനിക്ക് നമ്മൾ ചക്ക സപ്ലൈ ചെയ്യുന്ന രീതിയിലേക്ക് കൂടെ ആയിട്ടുണ്ട്. കോടഞ്ചേരി, ബാംഗ്ലൂർ, അതുപോലെ ഇവിടെ കോഴഞ്ചേരിയിലുള്ള ഒരു എക്സ്പോർട്ടിംഗ് കമ്പനി. ഇവർക്ക് ഇത്രയും പേർക്കും നമ്മൾ ചക്ക വാങ്ങിച്ച്, ഒരു കൂട്ടർക്ക് വേണ്ടിയിരുന്നത് പച്ച ചക്കയായിരുന്നു, ചുള അടത്തി പറക്കി കൊടുക്കുക എന്നുള്ളത്. ഇനി ഒരു കൂട്ടർക്ക് 2 പേർക്കും വേണ്ടിയിരുന്നത് കൂഴച്ചക്കയും വരിക്കച്ചക്കയും സെപ്പറേറ്റ് ചെയ്ത് അത് അടത്തി പറക്കി 4 കിലോയുടെ പാക്കറ്റുകളാക്കിയിട്ട് നമ്മൾ ഫ്രീസ് ചെയ്ത് വെച്ചിട്ട് അത് ഇവിടുന്ന് ബാംഗ്ലൂർക്ക് വൈകിട്ടത്തെ വണ്ടിക്ക് കയറ്റി വിടും. മറ്റേ കോടഞ്ചേരിക്കാര് ഇവിടെ വന്ന് വണ്ടിയും കൊണ്ടുവന്ന് എടുത്തുകൊണ്ട് പോകും. അപ്പം ഇങ്ങനെ ചെറിയതായിട്ട് ഈ ബിസിനസ്, ഒരു എന്റർപ്രണർ അല്ലെങ്കിൽ ഒരു സംരംഭക എന്നുള്ളതിനെ ഒരു ബിസിനസ്സിലേക്ക് വളർത്തിക്കൊണ്ടുവരാനായിട്ട് ഞങ്ങൾക്ക് സാധിക്കുന്നുണ്ട് ഈ ഒരു കഴിഞ്ഞ ഒരു വർഷത്തെ അധ്വാനം കൊണ്ട്. അതുപോലെ തന്നെ ഇനിയും ഒരു സംരംഭകരായി തീരാൻ ശ്രമിക്കുമ്പോൾ കണ്ടിന്യൂസ്ലി നമ്മൾ പല കാര്യങ്ങളെ കുറിച്ചും പഠിച്ചുകൊണ്ടേയിരിക്കണം. നമ്മൾ ചെയ്യുന്ന കാര്യങ്ങളിൽ എന്നോട് ചിലർ പറയാറുണ്ട്, സിനി ഇത്രയും സമയം ഈ ചക്ക ഇളക്കേണ്ട കാര്യമില്ല, ഇതൊന്ന് അരച്ച് ചേർത്താ മതി, ചക്ക വേവിച്ചിട്ടൊന്ന് അരച്ചാൽ മതി എന്ന്. അപ്പോ അതിന്റെ പ്രാക്ടിക്കൽ ആയിട്ടുള്ള ബുദ്ധിമുട്ട് എന്ന് പറയുന്നത് ഇത്രയും ക്വാണ്ടിറ്റി ചക്ക നമ്മൾ അരയ്ക്കണം. 50 കിലോ 60 കിലോ ചക്ക നമ്മൾ അരയ്ക്കണം. അതിന് ഉള്ള സമയം ഇതെല്ലാം ഉണ്ട്. അപ്പോ ഇത് രണ്ടും ഏകദേശം ഒരുപോലെ ഉള്ളൂ അന്നേരം എന്ന് നമ്മൾ പ്രാക്ടിക്കലി ചെയ്യുമ്പോൾ മനസ്സിലാവും. എപ്പോഴും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, എല്ലാവരും അവരവരുടെ അനുഭവങ്ങളിൽ നിന്നാണ് പറയുന്നത്. അതിനകത്ത് നമുക്ക് ഏറ്റവും സ്യൂട്ടബിൾ ആയിട്ടുള്ളത് എന്തായിരിക്കും എന്നുള്ളതിനെ നമുക്ക് പിക്ക് ചെയ്യാൻ പറ്റണം. ഒരാൾ പറയുന്നത് കേട്ടങ്ങ് ചെയ്യുക എന്നതിലുപരിയായിട്ട് നമ്മുടെ സാഹചര്യങ്ങള്, നമ്മളുടെ കഴിവുകള്, നമ്മളുടെ റിസോഴ്സുകള്, നമുക്ക് പറ്റാവുന്നതായ തെറ്റുകള്, നമുക്ക് ലഭിക്കാവുന്നതായ നല്ല സാധ്യതകള് അല്ലെ വിജയങ്ങൾ, ഇതിനെക്കുറിച്ചൊക്കെ ഒരു ധാരണ ഉണ്ടാക്കാൻ കഴിഞ്ഞ് വേണം അഭിപ്രായങ്ങളെ നമ്മൾ ഉൾക്കൊള്ളാൻ. കേൾക്കുന്ന അഭിപ്രായങ്ങളെ നമ്മൾ തള്ളിക്കളയണ്ട. മറ്റുള്ളവർ, കാരണം എല്ലാവരുടെ അനുഭവങ്ങളാണ്, എക്സ്പീരിയൻസുകളാണ് നമ്മളോട് ഷെയർ ചെയ്യുക. എപ്പോഴും പലരും വിളിച്ചിട്ട് പറയാറുണ്ട്, സിനി ഇങ്ങനെ ചെയ്യണം, അല്ലെങ്കിൽ നമ്മളെ പ്രോത്സാഹിപ്പിക്കുന്ന ഒത്തിരി പേരുടെ കൈത്താങ്ങലും അവരുടെ നിരന്തരമായ സപ്പോർട്ട് കൊണ്ടാണ് നമ്മൾ ഈ നിലനിൽക്കുന്നത് കേട്ടോ, വളർന്ന് ഇവിടെ വരെ ആകുന്നത്. അപ്പോ നമ്മൾ ചെയ്യേണ്ടത് മറ്റുള്ളവരുടെ അനുഭവങ്ങളെ അതുപോലെ അങ്ങ് ചെയ്യാനായിട്ട് ശ്രമിക്കാതെ നമ്മളുടെ സാഹചര്യങ്ങളും അല്ലെങ്കിൽ നമുക്ക് അത് തക്കതായ രീതിയിൽ ഉപയോഗിക്കുക എന്നുള്ളതിനെ നമ്മൾ തന്നെ കണ്ടെത്തുക. പിന്നെ അതുപോലെ വായന, അതുപോലെ തന്നെ നമ്മൾ നെറ്റുകളിൽ നിന്ന് ലഭിക്കുന്നതായ അനുഭവങ്ങള്, അതുപോലെ പുതിയ അറിവുകൾ പഠിക്കാനുള്ള ഒരു താല്പര്യം ഒക്കെ ഒരു സംരംഭക അല്ലെങ്കിൽ വളർന്നു വരാനായിട്ട് ഞങ്ങളെ ഇടയാക്കിയിട്ടുണ്ട്. പിന്നെ പലരും ഞങ്ങൾ ഇങ്ങനെ ചെയ്യുന്നത് കണ്ട് ഇതേ വിലയിൽ തന്നെ സാധനങ്ങൾ ചെയ്യാൻ തുടങ്ങി, ചക്കാലുവ തന്നെ ചെയ്യാനായിട്ട് തുടങ്ങി. അപ്പോ അന്നേരം ആദ്യം ഒരു സമയത്ത് എനിക്ക് സത്യം പറഞ്ഞാൽ കുശുമ്പ് തോന്നുമായിരുന്നു. അയ്യോ, ഞാൻ ചെയ്ത ഉടനെ തന്നെ ഇവരെന്തിനാ ഇത് ചെയ്തേ, എടാ ഇത്രയും നാളും ആർക്കും ചെയ്യേണ്ടല്ലോ എന്നൊക്കെ ആദ്യം ഒരു സ്റ്റേജില്
അങ്ങനെ തോന്നിയിട്ടുണ്ട്. പക്ഷെ പിന്നെ മനസ്സിലായി, എടാ ഈ ലോകത്തുള്ള മൊത്തം പേർക്ക് ചക്കയലുവ കൊടുക്കാമെന്ന് ഞാൻ എങ്ങും വെച്ചിട്ടില്ലല്ലോ, എല്ലാവരും അവരുടേതായ രീതിയിൽ ചെയ്യട്ടെ. അങ്ങനെ ഒരു ആറ്റിറ്റ്യൂഡ് വന്നപ്പോ തന്നെ നമ്മൾ സ്ട്രെസ് ഫ്രീ ആയി. ഒരു സങ്കടമൊന്നുമില്ല. ഓക്കെ, ചെയ്യട്ടെ. ഒത്തിരി പേര് വിളിച്ച് ചോദിക്കാറുണ്ട്, ചേച്ചി ഇത് എങ്ങനെയാ ചെയ്യുന്നത് എന്നൊക്കെ ചോദിക്കുമ്പോൾ ഇത് പറഞ്ഞു കൊടുക്കുമ്പോൾ നമുക്ക് കിട്ടുന്ന ഒരു സന്തോഷമുണ്ട്. പിന്നെ എപ്പോഴും നമ്മുടെ ക്വാളിറ്റി എന്ന് പറയുന്നത് കോംപ്രമൈസ് ചെയ്യാതിരിക്കുക എന്നുള്ളത് എല്ലാവരിൽ നിന്നും എനിക്ക് കിട്ടിയ ഒരു ഉപദേശം, അല്ലെങ്കിൽ എന്നോട് പറഞ്ഞൊരു കാര്യമായിരുന്നു. സിനി ഒരിക്കലും ക്വാളിറ്റി കോംപ്രമൈസ് ചെയ്യരുത്. പിന്നെ പറഞ്ഞൊരു കാര്യം, ഇത് എല്ലാ രീതിയിലും ഇഷ്ടപ്പെട്ട് കഴിയുമ്പോൾ നമ്മുടെ ആറ്റിറ്റ്യൂഡ് മാറിപ്പോകരുത് എന്നും. ഈ രണ്ട് കാര്യങ്ങളെയും ഇതുവരെയും നിലനിർത്തിക്കൊണ്ട് തന്നെയാണ് ഞങ്ങൾ പോയിട്ടുള്ളത്. പിന്നെ ഉള്ളതെന്ന് പറയുന്നത് നമ്മുടെ ഫിനാൻസ് മാനേജ് ചെയ്യുക എന്ന് പറയുന്നത്. അത് ഇപ്പോഴും പഠിച്ചുകൊണ്ടിരിക്കുന്നതേ ഉള്ളേ. കാരണം ഇല്ല, ഇങ്ങനെ പറയത്തില്ലേ, നിലാവ് തയ്ച്ചു വിട്ട കോഴി എന്നൊക്കെ പറഞ്ഞ പോലെ ഒരു രീതിയിൽ നമ്മൾ ചിലപ്പോൾ ആദ്യ സമയത്തൊക്കെ അങ്ങനെ ആയിരുന്നു. ചേട്ടാ പൈസ വരുന്നത് എങ്ങനെ മാനേജ് ചെയ്യണം, ഇവർക്ക് കൊടുത്തു കഴിയുമ്പോൾ ചില ദിവസം കൊടുക്കാൻ പൈസ കാണത്തില്ല, ആരുടെയെങ്കിലും കടം വാങ്ങിച്ച് പൈസ കൊടുക്കുന്ന സമയങ്ങളുണ്ട്. പിന്നെ ലോൺ എടുക്കുമ്പോഴുള്ള ഒരു പേടി, ഇതൊക്കെ ആദ്യ സമയത്തെ ഒരു പ്രയാസമായിരുന്നു. ഇപ്പം ശീലമായതുകൊണ്ട് കുറച്ചൊക്കെ കാര്യങ്ങൾ ഓക്കെ എന്നുള്ള രീതിയിലായി. എന്നാലും ഫിനാൻസ് മാനേജ് ചെയ്യാൻ ഇപ്പോഴും പഠിച്ചുകൊണ്ടിരിക്കുന്നതേ ഉള്ളൂ. ശരിക്കും അതിനി കൂടുതൽ ഒരു എന്താ പറയുന്നേ, ശരിയായൊരു ചിട്ട, ഒരു രീതികളൊക്കെ അവലംബിച്ച് കൊണ്ടുവരേണ്ടിയിരിക്കുന്നു. എന്നാലും സ്റ്റാഫിനുള്ള ശമ്പളം കൊടുക്കാനും പിന്നെ അതുപോലെ നമ്മുടെ കാര്യങ്ങൾ നടത്തിക്കൊണ്ട് പോകാനും സാധിക്കുന്നുണ്ട് ഇതുവരെയും. അതോടൊപ്പം തന്നെ കൃത്യമായിട്ട് നമ്മുടെ ടാക്സ് അടയ്ക്കുക, അതുപോലെ കൃത്യമായ റെക്കോർഡിങ്, ഓരോ പൈസയ്ക്കും റെക്കോർഡിങ് ഉണ്ടാകുക, അതിന്റെ വരവ് ചെലവ് കുറിച്ചുള്ള കൃത്യമായ ധാരണകൾ ഉണ്ടാകുക, നമ്മളിൽ നിന്നും നമ്മൾ അറിയാതെ പണം നഷ്ടപ്പെട്ടു പോകുന്നുണ്ടോ എന്ന്, നമ്മൾക്കൊരു ആവശ്യമുള്ള കാര്യങ്ങൾക്ക് തന്നെയാണോ നമ്മൾ ഈ പണം ചെലവഴിക്കുന്നതെന്നൊക്കെ ചിന്തിച്ച് കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നു. പിന്നെ ഇതിനകത്ത് ഏറ്റവും പ്രധാനമായിട്ടും ഏറ്റവും നമ്മൾ മനസ്സിലാക്കി ചെയ്യേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് നമ്മുടെ പേഴ്സണൽ ഹെൽത്ത്, അതുപോലെ നമ്മുടെ വർക്കിംഗ്, അതുപോലെ വർക്കിംഗ് ലൈഫ് ബാലൻസ്, അല്ലെങ്കിൽ നമ്മുടെ വർക്ക് ലൈഫ് ബാലൻസ്, അല്ലെങ്കിൽ നമ്മുടെ ജീവിതവും നമ്മുടെ ജോലിയും തമ്മിൽ ഒന്ന് ബാലൻസിങ് ഉണ്ടാവുക എന്നുള്ളത്. അതായത് എന്നെ സംബന്ധിച്ച് രാവിലെ എഴുന്നേറ്റ് ചോറും കറിയും ഉണ്ടാക്കി പിള്ളേരെ സ്കൂളിൽ വിട്ട് അങ്ങനെ ഒരു നോർമൽ പാറ്റേൺ എന്ന് പറയുന്നത് ഒരിക്കലും മാനേജ് ചെയ്യാൻ പറ്റാത്ത ഒരാളായി ഇപ്പോ. ഒരു 6 മാസം മുമ്പ് വരെ അങ്ങനെ അല്ലായിരുന്നു, പക്ഷെ ഇപ്പൊ അങ്ങനെയല്ല. അപ്പോ അതിനുവേണ്ടി തലേദിവസത്തെ കാര്യങ്ങൾ ക്രമീകരിക്കുക, അല്ലെങ്കിൽ അതിനുവേണ്ടി കുഞ്ഞുങ്ങൾ അതുകൊണ്ട് കുറച്ചും കൂടെ എക്വിപ്ഡ് ആയി അവര് കാര്യങ്ങൾ സ്വന്തമായിട്ട് ചെയ്യാൻ. 7ാം ക്ലാസ്സിൽ പഠിക്കുന്ന ആള് തന്നെ ഒരുങ്ങി സ്കൂളിൽ പൊക്കോളാൻ പറയേണ്ട കാര്യങ്ങളൊന്നുമില്ല. അവരവരുടെ പുസ്തകങ്ങൾ എടുത്തു വെച്ച് അവരുടെ കാര്യങ്ങൾ, കുഞ്ഞുങ്ങൾ രണ്ടുപേരും നല്ല രീതിയിൽ പഠിക്കുന്ന കുഞ്ഞുങ്ങളാണ്. ഇളയ കുഞ്ഞിനെ ഇപ്പൊ ഞങ്ങൾ സ്കൂളിൽ വിട്ടതേ ഉള്ളൂ. അതുകൊണ്ട് അവരുടെ കാര്യങ്ങളൊക്കെ അവര് വളരെ കൃത്യമായിട്ട് ചെയ്ത്, അവര് സ്പോർട്സിലാണെങ്കിൽ അല്ലെങ്കിൽ പള്ളിയില് കൊയറില് അങ്ങനെയൊക്കെ എല്ലാ കാര്യങ്ങളിലും ഒന്ന് ആക്റ്റീവായിട്ട് തന്നെ നിൽക്കാനായിട്ട് സാധിക്കുന്നുണ്ട്. പക്ഷെ പലപ്പോഴും എൻ്റെ ഒരു ഡിഫിക്കൽറ്റി എന്ന് പറയുന്നത്, ഉണ്ടായിട്ടുള്ള ഒരു ഡിഫിക്കൽറ്റി എന്ന് പറയുന്നത്, എനിക്ക് ഈ ഒരു ബിസിനസ് എന്നതിലേക്ക് വന്നപ്പോഴത്തേന് ഭയങ്കര ക്രേസ് ആയിട്ട് ഞാൻ കണ്ടിന്യൂസ് ഇങ്ങനെ മെസ്സേജുകൾ അയച്ച് അവരുടെ ഓർഡറുകൾ എടുത്ത് പിറ്റേ ദിവസത്തേനെല്ലാം ക്രമീകരിച്ച് വെച്ചിട്ട് എനിക്ക് ഉറങ്ങാൻ പറ്റൂ എന്നുള്ള രീതിയിലായിരുന്നു ഒരു ആദ്യ സമയത്തൊക്കെ. കാരണം പേടിയായി, രാവിലെ ഇതെല്ലാം ചെയ്തിട്ട് അയച്ചില്ലെങ്കിൽ എങ്ങനാ, അല്ലെങ്കിൽ അവർ പൈസ ഓൾറെഡി പേ ചെയ്തല്ലോ, അപ്പൊ എങ്ങനെയാ നമ്മള് ഈ കാര്യങ്ങൾ മാനേജ് ചെയ്യുന്നതെന്നുള്ളൊരു ഓവർ ആങ്സൈറ്റി ഉണ്ടായിരുന്നു. അപ്പോ ഇപ്പോ പക്ഷെ ഒരു 10 മണി അല്ലെ 11 മണി അതിനോടകം എല്ലാ പരിപാടികളും നിർത്തി നമ്മൾ പുതിയ കാര്യങ്ങൾ, മീൻസ് പുതിയ ദിവസത്തേനെ ഒരു പുതിയ ദിവസത്തിലേക്ക് വേണ്ടി ഒരുങ്ങാനായിട്ട് അറിയാം. ഇപ്പോ ആദ്യ സമയങ്ങളിൽ ഉറങ്ങാതിരുന്ന് ഇതെടുത്ത് പിന്നെ കാര്യങ്ങൾ ചെയ്യുന്ന ആ ഒരു ഇതിൽ നിന്നും മാറി സെൽഫ് കെയർ നോക്കണം എന്നുള്ളതിനെ കുറിച്ച് നല്ലതായിട്ടുള്ള ബോധ്യം ഉണ്ട്. നമ്മുടെ ശരീരവും മനസ്സും നല്ല രീതിയിൽ പ്രവർത്തിച്ചില്ല എങ്കിൽ ഈ കാര്യങ്ങളെ ശരിയായ രീതിയിൽ ക്രമീകരിച്ചു പോകാൻ സാധിക്കാതെ പോകും. അതുകൊണ്ട് ശാരീരികമായും മാനസികമായുള്ള ആരോഗ്യത്തിനെ കുറിച്ച് വളരെ ബോധ്യത്തോടുകൂടെ
സൂക്ഷിക്കേണ്ടതായിട്ടുണ്ട്. ഇനി ഇനിയുമുള്ള ചില പ്ലാനുകൾ എന്നുള്ള രീതിയിൽ കുറെ കാര്യങ്ങൾ ഇനിയും ഞങ്ങള് മനസ്സിൽ കാണുന്നുണ്ട്. ഒരു പുതിയ രീതിയിൽ ഒരു സ്ട്രക്ചർ ഉണ്ടാകുക, അതോടൊപ്പം തന്നെ പുതിയ കുറച്ചും കൂടെ ഒന്ന് എക്യുപ്ഡ് ആക്കിക്കൊണ്ട്, അതായത് മെക്കനൈസ് ചെയ്യുക എന്നുള്ളതിലേക്ക് ഒന്ന് മാറണം എന്ന് ആഗ്രഹിക്കുന്നുണ്ട്. അപ്പോൾ അന്നേരം ഉണ്ടാകുന്നതായ ഒരു ഡിഫിക്കൽറ്റി എന്ന് പറയുന്നത്, നമുക്ക് വോളിയം ഒത്തിരി ചെയ്യാൻ പറ്റും, പക്ഷേ നമുക്ക് ഞങ്ങളുടെ ഒരു കൺസേൺ എന്ന് പറയുന്നത് എല്ലാ സാധനങ്ങളും മെക്കനൈസ് ചെയ്തത് നമുക്ക് കടകളിൽ കിട്ടും. പക്ഷേ നമ്മൾ വീട്ടിലുണ്ടാക്കുന്ന ഒരു സാധനത്തിന്റെ രുചിയും ഈ കടയിൽ നിന്ന് വാങ്ങിക്കുന്നതിന്റെയും ഭയങ്കരമായിട്ട് വ്യത്യാസമുണ്ട്. അപ്പോൾ ആ ഒരു നിലവാരത്തിലേക്ക് പോകാതെ തന്നെ നമ്മളൊന്ന് മോഡേണൈസ് ചെയ്തുകൊണ്ട് പുതിയ കാര്യങ്ങൾ, പുതിയ അന്തരീക്ഷം ഉണ്ടാക്കുകയും, എന്നാൽ ഹോം മെയ്ഡ് ആയിട്ടുള്ള തന്നെ ഐറ്റംസിനെ ഇതുവരെ ചെയ്തുകൊണ്ട് വന്നിരുന്നതായ എല്ലാ രീതിയിലും കാര്യങ്ങൾ ചെയ്തുകൊണ്ട് മുമ്പോട്ട് പോകണം എന്നാണ് ആഗ്രഹിക്കുന്നത്. അതിനുവേണ്ടി ഉള്ള ക്രമീകരണങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നു. ഒരു പുതിയ ബിൽഡിംഗ് ഉണ്ടാവണം. ആ കാര്യങ്ങളിലേക്കൊക്കെ പതുക്കെ വളർന്നു വരുന്നു. ഇത്രയും കാര്യങ്ങളാണ് ഒരു എന്റർപ്രണർ ആയി തീർന്നതിൽ നിന്നുള്ള എൻ്റെ അനുഭവങ്ങൾ. ഈ കൂടെ ഇരിക്കുന്ന പലർക്കും ഇതിനെക്കുറിച്ച് അഭിപ്രായങ്ങൾ പറയാനോ അല്ലെങ്കിൽ എന്തെങ്കിലും സംശയങ്ങളൊക്കെ ചോദിക്കാനോ ഒക്കെ ഉണ്ടെങ്കിൽ ഒന്ന് ചോദിച്ചാൽ നമുക്ക് രണ്ടുപേർക്കും നന്നായിരിക്കും. ഇത്രയും സമയം എൻ്റെ ഈ ഒരു സംസാരത്തെ വളരെ ക്ഷമയോടെ കേട്ടുകൊണ്ടിരുന്ന നിങ്ങൾക്ക് എല്ലാവർക്കും നന്ദി പറയുന്നു. Thank you, Sini, for sharing your valuable experience. And സിനി പറഞ്ഞതിനടുത്ത് പ്രത്യേക അവസാനം പറഞ്ഞു നിർത്തിയതാണ് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത്. മെക്കനൈസേഷനിലൂടെ നമുക്ക് ക്വാണ്ടിറ്റി കൂടുതൽ പ്രൊഡ്യൂസ് ചെയ്യാനായിട്ട് സാധിക്കും. പക്ഷെ നമ്മളിപ്പോ സാധാരണ പറയാറുണ്ടല്ലോ, പണ്ട് നമ്മുടെ അമ്മച്ചിമാര് ചട്ടിക്കകത്ത് അടുപ്പിൽ വെച്ചതായിട്ടുള്ള മീൻകറിയുടെ രുചി ഇന്ന് നമ്മൾ വെക്കുന്നതായിട്ടുള്ള മീൻകറിക്ക് കിട്ടുന്നില്ല എന്ന് നമ്മൾ പറയാറുണ്ട്. എന്നാല് അതിന്റെ പിന്നില് ഒരു എഫേർട്ട് ഉണ്ട്. കയ്യിലും പാത്രത്തിലും ഒക്കെ ആകും. അങ്ങനെയൊക്കെ അതില്ലാതിരിക്കുന്നതിന് വേണ്ടി നമ്മളിപ്പം ഗ്യാസില് സ്റ്റീൽ പാത്രത്തിലോ അല്ലെങ്കിൽ ചട്ടിയിലാന്നേലും വെച്ചൊക്കെ ഉണ്ടാക്കും. അത് പക്ഷെ അതുപോലെ തന്നെ മുളക് പൊടിയൊക്കെ പണ്ട് നമ്മൾ ഉരുളിയിലിട്ട് വറുത്ത് പൊടിച്ചുണ്ടാക്കുന്ന മുളക് പൊടിയല്ല ഇന്ന് മില്ലിലിട്ട് വെയിലത്തുണക്കി മില്ലിലിട്ട് പൊടിച്ചെടുക്കുന്ന മസാലപ്പൊടിയൊക്കെ. അതിന് പഴയതുപോലെ രുചിയില്ല. അപ്പൊ സിനിയുടെ എക്സ്പീരിയൻസിൽ നിന്നും അല്ലെ സിനിക്ക് മാർക്കറ്റ് ഉണ്ടാക്കി കൊടുത്തത് ഹോം മെയ്ഡ് പ്രോഡക്റ്റ് എന്നുള്ള ഒരു ലേബലാണ് എന്ന് സിനിയുടെ ഷെയറിങ്ങിലൂടെ നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിച്ചു. അത് ഏറ്റവും വാസ്തവമുള്ള ഒരു കാര്യമാണെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. കാരണം ക്വാളിറ്റിയിൽ ഒരു കോംപ്രമൈസും ഇല്ലാതെ ഭംഗിയായ രീതിയിൽ വീട്ടിലെ ഹോംലി ഒരു ടച്ച് ഉള്ളതായിട്ടുള്ള പ്രോഡക്റ്റ് ഉണ്ടാക്കി കൊടുക്കുന്നതിന് സിനി കാണിക്കുന്ന ആത്മാർത്ഥമായ എഫേർട്ടിന്, അതിന് മറ്റേ മെക്കനൈസ്ഡ് ആകുന്നതിനെക്കാട്ടി കൂടുതൽ എഫേർട്ട് അതിന് ആവശ്യമുണ്ട്. അതുകൊണ്ട് അത്തരത്തില് സിനിയുടെ സംരംഭം ഏറ്റവും ക്വാളിറ്റി മെയിൻറ്റെയിൻ ചെയ്യാനായിട്ട് കാണിക്കുന്ന ആ താല്പര്യത്തിന് വളരെ അഭിനന്ദനങ്ങളുണ്ട്. അതുപോലെ തന്നെ കൂടുതൽ പേർക്ക് ജോലി കൊടുക്കുന്നതിനും സിനി ഷെയർ ചെയ്തതുപോലെ ആ നാട്ടിലുള്ള ഇഞ്ചി കൃഷിക്കാരുടെയും മഞ്ഞൾ കൃഷിക്കാരുടെയും അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ ഉൽപ്പാദിപ്പിക്കുന്നവർക്ക് ഒരു മാർക്കറ്റ് ഉണ്ടാക്കി കൊടുക്കുന്നതിന് അങ്ങനെ വലിയൊരു സംരംഭക എന്നുള്ള രീതിയിൽ ആയിത്തീരുവാനായിട്ട് സിനിയുടെ ഈ പ്രയത്നം കൊണ്ട് സാധിക്കുമെന്നാണ് ഞാൻ കരുതുന്നത്. ആർക്കെങ്കിലും ഇനിയിപ്പോ അനൗൺസ്മെന്റിനായിട്ട് VI ജേക്കബ് സാറിനെ ഞാൻ ക്ഷണിക്കുന്നു. അതിനുശേഷം നമ്മുടെ ഷെയറിംഗ് ടൈമാണ്. അപ്പോൾ സംശയങ്ങൾ ചോദിക്കാനുള്ളവർക്ക് ചോദിക്കുന്നതിനും എന്തെങ്കിലും ഉപദേശങ്ങൾ ആഡ് ചെയ്യുവാനുള്ള അവസരമുണ്ട്. അതിനായിട്ട് നമുക്ക് കാതോർക്കാം. ഇപ്പോൾ ജേക്കബ് സാറിനെ അനൗൺസ്മെന്റിനായിട്ട് ക്ഷണിക്കുന്നു. അനൗൺസ്മെന്റ് ഉള്ളത് നടത്തിക്കൊള്ളട്ടെ. പ്രിയരെ, ലൈറ്റഡ് ടു ലൈറ്റൻ മാർത്തോമ സ്റ്റഡി ഫോറത്തിന്റെ 205ാമത് ലൈവ് വെബിനാർ പതിവ് പോലെ അടുത്ത ശനിയാഴ്ച, അതായത് ജൂൺ 22-ന് രാത്രി 8:30-ക്ക് തന്നെ ഉണ്ടായിരിക്കുന്നതാണ്. ഇന്ന് പുതുതായിട്ട് ഇതിൽ പ്രവേശിച്ചിരിക്കുന്നവർക്ക് വേണ്ടി പറയുകയാണ്, അടുത്ത
വെബിനാറിൽ ഇതേ ലിങ്കിലും ഇതേ പാസ്വേഡിലും പ്രവേശിക്കാവുന്നതാണ്. അടുത്ത ആഴ്ചത്തെ പ്രഭാഷണത്തിന്റെ കൂടുതൽ വിവരങ്ങൾ പിന്നാലെ അറിയിക്കുന്നതാണ്. അടുത്ത വെബിനാറിലേക്ക് ഏവരെയും വളരെ സന്തോഷത്തോടുകൂടെ ക്ഷണിച്ചുകൊണ്ട് ഞാൻ ഈ അനൗൺസ്മെന്റിൽ നിന്ന് വിരമിക്കട്ടെ. ഇപ്പോൾ നമുക്ക് ഓപ്പൺ ഫോറത്തിനുള്ള സമയമാണ്. ചാറ്റ് ബോക്സിൽ എഴുതുകയോ കൈ ഉയർത്തുകയോ ചെയ്യാം. ഹാൻഡ് റേസ് ചെയ്തേക്കുന്നത് 3 പേരാണ്. അവർക്കിപ്പോൾ ക്വസ്റ്റ്യൻ ചോദിക്കാം, അല്ലെങ്കിൽ ഇതുമായിട്ട് എന്തെങ്കിലും ആഡ് ചെയ്യാനുണ്ടെങ്കിൽ ചെയ്യാവുന്നതാണ്. ആദ്യമായിട്ട് ശ്രീ ഫിലിപ്പ് എബ്രഹാം സാറാണ്, ഡാളസിൽ നിന്ന്. സാറിന് ഇപ്പോൾ സംസാരിക്കാവുന്നതാണ്. ശ്രീ ഫിലിപ്പ് എബ്രഹാം. കോൺഗ്രാറ്റ്സ്. ഒരു വർഷത്തെ പരിചയമാണെങ്കിലും ബിസിനസ്സിലുള്ള പരിചയമാണെങ്കിലും വളരെ നാളുകൾ ബിസിനസ് ചെയ്ത് പരിചയമുള്ള അല്ലെങ്കിൽ ബിസിനസ് മാനേജ്മെന്റ് പഠിച്ചിട്ടുള്ള ഒരാള് കവർ ചെയ്യുന്നത് പോലാണ് ഒരു ബിസിനസ് തുടങ്ങേണ്ട രീതികൾ എങ്ങനെയാണ്, അതിൽ ഉൾക്കൊള്ളുന്നതായിട്ടുള്ള കാര്യങ്ങൾ എന്തെല്ലാമാണെന്ന് എല്ലാം കവർ ചെയ്തുകൊണ്ട് പറയാൻ സാധിച്ചത് വലിയൊരു കാര്യമാണ്. ഞാനത് നീട്ടിക്കൊണ്ട് പോകുന്നില്ല. യു ആർ ഡൺ വെരി വെൽ. നമ്മുടെ പ്രത്യേകിച്ച് മലയാളികളുടെ ഇടയിലുള്ളത് ബിസിനസ് തുടങ്ങുന്നതിന് മുമ്പേ ഒരു പേടിയാണ് നമുക്ക്. ഇത് പരാജയപ്പെടുമോ എന്നുള്ള ഒരു പരാജയ ഭീതി സാധാരണ പ്രത്യേകിച്ച് മലയാളികൾക്കുണ്ട്. വടക്കേ ഇന്ത്യയിലുള്ള ഗുജറാത്തികളുടെ മറാഠികളെന്നതൊക്കെ അവർക്ക് വളരെ കുറവാണ് അങ്ങനെയുള്ള ഫീലിങ്സ് ഒക്കെ. അപ്പൊ ഇങ്ങനെയുള്ളൊരു ഫീലിംഗ് ഒരിക്കലെങ്കിലും സിനിക്ക് ഉണ്ടായിട്ടുണ്ടെങ്കിൽ എങ്ങനെയാണ് ഇതിനെ അഭിമുഖീകരിച്ചത് എന്ന് പറഞ്ഞ് കേട്ടാൽ കൊള്ളായിരുന്നു. സാറേ, എന്നെ സംബന്ധിച്ച് ഒരിക്കലും ഒരു ബിസിനസ്സിലേക്ക് ബിസിനസ് ചെയ്യണം എന്ന് ആഗ്രഹിച്ച ഒരാളല്ലായിരുന്നു. ഒരിക്കലും ബിസിനസ് എന്നുള്ളതല്ലായിരുന്നു എന്റെ മനസ്സിലേത്. ഒരു ഏണിംഗ് ഉണ്ടാവണം എന്നുള്ളത് മാത്രമായിരുന്നു എന്റെ ലക്ഷ്യം. അപ്പൊ അതാണെന്ന് എനിക്ക് തോന്നുന്നു. അപ്പൊ ബിസിനസ് ചെയ്യുമ്പോൾ ചില കാൽക്കുലേഷൻസ് ഉണ്ടാവുമല്ലോ. അപ്പൊ എന്നെ സംബന്ധിച്ച് അങ്ങനെ ഒരു കാര്യം ഉണ്ടായിരുന്നില്ല. ഫസ്റ്റ് പ്ലാനിങ് എന്ന് പറയുന്ന ഒരു കാര്യം ഉണ്ടായിരുന്നില്ല. ബിസിനസ്സിന് വേണ്ടി ഒരു പ്രത്യേക പ്ലാനിങ് ഉണ്ടായിരുന്നില്ല. എനിക്കൊരു ഏണിംഗ് ഉണ്ടാവണം എന്നുള്ളതിന് ഭയങ്കരമായിട്ട് അതിനുവേണ്ടി ഹാർഡ് വർക്ക് ചെയ്യുക എന്നുള്ളതായിരുന്നു ആദ്യത്തെ ഒരു സ്ട്രാറ്റജി എന്ന് പറയുന്നത്. അതിനുവേണ്ടി ഏറ്റവും നന്നായിട്ട് ഹാർഡ് വർക്ക് ചെയ്യുക എന്നുള്ളത് മാത്രമായിരുന്നു. അപ്പോ അവിടെ ഒരു പരാജയ ഭീതിയുടെ കാര്യമില്ലായിരുന്നു. വർക്ക് ചെയ്യുക, നന്നായി ഹാർഡ് വർക്ക് ചെയ്യുക, അത് ഫുൾ പാഷനേറ്റ് ആയിട്ടും ഏറ്റവും നല്ല ഡെഡിക്കേറ്റഡ് ആയിട്ടും നല്ല കമ്മിറ്റ്മെന്റോടുകൂടെയും വർക്ക് ചെയ്യുക എന്നുള്ളത് മാത്രമായിരുന്നു ആദ്യ സമയത്ത് വേണ്ടിയിരുന്നത്. അതുകൊണ്ട് അങ്ങനെ ഒരു പരാജയ ഭീതിയെ എനിക്ക് അവിടെ നേരിടേണ്ടി വന്നിട്ടില്ല. ഞാൻ മനസ്സിലാക്കുന്ന അങ്ങനെയാണേ. അപ്പോ പിന്നീട് വന്നപ്പോ എങ്ങനായി ഫിനാൻഷ്യൽ ക്രൈസിസ് ഉണ്ടായത്. അപ്പോൾ ഫിനാൻഷ്യൽ ക്രൈസിസ് എന്ന് പറഞ്ഞാൽ നമുക്ക് ഇപ്പൊ ഒരു വീട്ടിലെ കാര്യങ്ങൾക്ക് വേണ്ടി ചെയ്യുന്ന പോലല്ല, ഒരു ലാർജ് ക്വാണ്ടിറ്റി പ്രൊഡ്യൂസ് ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന വ്യത്യാസം. അതിന് കുറച്ചും കൂടെ നമ്മൾ ഫിനാൻഷ്യലി എക്യുപ്ഡ് ആയിരിക്കണം. അപ്പോ അതിനുള്ള ഒരു സഹായം കുറച്ച് താമസിച്ചിട്ടാണെങ്കിലും കുറച്ച് സ്വർണം പണയം വെച്ചിട്ടാണെങ്കിലും ഒക്കെ ഞങ്ങള് പല രീതിയിൽ അതിനെ മാനേജ് ചെയ്തു. അപ്പോ ഇപ്പോൾ ഉള്ള ഒരു ധൈര്യം എന്ന് പറയുന്നത് ഞാൻ പറഞ്ഞതുപോലെ തന്നെ ജനങ്ങൾ ഞങ്ങൾക്ക് തന്നിട്ടുള്ള ഒരു ട്രസ്റ്റിനെ ഞങ്ങൾ കളയാതിരുന്നാൽ ഉറപ്പായിട്ടും ഇതിനെ നല്ല രീതിയിൽ മുമ്പോട്ട് കൊണ്ടുപോകാൻ പറ്റും എന്നുള്ളൊരു ധൈര്യമുണ്ട്. അത് മാത്രം മതി എന്നാണ് ഈ കുറച്ച് കാലയളവ് കൊണ്ട് മനസ്സിലാക്കിയ ഒരു കാര്യം. കാരണം ഇത്രയും വില കൊടുത്തൊരു സാധനം വാങ്ങിക്കുമ്പോൾ അവർക്ക് അതിന് തക്കതായ മൂല്യം ലഭിച്ചിരിക്കണം എന്നുള്ളത് നിർബന്ധത്തോടു കൂടെ ചെയ്യുന്നത് കൊണ്ട് തീർച്ചയായിട്ടും ഈ കാര്യം ഇതിനെ ഒരു പരാജയ ഭീതി എന്നുള്ളത് വന്നിട്ടില്ല. ഇതിനെ എങ്ങനെ മാനേജ് ചെയ്യണമെന്ന് ഞങ്ങൾ പഠിച്ചു. പൈസ കുറവാകുമ്പോ എന്തോ ചെയ്യും, അല്ലെങ്കിൽ എന്നോട് എല്ലാവരും പറയാറുണ്ട്, സിനി ഇതിനി നിർത്തിപ്പോയാലും നമ്മൾ കടക്കെണി പോകരുത്, അങ്ങനെ നിന്നേ എപ്പോഴും കളിക്കാവൂന്ന് വലിയ ബിസിനസ് ചെയ്യുന്ന ആൾക്കാരൊക്കെ പറയാറുണ്ട് എന്നോട്. അപ്പോ ഞങ്ങൾക്ക് ഈ പ്രിന്റ് ഒക്കെ എടുത്തു തരുന്ന അരക്കമണിലെ രാജേഷാണ് എടുത്തു തരുന്നത്. അപ്പൊ എന്നോട് പറയും, നമ്മുടെ ഉടുതുണിക്കുള്ള വക നമുക്ക് വെച്ചിട്ടേ എപ്പോഴും നമ്മൾ ബിസിനസ് ചെയ്യാവൂന്ന്. അവരൊക്കെ 53 വർഷങ്ങൾ കൊണ്ട് പ്രിന്റിംഗ് ബിസിനസ്സിൽ തന്നെ നിൽക്കുന്ന ആൾക്കാർ. അപ്പൊ പറയാറുണ്ട് ആ ഒരു കാര്യം സേഫ് ആക്കിക്കൊണ്ട് വേണം നമ്മളെപ്പോഴും ബിസിനസ് ചെയ്യാന്. ഇല്ലെങ്കിൽ ബിസിനസ് അങ്ങ് പൊക്കോട്ടെ, ഇല്ലെങ്കിൽ ഇല്ലെന്നേ ഉള്ളൂ, നമുക്ക് കഞ്ഞി കുടിക്കാനും കയറി കിടക്കാനും വീടുണ്ടോ, മതി എന്ന് വെച്ചേക്കണം. അപ്പൊ അങ്ങനെ നിന്നുകൊണ്ടേ ചെയ്യാവുന്ന ഇങ്ങനെയുള്ള നല്ല ഉപദേശങ്ങളും
പിന്നെ കൂടുതൽ അതുകൊണ്ടൊക്കെയാണ് നമ്മളിങ്ങനെ ഓരോ കാര്യങ്ങളും ചെയ്യുമ്പോൾ സൂക്ഷിച്ചു കണ്ടൊക്കെ ചെയ്യാനായിട്ട് സാധിച്ചിട്ടുള്ളത് സാറേ ഇതുവരെ. താങ്ക് യു. അടുത്തതായിട്ട് ശ്രീ വിൽസൺ കരിമ്പനൂർ സാറാണ്. സാറിന് സംസാരിക്കാം. ശ്രീ വിൽസൺ കരിമ്പനൂർ. താങ്ക് യു. ഞാന് ആദ്യമേ സിനി റേച്ചൽ മാത്യുവിനെ അഭിനന്ദിക്കുന്നു. വെൽ ഡൺ. നല്ല പ്രഭാഷണം, നല്ല ബിസിനസ്, നല്ല അധ്വാനം. ഓക്കെ, എല്ലാവിധ ആശംസകളും ഉണ്ടായിരിക്കട്ടെ. ഞാൻ ചെറിയ കുറെ ചോദ്യങ്ങള് ഈ പ്രഭാഷണവുമായി ബന്ധപ്പെട്ട് നോട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. അത് എന്തുകൊണ്ടാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, അതിവിടെ സിമിലർ ബിസിനസ് ചെയ്യാനോ അല്ലെങ്കിൽ ഈ ചക്ക തന്നെ ഉൽപ്പാദിപ്പിച്ച് മുന്നോട്ട് പോകാനായിട്ട് ആഗ്രഹിക്കുന്നവർക്ക് പ്രയോജനപ്രദമാകുമെന്നുള്ളൊരു വിചാരത്തിലാണ് നോട്ട് ചെയ്ത് വെച്ച ഉപകാരമായിരിക്കും. കേരളത്തില് ഇന്ന് ഏകദേശം കേരളത്തിലെ ഒരു കണക്കനുസരിച്ച് 55 കോടി മുതൽ 60 കോടി വരെ ചക്ക ഒരു വർഷം ഉൽപ്പാദിപ്പിക്കുന്നുണ്ട്. ഇതിനകത്തെ വെറും 2% ചക്കയെ യൂസ് ചെയ്യുന്നുള്ളൂ. ബാക്കി ചക്ക മുഴുവനും പാഴായി പോവുകയാണ്. ഇതൊരു റിയാലിറ്റിയാണ്, നമ്മൾ ആരും മനസ്സിലാക്കാത്ത ഒരു സത്യമാണ്. ഇനിയും ഈ എന്റെ ഓരോന്നോരോന്ന് ചോദ്യങ്ങളൊന്ന് നോട്ട് ചെയ്താൽ ഉപകാരമായിരുന്നു. ഒന്ന്, ഈ സിനി സംസാരിച്ചപ്പോൾ കമ്പോസ്റ്റ് എങ്ങനെ ക്രമീകരിക്കുന്നതിനെ പറ്റി ഒരു കാര്യം പറഞ്ഞു. അപ്പം അതുമായിട്ട് ബന്ധപ്പെട്ട് ഈ കമ്പോസ്റ്റ് ശരിക്കും പറഞ്ഞാൽ നല്ലൊരു വളമാണ്. അപ്പം ആ രീതിയിൽ ആ വളം മാർക്കറ്റ് ചെയ്യാനായിട്ട് കുറെ കൂടെ ശാസ്ത്രീയമായ രീതിയിൽ കമ്പോസ്റ്റ് ചെയ്തു കഴിഞ്ഞാൽ അത് പൊടി രൂപത്തിൽ ലഭിക്കുകയും അത് മാർക്കറ്റ് ചെയ്യാനായിട്ട് ശ്രമിച്ചിട്ടുണ്ടോ? അങ്ങനെ ശ്രമിക്കാൻ അതിന്റെ സാധ്യതകളുണ്ടോ? അതിന് വല്ല പരാജയങ്ങളുണ്ടോ എന്നുള്ള ഒന്നാമത്തെ വിഷയം. രണ്ടാമത്തെ വിഷയം, ചക്കയുടെ ചകിണിയും ചക്ക മടലും അതുപോലുള്ള ഉൽപ്പന്നങ്ങൾ പശു അല്ലെങ്കിൽ എരുമയൊക്കെ നല്ലപോലെ ഭക്ഷിക്കുന്ന ആഹാര വസ്തുക്കളാണ്. ഇത് ഒരു ആനിമലിന് ഉള്ള ഒരു, പ്രത്യേകിച്ച് പശുവിനും എരുമയ്ക്കും ഒക്കെ ഉള്ള ഒരു ഫുഡായിട്ട് ഈ ഐറ്റത്തിനെ രൂപാന്തരപ്പെടുത്തുവാനായിട്ട് കഴിയുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അങ്ങനെ ഉണ്ടെങ്കിൽ അതിനു വേണ്ടിയുള്ള ശ്രമം, ഇത് നിങ്ങൾ തന്നെ ഏകദേശം വലിയ 500 ടണ്ണോളം ഒരു വർഷം ഉപയോഗിച്ചെന്ന് എവിടെയോ ഞാൻ വായിച്ചായിരുന്നു. അപ്പൊ അതിന്റെ ഈ പറയുന്ന ചക്കമടലും ചകിണിയും വലിയൊരു ക്വാണ്ടിറ്റി ആയിരിക്കും. അതിൽ നിന്ന് ഒരു സാമ്പത്തിക സാധ്യതയുണ്ട്. മൂന്നായി, കൂട്ടത്തില് ചക്കയുടെയും ചക്കക്കുരുവിന്റെയും ഔഷധ ഗുണങ്ങളും എന്തിന് ഈ ടേസ്റ്റ് കൊതിക്ക് വേണ്ടി മാത്രം അല്ലാതെ ഇത് ഉപയോഗിക്കേണ്ട ആവശ്യകതയുണ്ടോ, അതിനെപ്പറ്റി ഒന്ന് പറഞ്ഞാൽ കൊള്ളാം. നാലാമത്, ഈ കൂഴച്ചക്ക, ഇപ്പൊ നിങ്ങളുടെ ഈ അലുവായും അതുപോലൊക്കെയുള്ള കാര്യങ്ങൾ പിന്നെ ഈ വരിക്കച്ചക്കയാണ് ഉപയോഗിക്കുന്നത്. എന്നാൽ കൂഴച്ചക്ക പരമാവധി, അതാണ് സാധാരണ ഈ കാര്യത്തിലെ വീട്ടുകാർക്ക് പോലും ഇതൊരു പിന്നെ നല്ലൊരു നിർദ്ദേശമായിരിക്കും. കൂഴച്ചക്ക എങ്ങനെ പരമാവധി ഉപയോഗിക്കാം അതിനെപ്പറ്റി അതുപോലെ കൂഴച്ചക്കയുടെ പിന്നെ പഴം യൂട്ടിലൈസ് ചെയ്യാമോ എന്നുള്ളത്, അതുപോലെ തന്നെ ചക്കയിൽ നിന്ന് ജാമ്, മിഠായി, സ്ക്വാഷ്, ഐസ്ക്രീം ഇവയൊക്കെ ഉൽപ്പാദിപ്പിക്കുന്നതായിട്ട് ഞാൻ വായിച്ചിട്ടുണ്ട്. അങ്ങനെയുള്ള സാധ്യതകൾ നിങ്ങൾ അവലംബിക്കുന്നുണ്ടോ? പിന്നെ ഏറ്റവും ഒടുവിൽ 1-2 ചക്ക, നിങ്ങൾ ഒരു വർഷം എത്ര ടൺ ചക്ക ഉപയോഗിക്കുന്നുണ്ട്? മാസത്തിലെ വിറ്റുവരവ്, അതൊക്കെ ഒന്ന് പറഞ്ഞാല് ഈ രംഗത്തോടൊക്കെ കടന്നു വരുന്നവർക്കൊരു സന്തോഷമായിരിക്കും. ഏറ്റവും ഒടുവിലത്തെ ഒരു ക്വസ്റ്റ്യൻ, അത് ഇന്നത്തെ മനോരമയില് വന്ന റൈറ്റപ്പിന് താഴെ ഒരു ആള് ഉന്നയിച്ച അല്ലെങ്കിൽ നിർദ്ദേശിച്ച ഒരു പോയിന്റാണ്, ഹൈജീനിക്കില് എത്രമാത്രം നിങ്ങൾ ശ്രദ്ധിക്കുന്നുണ്ട്. അതിനകത്ത് ആ മനുഷ്യന് നിങ്ങൾ മോഡലായിട്ട് നിന്ന് ഭാര്യയും ഭർത്താവും കൂടെ ചക്ക അലുവ ഇളക്കുന്ന ഫോട്ടോയില് തലമുടിയുടെ ക്യാപ്പേ നിങ്ങൾ വെച്ചിട്ടുള്ളൂ. അലന് താടിക്കുള്ള ബിയേഡ് നെറ്റ് ഉപയോഗിച്ചില്ല എന്നൊരു പരാതിയാണ് അദ്ദേഹം ഉന്നയിച്ചത്. അതുപോലെ ഈ താടിക്ക് ഒരു കവചം, ആ രീതിയിൽ ഞാൻ അതിനെ അത്ര വലിയ വിലയായിട്ടൊന്നും കാണുന്നില്ല കാര്യം. എന്നാൽ പോലും ഹൈജീനിക്കിൽ എത്രമാത്രം നിങ്ങൾ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നു എന്നുകൂടി പറഞ്ഞാൽ കേൾവിക്കാർക്ക് കൂടുതൽ ഉപയുക്തമായിരിക്കും. താങ്ക് യു വെരി മച്ച്. സാർ, ഈ ക്വസ്റ്റ്യനുകളെല്ലാം വളരെ അർത്ഥവത്തും പ്രധാനപ്പെട്ടതുമാണ്. ആദ്യമായിട്ട് സാർ സൂചിപ്പിച്ചതുപോലെ തന്നെ ഈ നമുക്ക് കേരളത്തിലെ
ചക്ക ഉൽപാദനത്തില് 2% മാത്രമേ ഉപയോഗിക്കപ്പെടുന്നുള്ളൂ. കാരണം ഇത് പറിക്കാനുള്ള ബുദ്ധിമുട്ട്, അതുപോലെ തന്നെ അതിന് പിന്നെ പൊളിച്ചെടുത്ത് ഉപയോഗിക്കുക എന്ന് പറയുന്നത്, ചക്ക എന്ന് പറയുന്നത് ഇച്ചിരി പണി കൂടുതലുള്ള ഒരു കാര്യമാണ്. കുറച്ചേറെ അതിന് എഫേർട്ട് ഇട്ടെങ്കിൽ മാത്രമേ ഒരു പ്ലാവെ കയറി പറിക്കുക. അതിനൊക്കെയാണ് ഈ വിയറ്റ്നാം അർലി പോലുള്ള പ്ലാവുകളൊക്കെ ഇപ്പം ചെറിയ മരങ്ങളായിട്ട് നിർത്താൻ. പക്ഷെ നമ്മുടെ സാധാരണ വരിക്കയിൽ നിന്നും അതിന് കുറച്ചൊക്കെ വ്യത്യാസങ്ങളുണ്ട്. അതുകൊണ്ടാണ് ഇത് പാഴായി പോകുന്നതിന്റെ ഒരു കാര്യം എന്ന് പറയുന്നത്. ഇനി നമുക്ക് കമ്പോസ്റ്റിംഗ് എന്ന് പറയുന്നതിലേക്ക് കടക്കാം. കമ്പോസ്റ്റ് ചെയ്യുന്നതെന്ന് പറയുന്നത് EM സൊല്യൂഷൻ എന്ന് പറയുന്നിട്ടൊരു സൊല്യൂഷൻ ലഭിക്കും. അത് വാങ്ങിച്ച് അത് പ്രിപ്പയർ ചെയ്യുന്ന ഇതൊക്കെ നമുക്ക് സമയക്കൊണ്ട് ഞാൻ ഈ കാര്യങ്ങളെല്ലാം ഒന്ന് പോണ്ടതുകൊണ്ട് ഞാനൊന്ന് അല്പ സ്പീഡിൽ ഒന്ന് പറഞ്ഞു പോവാണേ. EM സൊല്യൂഷൻ കിട്ടും. അത് വാങ്ങിച്ചൊഴിച്ചാൽ അത് ഒരു ഓർഗാനിക് ബാക്ടീരിയയെ വളർത്തുന്ന ഒരു മെത്തേഡാണ്. അപ്പൊ ഇതിനെ വാങ്ങിച്ചൊഴിച്ചാൽ ഈ കമ്പോസ്റ്റ്, അതായത് ഈ നമ്മൾ ഫ്രഷ് ആയിട്ട് ഇടുന്ന ആ ചക്കയെല്ലാം ഒരു 40 ദിവസത്തിനുള്ളിൽ പൊടിഞ്ഞ് വളം പോലെ ആകും. അത് വിൽക്കാനായിട്ടുള്ള ഒരു ശ്രമം ഇപ്പോ നടക്കണം. ഇനിയിപ്പോ അത് നടക്കണം. കാരണം നമ്മൾ ആദ്യം ചെയ്ത ഒരു വലിയ കമ്പോസ്റ്റ് പിറ്റിലിട്ട് അത് ചെയ്തത്. അത് പക്ഷേ വെള്ളം ഇറങ്ങിയതുകൊണ്ട് വളരെ ബുദ്ധിമുട്ടുണ്ടായി. ഞങ്ങൾ അതങ്ങ് മൂടിയിട്ടു. അങ്ങനെ അതിനെ അങ്ങ് കളഞ്ഞിട്ട് ഇപ്പൊ ഒരു കമ്പോസ്റ്റിന്റെ വേറൊരു കമ്പോസ്റ്റ് കുഴിയായിട്ട് തന്നെ ചെയ്ത് വേറൊരു രീതിയിലാണ് ഇപ്പൊ അതിനെ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പൊ അതിനുള്ള ഒരു റിസൾട്ട് വരണമെങ്കിൽ ഇനി ഒരു മാസത്തെയുടെ അതിന്റെ പുറകിൽ പ്രവർത്തിക്കണം. ആദ്യം ഒരു ഫ്രീ ആയിട്ട് തന്നെ കുറച്ച് പേർക്ക് കൊടുക്കാനും, കാരണം പലരും പറഞ്ഞു കേട്ടിട്ടുണ്ട്. ഞങ്ങൾക്ക് ഇവിടെയുള്ള അനുഭവം എന്ന് പറയുന്നത് ഈ കരിയാപ്പിന്റെ ചോട്ടിൽ ഞങ്ങൾ ഇട്ട് കൊടുത്തത്, അതുപോലെ റോസ ചെടിക്ക് ഇട്ട് കൊടുത്തപ്പോ ചെടിക്ക് വളർച്ച നല്ലതായിട്ട് കണ്ടു. അപ്പം വേറൊരാൾ എന്നോട് പറഞ്ഞു, സിനി ഞങ്ങളുടെ ചക്ക പഴുത്തു വീഴാതെ കൊത്തി അരിഞ്ഞ് തെങ്ങിന്റെ ചുവട്ടിലിട്ടത് തേങ്ങ നല്ലതുപോലെ പിറ്റേ പ്രാവശ്യം ഉണ്ടായി എന്ന് ഇങ്ങനെ പറഞ്ഞു കേട്ടു. അപ്പൊ അതുകൊണ്ട് ആദ്യത്തെ ഒരു സമയം ഞങ്ങൾ ഇതൊന്ന് ഒരു 10 രൂപ നിരക്കിലൊരു ഓരോ കിലോയോ അല്ലെങ്കിൽ 5 രൂപ നിരക്കിലോ അങ്ങനെ ഒരു പ്രൈസ് ഒന്ന് ചുമ്മാ ഒരു ലോവസ്റ്റ് പ്രൈസിൽ എല്ലാവരും ഇതൊന്ന് ഉപയോഗിക്കാൻ വേണ്ടി മാത്രമായിട്ട് ചെയ്യണം എന്നൊക്കെ ആഗ്രഹിക്കുക. അതുപോലെ തന്നെ ചകിണിയും മടലും പെല്ലറ്റ് ആക്കാനുള്ള മെഷീൻ ഉണ്ട്. അതിനകത്ത് മെഷീനകത്ത് ഇട്ടാല് ഡ്രൈഡ് ആയിട്ട് അത് മെഷീൻ തന്നെ ഈ നമ്മൾ വാങ്ങിക്കുന്ന പെല്ലറ്റ് ഇല്ലേ അതേപോലെ തന്നെ ഉണ്ടാക്കിയെടുക്കുന്ന ക്രമീകരണങ്ങളുണ്ട്. പക്ഷെ ഞങ്ങൾ അത് ചെയ്തിട്ടില്ല. ഞങ്ങൾ ചെയ്യുന്ന ഇവിടങ്ങളില് അറിയാവുന്ന പശുവിനെ വളർത്തുകയും പോത്തിനെ വളർത്തുകയും ചെയ്യുന്നവര് വൈകിട്ട് വന്ന് ഈ പച്ച ചക്കയുടെ മടലും ഇതെല്ലാം അങ്ങ് എടുത്തുകൊണ്ട് പോകും. അപ്പൊ അങ്ങനെ കുറെ അങ്ങ് പോവും. അത് അവര് വന്നങ്ങ് എടുത്തോണ്ട് പോകുന്നേ ഉള്ളൂ. നമ്മൾ പൈസയ്ക്കൊന്നും വാങ്ങിക്കുന്ന കാര്യമല്ല. പോത്തിനെ വളർത്താന്നവര് വേണ്ടി അത് കൊടുക്കുകയാണ് ചെയ്യുന്നത്. അതുപോലെ ചക്കയും ചക്കക്കുരുവും ടേസ്റ്റ്, അതുപോലെ തന്നെ ഒരു പഠനം തെളിയിച്ചിട്ടുള്ളത് ഈ ചക്കയുടെ പൊടി ഒരു 30 ഗ്രാം വീതം 90 ദിവസം കണ്ടിന്യൂസ് ഉപയോഗിച്ചാൽ, അത് ചക്കപ്പൊടിയായിട്ട് തന്നെ കഴിക്കണമെന്നല്ല പറയുന്നത്, നമ്മൾ ഉണ്ടാക്കുന്ന ചപ്പാത്തിയുടെ കൂടോ നമ്മൾ ഉണ്ടാക്കുന്ന ഉപ്പുമാവിന്റെ കൂടോ പായസത്തിന്റെ കൂടോ അല്ലെങ്കിൽ പുട്ട് എന്തിന്റെ കൂടെ, മൈദയും ആട്ടയും അതുപോലെ അരിപ്പൊടിയും ഉപയോഗിക്കുന്ന എന്തിന്റെ കൂടെയും ഇതും കൂടെ ചേർത്ത് ആഹാരമാക്കി, അതായത് കഴിക്കുന്ന രീതിയിൽ പുട്ടോ അല്ലെങ്കിൽ റവ കൊണ്ട് ഉപ്പുമാവോ അങ്ങനെ ചപ്പാത്തിയോ ഒക്കെ ഉണ്ടാക്കിയാൽ ഒരു 30 ഗ്രാമെങ്കിലും ഒരു അഡൽറ്റിന് ലഭിച്ചാൽ അവരുടെ HbA1c ലെവൽ 6 വരാനുള്ള സാധ്യതകൾ ഉണ്ട് എന്ന് പഠനങ്ങൾ തെളിയിച്ചിട്ടുണ്ട്. അപ്പോ അതിനായിട്ട് ഞങ്ങൾ ചെയ്തൊരു കാര്യം എന്ന് പറയുന്നത് ചക്ക ഉണക്കി പൊടിച്ച് ആൾക്കാർക്ക് കൊടുക്കാനായിട്ട് തുടങ്ങിയിട്ടുണ്ട്. അത് ഉപയോഗിച്ചവരുടെ ഒരു റിസൾട്ട് കിട്ടാൻ സമയമായിട്ടില്ല. ഒരു 3 മാസമെങ്കിലും വെയിറ്റ് ചെയ്യുക. അതിനുശേഷം ഞാൻ ഞങ്ങളുടെ അനുഭവങ്ങൾ പറയാം. അതുപോലെ ഇപ്പോ ഈ എവിടെയൊക്കെയോ ഇങ്ങനെ നെറ്റിൽ കണ്ട ചില വീഡിയോകളാണ്. അതുകൊണ്ട് ചക്കക്കുരു അരച്ച് നമ്മുടെ മുഖത്തിടുന്ന ഫേസ് പാക്കുകളൊക്കെ ഉണ്ടാക്കുന്നതായിട്ട് മറ്റു കടലപ്പൊടിയും അതൊക്കെ മിക്സ് ചെയ്തിട്ടുള്ള, അതൊന്നും ഇതുവരെ പരീക്ഷിച്ച് നോക്കാൻ സമയം കിട്ടിയിട്ടില്ല. പിന്നെ അതുപോലെ സാർ ചോദിച്ച വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ കൂഴച്ചക്ക എങ്ങനെയാണ് ഉപയോഗിക്കേണ്ടത്. കൂഴച്ചക്ക ഒന്നാമത് ആദ്യം തൊട്ടേ നമുക്ക് ഈ ചക്ക ഉപയോഗിക്കുന്നതിന് ഉണ്ടായി ഒരു 30 ദിവസം മുതൽ
30 മുതൽ 45 ദിവസം വരെ 1.5 മാസം തൊട്ട് ചക്ക ഉപയോഗിക്കാൻ പറ്റും. പക്ഷെ നമ്മൾ ആകെ ചെയ്യുന്ന ഒരു കാര്യം ഇത് പറിച്ച് അരിഞ്ഞ് പിന്നെ ചിപ്സ് ആക്കും, അതുപോലെ പഴമായിട്ട് കഴിക്കും, കൂടിപ്പോയാൽ ഒരു ചക്കയലുവ ഉണ്ടാക്കും. എന്നാൽ ചക്കയ്ക്ക് അങ്ങനെയല്ല പ്രയോജനങ്ങളുള്ളത്. ചക്ക കൊത്തി അരിഞ്ഞ് തോരനായിട്ട് കഴിക്കാം ഈ 1.5 മാസം പരുവമുള്ളപ്പോൾ. അതുപോലെ തന്നെ അതിനെ കഷ്ണങ്ങളാക്കിയിട്ട് കൊച്ചു ആവിയിൽ ആവി കയറ്റി എടുത്തിട്ട് നമുക്ക് ഇറച്ചി വെക്കുന്ന പോലെ വെച്ചാൽ വളരെ അത് ഈ ബംഗാളിലുള്ള ഒരു ചൊല്ലുണ്ടെന്ന് പറയും, മരത്തിലെ ആട്ടിറച്ചിയാണ് ചക്കയെന്ന് അവര് പറയുന്നതെന്ന് ഒരു ക്ലാസ്സിൽ ഞാൻ ഇങ്ങനെ കേട്ടതാ. അപ്പൊ അത്രയേറെ ഗുണവും പ്രയോജനവുമുള്ള ഒരു വസ്തുവിനെയാണ് നമ്മൾ ഈ 3 മാസം കഴിയുമ്പോൾ വഴിയിൽ വീണ് അതിന്റെ മുകളിൽ ചവിട്ടി തെന്നി വീണ് അതിനെ ചീത്ത പറഞ്ഞ് അല്ലെ അത് നട്ട വീട്ടുകാരെയും ചീത്ത പറഞ്ഞു പോകുന്നത്. പക്ഷെ അതോടൊപ്പം തന്നെ ഒരു കുറച്ചുകൂടെ കഴിയുമ്പോൾ നമുക്ക് അതിനെ ഉണങ്ങി വെക്കാം. ഒരു 1.5-2 മാസമുള്ള 2.5 മാസം വരെയുള്ള ചക്ക, ചെറിയ ചക്ക നമുക്ക് അരിഞ്ഞുണങ്ങി വെച്ചാലും ഇതേപോലെ തന്നെ ഒന്ന് വെള്ളത്തിൽ കുതിർത്തിട്ട് നമുക്ക് പല വിഭവങ്ങളാക്കി മാറ്റാൻ പറ്റും. പൊടിച്ചെടുക്കാം, പൊടിയായിട്ട് ഉപയോഗിക്കാം. അതുപോലെ തന്നെ ഇറച്ചി ഉപയോഗിക്കുന്ന പോലെ ഇറച്ചി എങ്ങനെയാണോ പ്രിപ്പയർ ചെയ്യുന്നത് അതുപോലെ പ്രിപ്പയർ ചെയ്തൊക്കെ ഉപയോഗിക്കാൻ പറ്റും. പിന്നെ അതുപോലെ ഇനി പഴുത്തു പോയാൽ തന്നെ ഒരു വിളവായി കഴിഞ്ഞിട്ടൊരു 3 മാസം കഴിയുമ്പോഴത്തേന് ചെയ്യേണ്ട കാര്യം എന്ന് പറയുന്നത് ഇതിനെ അരിഞ്ഞ് ഉണങ്ങി സൂക്ഷിച്ച് വെക്കാനായിട്ട് സാധിക്കും. അങ്ങനെ സൂക്ഷിച്ചു വെച്ചാല് അടുത്തൊരു വർഷം വരെ നമുക്ക് വല്ലപ്പോഴും ആവശ്യമുള്ള സമയങ്ങളിൽ ഇതെടുത്ത് ഈ ചക്കച്ചോള എടുത്ത് വെള്ളത്തിലിട്ട് ഒന്ന് കുതിർത്തിട്ട് ഒരു അരമണിക്കൂർ ഒന്ന് കുതിർത്താല് ചക്ക ഏത് സമയത്തും വേവിച്ച് കഴിക്കാൻ നുള്ള രീതിയിൽ നമ്മുടെ വീട്ടിലുണ്ടാവും. അതേപോലെ തന്നെ പഴുത്തു കഴിഞ്ഞ പഴമായിട്ട് കുഴച്ചക്ക, നല്ല കുഴച്ചക്കയുണ്ട്, പഴമായിട്ട് കഴിക്കാം. അതിലുപരിയായിട്ട് സ്ക്വാഷും ജാമും ഉണ്ടാക്കാന് കൂഴച്ചക്കയാണ് ഏറ്റവും നല്ലതായിട്ട്. ജാമിന് വരിക്കച്ചക്ക എന്ന് പറയും, എന്നാൽ പോലും റെഡി ടു ഡ്രിങ്ക് സെർവായിട്ട് ഉപയോഗിക്കാം. അതുപോലെ തന്നെ സ്ക്വാഷ് ഉണ്ടാക്കുന്നതിനൊക്കെ കൂഴച്ചക്കയുടെ പഴം മതി. എന്നാൽ ഇതിനെ ശരിയായ രീതിയിൽ ഉണ്ടാക്കി എടുക്കാനായിട്ട് ഇതിന്റെ പ്രൊഡക്ഷൻ എങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന് ഒന്ന് പഠിച്ചാൽ മതി. വെറുതെ ഒരു യൂട്യൂബിൽ കയറി നോക്കിയാൽ തന്നെ നമുക്കൊരു വീട്ടമ്മയ്ക്ക് ചെയ്യാവുന്ന കാര്യങ്ങളാണ് അതൊക്കെ. ഒന്ന് ചുമ്മാ ഇരിക്കുന്ന സമയം ഈ ചക്ക, നമ്മുടെ വീട്ടിലുള്ള ചക്ക നഷ്ടപ്പെട്ടു പോകാതിരിക്കാൻ ഒരു യൂട്യൂബിൽ നോക്കിയാൽ അതിനെ കുറിച്ച് അറിയാം. ആ ചക്ക ഒന്ന് വേവിച്ച് അതിനെ ഒന്ന് മിക്സിയിൽ അടിക്കുക. മിക്സിയിൽ അടിച്ചതിന് ശേഷം 1 കിലോ ചക്കയാണെന്നുണ്ടെങ്കിൽ ഒരു 1 കിലോ തന്നെ പഞ്ചസാരയുടെ ചേർത്ത് ഇതിനെ നല്ലപോലെ തിളപ്പിച്ച് സിട്രിക് ആസിഡ് ചേർക്കേണ്ടതുണ്ട്. സിട്രിക് ആസിഡും കൂടെ ചേർത്ത് അതിനെ സ്ക്വാഷ് ആക്കാം. നമുക്ക് ഒരു വർഷം മുഴുവൻ, നമ്മുടെ വീട്ടിൽ ഒരു 2 ചക്ക ഉണ്ടെങ്കിൽ നമുക്ക് ഒരു വർഷം മുഴുവൻ നമുക്ക് വേറെ ഒരു ഡ്രിങ്ക്സും അല്ലെ ജ്യൂസും നമുക്ക് പുറത്തുനിന്ന് വാങ്ങിക്കേണ്ട ആവശ്യമില്ല. അതിനകത്ത് വേണമെങ്കിൽ നാരങ്ങ പിഴിഞ്ഞൊഴിച്ച് ജ്യൂസ് ആക്കാം. ജ്യൂസിന്റെ ഫ്ലേവറുകൾ മാറ്റി മാറ്റി ഉപയോഗിക്കാൻ ഇഷ്ടപ്പെടുന്നവർക്ക് നാരങ്ങ വേണമെങ്കിൽ ഉപയോഗിക്കാം, അതുപോലെ ഇഞ്ചി ഉപയോഗിക്കാം. അങ്ങനെ ഫ്ലേവറുകൾ മാറ്റി, അല്ലെങ്കിൽ തണ്ണിമത്തൻ കിട്ടുന്ന സമയമാണെങ്കിൽ ഈ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന സ്ക്വാഷും അതുപോലെ തണ്ണിമത്തനും കൂടെ മിക്സ് ചെയ്ത് വേറൊരു ഫ്ലേവർ ചെയ്യാം. ഓറഞ്ച് കൂടുതൽ ലഭിക്കുന്ന സമയമാണെങ്കിൽ ഓറഞ്ച് ഉപയോഗിക്കാം. ഇതൊക്കെ നമുക്ക് പരീക്ഷിക്കാവുന്ന കാര്യങ്ങളാണ്, നഷ്ടപ്പെടുത്താതെ ഇരിക്കാൻ. അതുപോലെ ആ ഒരു കാര്യം കഴിഞ്ഞ് ഇനി അടുത്ത ചോദ്യം എന്ന് പറയുന്നത് നമ്മൾ ദിവസം ഉപയോഗിക്കുന്ന ചക്കയുടെ അളവ്, അതുപോലെ ഞങ്ങളുടെ വിറ്റുവരവ്. ഒരു ലാഭം എന്നുള്ളതല്ല ഒരിക്കലും 5 ലക്ഷം എന്ന് പറയുന്നത്, ഒരു വിറ്റുവരവ്. അതായത് ഞങ്ങൾക്ക് ലാഭത്തിലേക്ക് കടക്കാനുള്ള ഒരു സമയമായിട്ടില്ല. കാരണം ഒരു ആദ്യ സ്റ്റേജിലെ ഇൻവെസ്റ്റ്മെന്റിന്റെ സമയമാണ്. ആ ഇൻവെസ്റ്റ്മെന്റ്, അതോടൊപ്പം തന്നെ കാര്യങ്ങൾ മുൻപോട്ട് പോകാൻ നല്ല ഒരു ക്വാളിറ്റി ഫുഡ് പുറത്തേക്ക് കൊടുക്കുന്നു, അതിനുള്ള മണി മാനേജ്മെന്റുകൾ നടന്നുകൊണ്ടിരിക്കുന്നു. ആ ഒരു സ്റ്റേജിലേ ഞങ്ങൾ ആയിട്ടുള്ളൂ. അതുകൊണ്ട് ഒരു പ്രോഫിറ്റബിൾ എന്നുള്ള രീതിയിൽ അതിനെ കാൽക്കുലേറ്റ് ചെയ്യാറായിട്ടില്ല. എന്നാൽ ഒരു ദിവസം 350-400 കിലോ വരെ ചക്ക എടുക്കുന്ന ദിവസങ്ങളുണ്ട്. കാരണം വരിക്ക ചക്ക അടത്തിപ്പറക്കി എടുക്കുക മാത്രമാണ് ചെയ്യുന്നതെങ്കിൽ ഞങ്ങൾക്ക് ഒരു 400-450 കിലോ വരെ ഈ 15-16 പേര് ഇരുന്നാൽ ചെയ്യാൻ പറ്റുന്ന കാര്യമാണ്. കണ്ടിന്യൂസ് അത് മാത്രമാണ് ചെയ്യുന്നതെങ്കിൽ. എന്നാൽ ചക്ക ഉപ്പേരിയോ അല്ലെങ്കിൽ മറ്റു കാര്യങ്ങളോ ചെയ്യുന്ന സമയങ്ങളിൽ ഇതിന് സാധിക്കാറുമില്ല. എങ്ങനെ പോയാലും ഒരു 2.5-3
ടൺ ഒരു മാസം 3 ഒരു 4 ടണ്ണിൽ മേലെ ചക്ക ഒരു മാസം ഞങ്ങൾ ഇപ്പോൾ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അതിനെ ചക്കപ്പൊടിയാക്കുന്നുണ്ട്. പിന്നെ അതുപോലെ ചക്കപ്പഴം ഉണങ്ങി ഡ്രൈ ഫ്രൂട്ട് ആയിട്ട് എടുക്കുന്നുണ്ട്. അതുപോലെ ചക്ക ഉണക്കി എടുക്കുന്നുണ്ട്. പിന്നെ ചക്കക്കുരുവിന്റെ പൊടിയാക്കുന്നുണ്ട്. ഇങ്ങനെയുള്ള പല വകഭേദങ്ങളിലായിട്ടാണ് ചെയ്യുന്നത്. ഈ പിന്നതുപോലെ ഒരു വേറെ ഒരു കാര്യം ഹൈജീനിക്കിന്റെ പാർട്ട്. വെരി സോറി, അതിനകത്ത് ഞാൻ ആ ഒരു കമന്റ് കണ്ടില്ല കേട്ടോ. സാർ ഇപ്പൊ പറഞ്ഞപ്പോഴാണ് ഞാൻ അതിനെ കുറിച്ച് കൂടുതൽ ഇതായത്. എന്നാല് വളരെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഗ്ലൗസ് ഇട്ടും മാസ്ക് ഉപയോഗിക്കാൻ സാധിക്കുന്നില്ല. കാരണം ഞങ്ങൾക്ക് AC ഒരു അന്തരീക്ഷത്തിൽ ഇരുന്നുകൊണ്ടല്ല നമ്മൾ ചെയ്യുന്നത്. അതുകൊണ്ട് ഭയങ്കരമായിട്ട് വിയർക്കും. അപ്പൊ ഈ മാസ്ക് കൂടെ കിട്ടിയാൽ പിന്നെ നമ്മുടെ കാലാവസ്ഥയ്ക്ക് അറിയാമല്ലോ, ഒരു രീതിയിലും അതിനെ ഞാൻ അതുകൊണ്ടാണ് പറഞ്ഞത്, പുതിയൊരു ഒരു AC റൂം ഉണ്ടാക്കുക എന്നുള്ളതാണ് ഇനിയും ചെയ്യാൻ പറ്റുന്നത്. എന്നാലേ അവർക്കൊരു നല്ലൊരു ഹൈജീനിക് എന്ന് നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്ന, അല്ലെ ഒരു സ്റ്റാൻഡേർഡ് ഹൈജീനിക് കണ്ടീഷനിലേക്ക് ഇതിനെ കൊണ്ടുവരാൻ സാധിക്കത്തുള്ളൂ. അല്ലെന്ന് അന്ന് ഫോട്ടോ എടുത്തപ്പോ ഒരു പിക്ചറൈസ് ചെയ്യാൻ വേണ്ടി മാത്രം അവിടെ നിന്നതാണ്. അതൊരു ന്യായീകരണം അല്ല, അല്ലെ ഒരു പറയാൻ വേണ്ടിയുള്ള ഒരു കാര്യം അല്ല എന്ന് എനിക്കറിയാം. എന്നാൽ പോലും തീർച്ചയായിട്ടും ആ കാര്യങ്ങളിൽ വളരെ ശ്രദ്ധിച്ച് തന്നെയാണ് ചെയ്യുന്നത്. എന്തെങ്കിലും ഒരു മിസ്റ്റേക്ക് വന്നാൽ, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു പാകപ്പിഴയെന്ന് കണ്ടാൽ അതിനെ ഞങ്ങൾ വളരെ കൃത്യമായിട്ട് നല്ല രീതിയിൽ തന്നെ മാനേജ് ചെയ്ത് ഹൈജീനിക് ആയുള്ള രീതിയിൽ തന്നെ കാര്യങ്ങൾ മുൻപോട്ട് പോകാനായിട്ട് ഉള്ള ക്രമീകരണങ്ങൾ തന്നെയാണ് ഇതുവരെയും ചെയ്തുകൊണ്ടിരിക്കുന്നത്. പിന്നെ ഇപ്പോൾ ഉള്ള ആദ്യത്തെ ഒരു ക്രമീകരണങ്ങൾ എന്നുള്ള നിലയിൽ, കാരണം ഞാൻ പറഞ്ഞല്ലോ, ഒരു പ്ലാനിങ് ഇല്ലാതെ ബിസിനസ്സിലേക്ക് വരുമ്പോൾ ഉണ്ടാകുന്ന ബുദ്ധിമുട്ടുകളിൽ ഒന്നാണ് സാർ ഈ സൂചിപ്പിച്ച ഈ കാര്യം. അതിന്റെ മേൽ കൃത്യമായ നടപടികൾ ചെയ്യുന്നതായിരിക്കും ഭാവിയിൽ. താങ്ക് യു. താങ്ക് യു. അടുത്തതായിട്ട് ശ്രീ അലക്സ് ഡൽഹിയിൽ നിന്നാണ് ഇപ്പോൾ ചോദിക്കാവുന്നതാണ്. ശ്രീ അലക്സ്. ഹലോ സിനിയെ ഞാൻ പരിചയപ്പെടുന്ന പറഞ്ഞാൽ ഫേസ്ബുക്കിലൂടെയാണ് കണ്ടിട്ടുള്ളത്. പല വീഡിയോകളും ഞാൻ കണ്ടിട്ടുണ്ട്. എനിക്ക് വിൽസൺ സാറ് എൻ്റെ ക്വസ്റ്റ്യൻ തന്നെ ആദ്യം ചോദിച്ചു. നമ്മുടെ പറമ്പിൽ തന്നെ ഇപ്പൊ 2 പ്ലാവുണ്ട്. ഒന്ന് വരിക്കപ്ലാവും ഒന്ന് കൂഴപ്ലാവും. ആ കൂഴച്ചക്കയുള്ള പ്ലാവിനെ ഒരു ശാപമായിട്ടാണ് കാണുന്നത്. കാരണം അത് സാധാരണ അത് വീണിട്ട് പശു തിന്നുകയോ പട്ടി കടിച്ചു പറിക്കുകയോ അങ്ങനെയൊക്കെയുള്ളതാണ്. നിങ്ങൾ വരിക്കപ്ലാവാണ് കൂടുതൽ നമ്മൾ ഉപയോഗിക്കുന്നത്. അത് നിങ്ങൾ ഇപ്പോഴ് അലുവ ഉണ്ടാക്കുന്ന വരിക്കപ്ലാവിന്റെ ആണോ കൂഴയുടെ ആണോ? അത് ഒന്ന് ചോദിക്കുവാണ്. അതുപോലെ ഡൽഹി ഞങ്ങള് ഇപ്പൊ ഒരു വെജിറ്റബിൾ കടയിൽ പോയാലും ചക്ക കിട്ടും. ചക്കയുടെ മുകളിലത്തെ ആ മുള്ളു മാത്രം ചെത്തിയിട്ട് ബാക്കി എല്ലാം ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് ഞങ്ങൾ കറി വെക്കാറുണ്ട്. അത് കോഴിയിറച്ചി പോലെ നമുക്ക് വെക്കുന്ന സ്വാദിഷ്ടമായ ഒരു ഭക്ഷണമാണ് നോർത്ത് ഇന്ത്യയിൽ ഉപയോഗിക്കുന്നത്. നമ്മൾ സൗത്തിൽ നമ്മൾ ചീമച്ചക്ക മാത്രമേ ഇങ്ങനെ കറി വെക്കാറുള്ളൂ. പിന്നെ ഡൽഹിയിൽ എനിക്കിപ്പോ ഒരു 2 കിലോയോ 5 കിലോയോ ചക്ക അലുവ വേണമെങ്കിൽ ഞാൻ എങ്ങനെ കോണ്ടാക്ട് ചെയ്യണം? അതിനുള്ള നമ്പർ എനിക്ക് തരണം. നിങ്ങളുടെ മാർക്കറ്റിങ്ങിന്റെ നമ്പർ തന്നാൽ ഞങ്ങൾക്ക് ഡൽഹിയിലും ഇത് സപ്ലൈ ഞങ്ങൾക്ക് കിട്ടത്തക്ക രീതിയിൽ പ്രയോജനപ്പെടും. ഇതാണ് എനിക്ക് പറയാനുള്ളത്. താങ്ക് യു വെരി മച്ച്. അലക്സ് സാറേ, താങ്ക് യു. ഞാൻ അതുകൊണ്ടാണ് സൂചിപ്പിച്ചത്, ഇത് ഞങ്ങൾ ഉപയോഗിക്കുന്ന വരിക്കച്ചക്ക മാത്രമാണ് ഹൽവയ്ക്ക് വേണ്ടി ഉപയോഗിക്കുന്നത്. കാരണം ഞങ്ങൾക്ക് കൂഴ കൊണ്ട് ചെയ്തിട്ട് ഞങ്ങൾക്ക് അറിയത്തില്ലാത്തതുകൊണ്ടായിരിക്കുമേ. അത് അത്രയും നമ്മൾ ഈ വരിക്കച്ചക്ക ചെയ്യുന്നതിന്റെ അത്രയും ഒരു ക്വാളിറ്റിയും അല്ലെ ഒരു ടേസ്റ്റും ഒക്കെ കിട്ടാത്തത് കൊണ്ട് വരിക്കച്ചക്ക മാത്രമാണ് ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത്. പലരും പറഞ്ഞു കേട്ടിട്ടുണ്ട്, ഞങ്ങൾ കൂഴച്ചക്ക ചെയ്യും, നല്ല ടേസ്റ്റ് ആണെന്ന് പറഞ്ഞു കേട്ടിട്ടുണ്ട്. ഞങ്ങളും ചെയ്ത് നോക്കിയിട്ടുണ്ട്. പക്ഷെ നമുക്കൊരു സാറ്റിസ്ഫാക്ഷൻ ഇല്ലാത്തത് കൊണ്ട് അത് ചെയ്തില്ലെന്നേ ഉള്ളേ. രണ്ടാമതായിട്ട് വീടുകളിൽ ഈ പറഞ്ഞ പോലെ നഷ്ടപ്പെടുത്താതിരിക്കാനാണ് സാർ പറഞ്ഞില്ലേ, പുറത്തെല്ലാം ഇത് കൊച്ചിലെ മുതൽ എങ്ങനെ നല്ല രീതിയിൽ ഉപയോഗിക്കണം എന്നറിയാം. അതിനെ മുറിച്ച് കോഴിയിറച്ചി വെക്കുന്ന പോലെ അല്ലെങ്കിൽ ബീഫ് ഉണ്ടാക്കുന്ന പോലെയൊക്കെ അവര് ചെയ്ത് അതിനെ നല്ല രീതിയിൽ ഉപയോഗിക്കുന്നുണ്ട്. പിന്നെ ഒരു പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത്, കേരളത്തിനകത്തും ഇന്ത്യക്കകത്തും ലോകത്തുള്ള എല്ലാ രാജ്യങ്ങളിലേക്കും, അതായത് ഇതുവരെ അയച്ചിട്ടുള്ളത് UK, USA, കാനഡ, ഇത്രയും രാജ്യങ്ങളിൽ സൗദി, ദുബായ്, ഇത്രയും രാജ്യങ്ങളിൽ ഞങ്ങൾ
ഗരുഡവേഗ ത്രൂ അയച്ചു കൊടുത്തു സാധനങ്ങൾ. നാട്ടില് എല്ലാം DTDCയോ അല്ലെങ്കിൽ പോസ്റ്റ് ഓഫീസിന്റെ കൊറിയർ വഴിയോ അയച്ചു കൊടുക്കാറുണ്ട്. അതുകൊണ്ട് എന്റെ വാട്സപ്പ് നമ്പർ ഉണ്ട്, ഞങ്ങളുടെ ബിസിനസിന്റെ വാട്സപ്പ് നമ്പർ ഉണ്ട്. അതിലേക്ക് കോണ്ടാക്ട് ചെയ്താൽ എല്ലാ സ്ഥലത്തേക്കും അയച്ചു കൊടുക്കും. പിന്നെ കൊറിയർ ചാർജ് പ്ലസ് ആയിരിക്കും, അഡീഷണൽ ആയിരിക്കും. അത് പിന്നെ ഏറ്റവും ഒരു പ്രധാനപ്പെട്ട ഒരു കാര്യം, ഇന്ന് ഇവിടെ കൂടിയിരിക്കുന്ന എല്ലാവരും എന്റെ നമ്പറിൽ ഒന്ന് വാട്സപ്പ് ചെയ്താൽ ഒരു 1/4 കിലോ ഹൽവ നിങ്ങൾക്ക് ഞാൻ അയച്ചു തരും. പക്ഷെ ഒരു കാര്യമുണ്ട്, ഒരു 150 രൂപ പേ ചെയ്യണം. കാരണം ഒരു 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 മാർക്കറ്റിങ്ങിന്റെ ഭാഗമായിട്ട് തന്നെ എന്നെ കൂട്ടിയാൽ മതി. താങ്ക് യു സാർ. അടുത്തായിട്ട് ശ്രീ VI ജേക്കബ് സാറാണ്. VI ജേക്കബ് സാറിന് ഇപ്പൊ സംസാരിക്കും. സിനി മാഡത്തിന്റെ പ്രഭാഷണം വളരെ മോട്ടിവേറ്റിംഗ് ആയിട്ടുള്ള ഒന്നായിരുന്നു. പലപ്പോഴും എൻ്റെ മനസ്സിൽ തോന്നിയിട്ടുള്ള ഒരു കാര്യമാണ്, നമ്മുടെ നാട്ടിലൊക്കെ എന്തുമാത്രം ചക്ക, മാങ്ങ, അതുപോലെ കരിക്ക്, ഇതൊക്കെ ചക്കയൊക്കെ ഒരുപാട് ഇങ്ങനെ വേസ്റ്റ് ആയി പോവുകയാണ്. അതെന്ത് ചെയ്യണമെന്ന് അറിയാൻ വയ്യാതെ. അപ്പൊ ഇതുപോലുള്ള സംരംഭങ്ങൾ നമ്മുടെ നാട്ടിൽ, ഇതുപോലെ നമ്മുടെ നാട് പോലെ ഇത്രയും റിസോഴ്സസ്, ഇത്രയും റിച്ച് ആയിട്ടുള്ള സ്ഥലങ്ങളില്ല. അപ്പൊ വേറൊരു നാട്ടിലായിരുന്നെങ്കിൽ ഇതൊക്കെ അവർ യൂട്ടിലൈസ് ചെയ്യുമായിരുന്നു. അപ്പൊ ഇതുപോലുള്ള സംരംഭങ്ങൾ നമ്മുടെ നാട്ടിൽ ഓരോ പ്രദേശങ്ങളിലും ലോക്കലായിട്ട് ഇങ്ങനെ പലതുണ്ടാകുകയാണെങ്കിൽ ഒരുപാട് പേർക്ക് തൊഴിൽ, അത് ഡയറക്റ്റ് മാത്രമല്ല ഇൻഡയറക്റ്റ് ആയിട്ട് ഒരുപാട് പേർക്ക് തൊഴിൽ സാധ്യതകൾ ഉണ്ടാക്കാവുന്ന ഇതുപോലുള്ള സംരംഭങ്ങൾ ഇവിടെ ഉണ്ടാകേണ്ടത് വളരെ ആവശ്യമാണ്. അപ്പൊ ഇങ്ങനെ ഇതിപ്പോ ഇതിനകത്ത് എനിക്ക് ചോദിക്കാനുള്ളത്, ഇതിന്റെ വേസ്റ്റ് ഡിസ്പോസൽ പല ഒക്കെ ഉണ്ടല്ലോ, പിന്നെ അതുപോലെ ചക്കക്കുരു ഒരുപാട് കൂടുതലായിട്ട് വരും, അതെല്ലാം പ്രോസസ് ചെയ്യുന്നുണ്ടോ? അതുപോലെ ഇത് ബയോ ഗ്യാസ് ഒക്കെ ഇതിന്റെ ഒരു ബൈ പ്രോഡക്റ്റ് ആയിട്ട് ഉൽപ്പാദിപ്പിക്കാനുള്ള ഒരു സാധ്യത അതൊക്കെ ഉപയോഗിക്കുന്നുണ്ടോ? അതുപോലെ തന്നെ എന്തെങ്കിലും തൊഴിൽ ഈ രാഷ്ട്രീയക്കാരുടെ കൈകടത്തിൽ ഉണ്ടായിട്ട് ഉള്ള തൊഴിൽ പ്രശ്നം ഉണ്ടാക്കാനായിട്ടുള്ള ശ്രമങ്ങളൊക്കെ ഉണ്ടാകുന്നുണ്ടോ? ഇങ്ങനെയൊക്കെ 2-3 ചോദ്യങ്ങളാണ് എനിക്ക് ചോദിക്കാനുള്ളത്. ഇതാണ്, വേറെ ഒന്നും ഇല്ല. സാറേ, വേസ്റ്റ് ഡിസ്പോസലിനെ കുറിച്ച് പറയാം. താങ്ക് യു. ഞങ്ങൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ഇതിലാണ്, എന്ന് വെച്ചാൽ ഇപ്പോഴ് ആദ്യമായിട്ട് തുടങ്ങി അതിനെ ഇങ്ങനെ ഓരോ കാര്യങ്ങളും മനസ്സിലാക്കി ചെയ്തുകൊണ്ടിരിക്കുന്നത്. വേസ്റ്റ് ഡിസ്പോസൽ ഞാൻ പറഞ്ഞല്ലോ, ആകെ ചെയ്യുന്നത് കമ്പോസ്റ്റിംഗ് എന്നുള്ളതാണ്, അതിൽ പോകും. പിന്നെ ഉള്ളത് ചക്കക്കുരുവായിട്ട് വാങ്ങിച്ചുകൊണ്ട് പോകുന്നുണ്ട്. പിന്നെ അതുപോലെ ചക്കക്കുരു കൊണ്ട് കാപ്പിപ്പൊടി ഉണ്ട്, അതുപോലെ മാവുണ്ട ഉണ്ടാക്കിയിട്ടുണ്ട്, അങ്ങനെയൊക്കെ കുറെ സാധനങ്ങൾ, ബർഫി ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പൊ ഇതൊക്കെ കുറേശ്ശെ ആയിട്ട് ഉപയോഗിക്കുമെങ്കിലും ബൾക്കായിട്ട് ചക്കക്കുരു എടുത്തുകൊണ്ട് പോകുന്നതാണ് ഞങ്ങൾക്ക് ഏറ്റവും പ്രയോജനമുള്ള ഒരു കാര്യം എന്ന് പറയുന്നത്. ഞാൻ പറഞ്ഞല്ലോ, നമ്മുടെ സ്ഥലത്തിന്റെയൊക്കെ പരിമിതികൾ കൊണ്ട് ഇതിനെ വേറെ ഇടത്ത് കൊണ്ടുപോയി അവരതിനെ വിൽക്കുകയോ അല്ലെങ്കിൽ പുറത്തേക്ക് കൊണ്ടുപോകുക, അങ്ങനെയൊക്കെ കുറെ കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് ബൾക്കായിട്ട് കൂടുതലും കൊടുത്തു വിടുകയാണ് ചെയ്യുന്നത്. പിന്നെ രണ്ടാമത് പറഞ്ഞേ മറ്റ് പ്രശ്നങ്ങളായിട്ട് വരുന്നതെന്ന് പറയാൻ, ഇതുവരെ സത്യം പറഞ്ഞാൽ അങ്ങനെ ഒരു പ്രശ്നമെന്നുള്ള രീതിയിൽ അഭിമുഖീകരിക്കേണ്ടതായിട്ട് വന്നിട്ടില്ല. ഒരു നല്ല സപ്പോർട്ടോടുകൂടെ, ഞാൻ പറഞ്ഞല്ലോ, വ്യവസായ വകുപ്പ്, അതുപോലെ കൃഷി വകുപ്പ്, ഇവരുടെയൊക്കെ നല്ല സപ്പോർട്ടാണ് കിട്ടിയിരിക്കുന്നത്. പിന്നെ ഒരു കാര്യം ചെയ്യുമ്പോൾ അതിന് ചില നിയമ നടപടികൾ കാണും. ഇതിനെ ചെയ്യാതെ പോകുമ്പോഴാണ് നമുക്ക് പിന്നെ പല മറ്റ് രീതികൾ അവലംബിക്കുന്നത്, അല്ലെങ്കിൽ കൈക്കൂലി കൊടുക്കേണ്ട വരുന്നതും എന്നൊക്കെയാ. ഞാൻ പറഞ്ഞല്ലോ, വളരെ ഒരു ഫസ്റ്റ് സ്റ്റെപ്പിൽ നിൽക്കുന്ന ഒരാളെന്നുള്ള രീതിയിലാണ് ഞാൻ ഈ പറയുന്നത്. അപ്പോ എന്റെ എക്സ്പീരിയൻസ് കുറവോ അല്ലെങ്കിൽ എന്റെ അനുഭവങ്ങളോ ഒക്കെ ഇങ്ങനെയാണ് എന്നെ മനസ്സിലാക്കി തന്നിരിക്കുന്നത്. നമ്മൾ ആദ്യം തന്നെ FSA ലൈസൻസ് എടുത്തു. അതുപോലെ അതിന് സപ്പോർട്ട് തീർച്ചയായിട്ടും വ്യവസായ വകുപ്പിന്റെ നല്ല സപ്പോർട്ട്, മെൽബിൻ സാറിനെ കുറിച്ച് എനിക്ക് പറയാതിരിക്കാൻ ഒരിക്കലും പറ്റത്തില്ല. ഞാൻ വീണ്ടും എടുത്തു പറയുന്ന ഒരു പേരാണത്. ഇന്നലെ പാക്കിംഗ് ലൈസൻസിന്റെ കാര്യങ്ങൾക്ക് വേണ്ടി സാർ അന്നേരമേ ഞാൻ ഓർക്കും എത്രയോ പേരുടെ കാര്യങ്ങളാണ് മാനേജ് ചെയ്യുന്നത്. പക്ഷെ കൃത്യമായിട്ട് ഞങ്ങൾക്ക് അത് ഫോളോ അപ്പ് ചെയ്ത് അതിന്റെ തരേണ്ട രേഖകൾ തന്ന് ബാക്കി കാര്യങ്ങൾ ചെയ്യാൻ ഒരുക്കത്തോടു കൂടെ ഇരിക്കുന്നവരെയാണ് കണ്ടത്. പിന്നെ എല്ലായിടത്തും കാണുമായിരിക്കാം, പക്ഷെ ഇതുവരെ ഞങ്ങൾക്കുണ്ടായ പിന്നെ ഒരു പ്രശ്നം എന്ന് പറയുന്നത്, നമ്മൾ ഓരോ കാര്യങ്ങൾക്കും വേണ്ടി ചെല്ലുമ്പോൾ ഒരു പർട്ടിക്കുലർ സ്ട്രക്ചർ അല്ലെങ്കിൽ ഉണ്ടെങ്കിലേ ഒരു കാര്യത്തിന്, ഇപ്പൊ പുതിയൊരു കെട്ടിടം ആയിട്ട് ഉണ്ട്, ഇതിനോട് ചേർന്നൊരു പഴയ കെട്ടിടമുണ്ട്, അതിന്റെ നീളവും വീതിയും ഞങ്ങൾക്ക് ഒരു കൊമേഴ്സ്യൽ ഇതാക്കാനായിട്ട്
നമ്മൾ അപേക്ഷ കൊടുത്തപ്പോൾ അതിന് സാധിക്കത്തില്ല. അപ്പോ ഇനി നമ്മൾ എന്തോ ചെയ്യണ്ടേ? അതിനെ ആ ഒരു സ്ട്രക്ചർ മാറ്റി റീസ്ട്രക്ചർ ചെയ്യുക എന്നുള്ളതാണ് ചെയ്യേണ്ടത്. അതിന് പകരം നമ്മൾ എപ്പോഴും ഈസിയസ്റ്റ് വേ എന്താ? ആർക്കെങ്കിലും കൈമടക്ക് കൊടുക്കാനായിട്ട് യൂഷ്വലി നടന്നു വരുന്ന ഒരു ചില കാര്യത്തെക്കുറിച്ച് ഞാൻ ഒന്ന് പ്രതിപാദിക്കുന്നതേ ഉള്ളേ, ചെയ്യാനായിട്ട് ശ്രമിക്കാം. അപ്പോ അങ്ങനെ ശ്രമിച്ചാൽ എന്താ, പിന്നെ ഇവർക്കെല്ലാം ഓരോ രീതിയിൽ പിന്നെ ഫേവറുകൾ ചെയ്യേണ്ടതായിട്ട് വരും. പക്ഷെ ഞങ്ങൾ അങ്ങനല്ല ചെയ്തത്. ഓക്കെ, അവിടെ നിൽക്കട്ടെ, പൈസ ആവുമ്പോൾ അതിന്റെ കാര്യങ്ങൾ ചെയ്ത് അതിനെ വേണ്ട രീതിയിൽ തന്നെ ചെയ്ത് നമ്മൾ സബ്മിറ്റ് ചെയ്യാം. അങ്ങനെ രീതിയിൽ ചിന്തിച്ചാണ് ഓരോ കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇതുവരെ. പിന്നെ അതുപോലെ പാക്കിംഗ് ലൈസൻസ് എടുത്തു. ഓരോ ലൈസൻസുകൾ ഉള്ളതുകൊണ്ട് നമുക്ക് അതുപോലെ തന്നെ ആദ്യ ഒരു 12 ലക്ഷത്തിൽ കൂടുതൽ വിറ്റുവരവ് നടക്കുന്നുണ്ടെങ്കിൽ ഇത് GST എടുക്കണം എന്നുള്ളത് നിർബന്ധം. അപ്പോ അതിനുള്ള കാര്യങ്ങൾ അന്നേരം തന്നെ ചെയ്തപ്പോ പിന്നെ നമുക്കിനി അതിനെ പേടിക്കണ്ടല്ലോ. നമ്മൾ കണക്ക് കൊടുക്കുക, കൃത്യമായ രേഖകൾ ഉണ്ടായിരിക്കുക, ഈ കാര്യങ്ങൾ മുമ്പോട്ട് ചെയ്തു പോകുന്നുണ്ടെങ്കിൽ പിന്നെ ഞാൻ പറഞ്ഞല്ലോ, തീർച്ചയായിട്ടും ഇതിനകത്ത് മത്സരം വരും. അതിനെ ഞങ്ങൾ ഫേസ് ചെയ്യുന്നുണ്ട്. കണ്ടോ, അവര് അത്രയത്തിന് ചെയ്യുന്നു, കണ്ടോ അവൾ അത്രയും ഫേമസ് ആകുന്നു. കാരണം ഞങ്ങൾക്ക് വീഡിയോ എടുത്തുന്ന ഒരു രഞ്ജിത്തേടനുണ്ട്. ആ രഞ്ജിത്തേടൻ ഭയങ്കര നിർബന്ധിച്ചത് കൊണ്ടാണ് ഞാൻ അന്ന് ആ വീഡിയോയ്ക്ക് സമ്മതിച്ചത്. കാരണം നമ്മളിവിടെ ഒരു കൊച്ചുരുളിക്കകത്ത് ചെയ്തുകൊണ്ടിരിക്കുന്ന സാധനം എന്തിനാ വീഡിയോയിൽ എടുക്കുന്നത് എന്നായിരുന്നു എന്റെ മനസ്സിലുണ്ടായിരുന്നത്. പക്ഷെ അന്നേരം അദ്ദേഹം ഒരു 2-3 ആഴ്ച എന്നെ പുറകെ നടന്ന് നിർബന്ധിക്കുക, സിനി ഒന്ന് വീഡിയോ ഞങ്ങൾ എടുത്തോട്ടെ. അങ്ങനെ നിർബന്ധിച്ചതുകൊണ്ട് 6.4 മില്യൺ വ്യൂസ് ആണ് ആ വീഡിയോയ്ക്ക് കിട്ടിയത്. അദ്ദേഹത്തിനും പ്രയോജനപ്പെട്ടു, ഞങ്ങളുടെ ബിസിനസ് വളരുന്നതിന് അതൊരു കാരണവുമായി. അപ്പോ സ്വതവേ ഉണ്ടാകുന്ന കുറെ മത്സരങ്ങളുണ്ട്. അതിനെ എങ്ങനെയാണ് ടാക്കിൾ ചെയ്യേണ്ടതെന്ന് നമ്മൾ പഠിക്കേണ്ടതായിട്ടുണ്ട് ഒരു ബിസിനസ്സിലേക്ക് ഇറങ്ങുമ്പോൾ. ഒന്നുമില്ലെങ്കിലും അറിയാത്തൊരു കാര്യത്തെക്കുറിച്ച് കുറ്റം പറയാതിരിക്കുക, അത്രയും ചെയ്യുക. ഈ ബിസിനസ്സിൽ നമ്മൾ ഒരു കാര്യം ഫേസ് ചെയ്യുമ്പോൾ, ഇപ്പോ എന്നെ കുറിച്ച് പറയുന്നുണ്ട്, ഓ അങ്ങനെ ചെയ്യാൻ അവർക്ക് പറ്റത്തില്ല, അവരിങ്ങനെ കളിപ്പീരാന്ന് ഇതൊരിക്കലും വാങ്ങിച്ചിട്ടില്ലാത്തവർ പറയുന്നവരുണ്ട്. ചുമ്മാ കുശുമ്പ് പറയുന്ന, അല്ലെങ്കിൽ ഒരു മനുഷ്യ സഹജമായിട്ട് അങ്ങനെ വന്നു പോകുന്നതായിരിക്കാം. പക്ഷെ ഇതിനെയൊക്കെ എങ്ങനെ ടാക്കിൾ ചെയ്യണം എന്നുള്ളത് നമ്മൾ കൃത്യമായിട്ട് അറിഞ്ഞിരിക്കണം. അങ്ങനെ വളരാൻ പറ്റുമെന്നാണ് ഞങ്ങളുടെ ഒരു അനുഭവം ഇതുവരെയുള്ള. അടുത്ത ബെന്നി തോമസ് പരിമണമാണ് ചോദ്യം ഉന്നയിക്കുന്നത്. താങ്ക് യു വിൽസൺ സാർ. സിനി റേച്ചൽ മാഡത്തിന്റെ ഞാൻ ആദ്യമായിട്ടാണ് ഒരു സംരംഭകയുടെ ഒരു ക്ലാസ് കേൾക്കുന്നത്. ഇതിനു മുൻപ് ലൈറ്റ് ടു ലൈറ്റിന്റെ മീറ്റിങ്ങുകളിൽ പങ്കെടുത്തപ്പോഴൊന്നും ഇപ്രകാരമുള്ള ഒരു ക്ലാസ് കേൾക്കുവാനായിട്ട് ഇടയായില്ല. അതുകൊണ്ട് ഒത്തിരി സന്തോഷം, ഒത്തിരി നന്ദി. പലരും നമ്പർ ചോദിക്കുന്നതായിട്ട് കണ്ടു. സിനി മാഡത്തിന്റെ നമ്പർ 9188104704 ആണ്. 9188104704. ഇത്രത്തോളം ഇതുവരെ സിനി മാഡത്തിനോട് ആൾക്കാരെ ചോദ്യങ്ങൾ ചോദിച്ചു, അതിനുള്ള മറുപടി കിട്ടി, പല സംശയങ്ങൾക്ക് നിവാരണം കിട്ടി. എന്നാൽ ഈ പ്രോഡക്റ്റ് ഒക്കെ വാങ്ങിച്ച് അനുഭവിച്ച ഒരാളെന്നുള്ള രീതിയിൽ പറയുവാനായിട്ടാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. ഞാനിപ്പോൾ USA-ലാണ്. ഒരുപക്ഷെ ഇപ്പൊ തന്നെ ഞാൻ ഈ പേര് പറഞ്ഞപ്പോൾ സിനിമയുടെ ഇങ്ങനെ ആശ്ചര്യത്തോടെ നോക്കുന്നു. എന്നാൽ 1 വർഷം മുമ്പ് ഞാൻ ഈ പ്രോഡക്റ്റ് ഒക്കെ വാങ്ങിക്കാനായിട്ട് വാട്സപ്പിലൂടെ ഞാനും വൈഫുമായിട്ട് ബന്ധപ്പെട്ടപ്പോൾ ഏതാണ്ട് വർഷങ്ങളായിട്ട് പരിചയമുള്ള ആൾക്കാരോട് സംസാരിക്കുന്ന രീതിയിലാണ് സംസാരിച്ചത്. അപ്പോൾ തന്നെ നമ്മൾക്ക് മനസ്സിലാവുമല്ലോ എപ്രകാരമാണ് ഈ ബിസിനസ് മുന്നോട്ട് കൊണ്ടുപോകാനായിട്ടുള്ള ഒരു സ്വഭാവത്തിന്റെ ഒരു പ്രത്യേകത തന്നെയാണ് അത്. വർഷങ്ങളായിട്ട് ഞങ്ങളോട് ബന്ധപ്പെട്ട ഒരാൾ സംസാരിക്കുന്നത് പോലെ അപ്രകാരമാണ് കാര്യങ്ങളെല്ലാം ഡീൽ ചെയ്തത്. ഞങ്ങളിവിടെ താമസിക്കുന്ന ഏരിയയിൽ അധികം ഇന്ത്യൻ റെസ്റ്റോറൻറ്റുകൾ അങ്ങനെയുള്ള പ്രോഡക്റ്റ് ഒക്കെ കിട്ടാനായിട്ട് ബുദ്ധിമുട്ടാണ്. ആ സമയത്താണ് ഞാൻ ഫേസ്ബുക്കിലൂടെ സിനിമാഡത്തിനെ കാണുന്നതും എന്നാലൊന്ന് വാങ്ങിച്ചു കളയാമെന്നുള്ള രീതിയിൽ പല സാധനങ്ങൾ വാങ്ങിച്ചു. അതായത് മുളക് പൊടി, മല്ലിപ്പൊടി, ചക്ക ഹൽവ, പിന്നെ ചക്ക കൊണ്ടുണ്ടാക്കിയ ചക്ക പോളെന്നാണ് അതിന് പറയുന്ന പേര്, അതുപോലെ അവലേസുണ്ട, പിന്നെ ഗരം മസാല, അങ്ങനെ പല പ്രോഡക്റ്റ് വാങ്ങിച്ചു. ഞാൻ അതിശയോക്തി ഒന്നുമല്ല പറയുന്നത്. ഈ പറഞ്ഞ കഴിക്കാനുള്ള സംഭവങ്ങൾ ഏതാണ്ട് 1-2 ദിവസങ്ങൾക്കുള്ളിൽ ഞങ്ങളുടെ വീട്ടിലെ സംഭവം തീർന്നു. അത്ര തന്നെ ടേസ്റ്റ് ആയിരുന്നു. അത് ഞാൻ അറിയിക്കുകയും ചെയ്തു. എത്രത്തോളം ഓർക്കുന്നുണ്ടോ എന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല, അറിയത്തില്ല. ഏതാണ്ട് 1 വർഷത്തോളം ആയ സംഭവമാണ് ഇത്. ഞാൻ അതുപോലെ തന്നെ ഫേസ്ബുക്ക് ഫോളോ ചെയ്യുന്ന ഒരാളാണ്. മാഡത്തിന്റെ യൂട്യൂബ് വീഡിയോ ഒക്കെ കാണുന്ന ഒരാളാണ്. അപ്പം എപ്രകാരമായിരിക്കണം ഒരു സംരംഭക ഈ കാലഘട്ടത്തിൽ നവമാധ്യമങ്ങൾ ഉപയോഗിച്ച് എപ്രകാരമായിരിക്കണം ചെയ്യുന്നത് എന്നുള്ളതിലൊരു നല്ല ഉദാഹരണം കൂടിയാണ്. അപ്പം ഈ പലരും ഇത് വാങ്ങിച്ച് ഉപയോഗിച്ചിട്ടുള്ളവർ ഉണ്ടാകും എന്ന് ഞാൻ വിശ്വസിക്കുകയാണ്. ഇപ്പോൾ USA-ലൊക്കെ ആകുമ്പോൾ
നിങ്ങൾക്ക് നാട്ടിലെ രുചി അതേപോലെ തന്നെ ലഭിക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ആവശ്യപ്പെടുക. അത് പെട്ടെന്ന് തന്നെ ഷിപ്പ് ചെയ്ത് കിട്ടും. എനിക്ക് തോന്നുന്നു ഒരാഴ്ചക്കുള്ളിൽ തന്നെ ഈ സാധനം ഗരുഡ വേഗ എന്ന് പറയുന്ന ഒരു പോസ്റ്റിൽ അയച്ച ഒരു പ്രൈവറ്റ് കൊറിയറാന്ന് തോന്നുന്നു അയച്ച് ഞങ്ങൾക്കത് ലഭിക്കുവാനായിട്ട് ഇടയായി. അപ്പം ഇന്ന് ഈ മീറ്റിംഗിൽ ഏതാണ്ട് 88 പേരോളം സംബന്ധിച്ചു. നിങ്ങൾ ഉപയോഗിക്കുന്നവരായിരിക്കാം, ഇനി ഉപയോഗിക്കാത്തവര് ഒരു പ്രാവശ്യമെങ്കിലും അത് വാങ്ങിച്ച് ഉപയോഗിക്കുക. വളരെ നല്ല ടേസ്റ്റുള്ള, നമ്മുടെ വീട്ടിൽ എപ്രകാരമാണ് നമ്മുടെ മാതാവൊക്കെ ഉണ്ടാക്കി തന്നത് അപ്രകാരമുള്ള ടേസ്റ്റോടുകൂടി നിങ്ങൾക്ക് ഇതൊക്കെ രുചിക്കാവുന്നതാണ്. ഇത് മാത്രമേ എനിക്കിപ്പോൾ പറയാനുള്ളൂ. നിങ്ങൾ എല്ലാവരും സാധിക്കുന്നവരൊക്കെ ഒരു ഇത് വാങ്ങിച്ച് ഉപയോഗിക്കുക. എന്തായാലും ഇത്രയും നേരം വളരെ മനോഹരമായ ക്ലാസ് ആയിരുന്നു. ഒത്തിരി ഒത്തിരി നന്ദി. താങ്ക് യു. ശരി, താങ്ക് യു കേട്ടോ. അറിയത്തില്ലായിരുന്നേലും നേരിട്ട് കാണാൻ സാധിച്ചല്ലോ. താങ്ക് യു. ഭയങ്കര സർപ്രൈസ് ആയിപ്പോയി. ഇനിയും അനില മാഡം ഇപ്പോൾ ചോദ്യങ്ങൾ ചോദിക്കുന്നതായിരിക്കും. അല്ല മാഡം. സിനി, സത്യം പറഞ്ഞു കഴിഞ്ഞാല് ഒരു സംരംഭക ആകാനുള്ള ഒരു ത്വര ഈ വയസ്സാം കാലത്തും എനിക്ക് തോന്നിപ്പോയി. അത്രമാത്രം ഹൃദ്യമായിരുന്നു, അത്രമാത്രം നമ്മളെ കൂടെ പ്രേരിപ്പിക്കുന്ന ഒരു രീതിയിലായിരുന്നു സിനിയുടെ ടോക്ക്. പിന്നെ എനിക്ക് സത്യം പറഞ്ഞ 1 കിലോ ചക്കയല്ലോ അത്യാവശ്യം തിന്നണമെന്നൊരു വലിയ മോഹം. കാരണം അത് ഞാൻ വാട്സാപ്പിലുള്ള ഈ നമ്പറിൽ തന്നെ ഞാൻ കോണ്ടാക്ട് ചെയ്താൽ മതിയോ? എന്റെ അഡ്രസ്സും ഒക്കെ അയച്ചു തന്നാൽ ഗൂഗിൾ പേ ചെയ്താൽ മതിയോ? അതെ അതെ, അഡ്രസ് അയച്ചു തന്ന ഈ നമ്പറിലേക്ക് 9188104704 എന്ന് പറയുന്ന നമ്പറിലേക്ക് വാട്സപ്പ് ചെയ്യുക. അതായത് സിനി ഗ്രൂപ്പിലുള്ള നമ്പർ തന്നെ അല്ലേ? സിനിയുടെ ഗ്രൂപ്പിലുള്ള നമ്പർ തന്നെയാണോ? ഗ്രൂപ്പിലുള്ള നമ്പർ അല്ല, ഗ്രൂപ്പിലുള്ള നമ്പർ ഇട്ടാലും കോണ്ടാക്ട് ചെയ്തോളാം. ഓക്കെ, എനിക്കപ്പോ നമ്പർ അയച്ചു തന്നാൽ മതി. തീർച്ചയായിട്ടും ആദ്യമേ തന്നെ ഒരു ഓർഡർ പ്ലേസ് ചെയ്യുവാണ്. കാരണം ചക്കയില് ഒത്തിരി ഇഷ്ടമുള്ള കൂട്ടത്തിലാണ്. വീട്ടില് പണ്ട് മമ്മി ഉണ്ടാക്കി തന്ന ചക്കയിലൂടെ ഓർമ്മ ഇപ്പോഴും ഉള്ളത് കൊണ്ട് അത്രമാത്രം രുചിയോടെ കിട്ടിയിട്ടില്ല എന്നൊരു സങ്കടമുണ്ട്. ആ സങ്കടം തീർച്ചയായിട്ടും പിന്നെ സിനി തരുന്ന ഹലുവയിലൂടെ പരിഹരിക്കപ്പെടുമെന്ന് തോന്നുന്നു. ഓക്കെ, താങ്ക് യു സോ മച്ച്. ഹാർട്ടി കൺഗ്രാജുലേഷൻസ്. താങ്ക് യു. അടുത്തതായിട്ട് ശാന്തി മത്തായി കൊച്ചമ്മയാണ്. ഹലോ, എനിക്ക് വീഡിയോയിൽ വരാൻ കഴിയുന്നില്ല. പക്ഷെ വളരെ സന്തോഷത്തോടു കൂടെ സിനിയെ അഭിനന്ദിക്കുന്നു. താങ്ക് യു. ഒന്നാമത് ഇങ്ങനെ സംരംഭകയായി തീർന്നതിന് ശേഷം ആദ്യമായിട്ട് ഞാൻ ശ്രദ്ധിക്കുകയാണ്. അതിനു മുന്നേ പല കാര്യങ്ങൾക്കും സിനിയെ കിട്ടാറുണ്ടായിരുന്നു. എന്നാൽ കുറച്ചു നാളായിട്ട് എല്ലാത്തിൽ നിന്നും മാറി നിന്നുകൊണ്ട് വളരെ ഫോക്കസ്ഡ് ആയിട്ട് താൻ തുടങ്ങിയ സംരംഭത്തെ വിജയിപ്പിക്കാനായിട്ട് സിനി കഠിനാധ്വാനം ചെയ്തു, പരിശ്രമിക്കുന്നു. അതിന് എല്ലാ വിജയാശംസകളും തുടർന്നും അധികമായിട്ടത് നടക്കട്ടെ, വിജയിക്കട്ടെ എന്ന് ആശംസിക്കുന്നു. രണ്ടാമത് ഇന്നത്തെ പ്രസന്റേഷൻ വളരെ മനോഹരമായിരുന്നു. അപ്പൊ അതിലും ഉള്ള വലിയ സന്തോഷം അറിയിക്കുന്നു. പക്ഷേ അങ്ങനെ ഒരു ആദ്യ കാലഘട്ടത്തിലെ എല്ലാവരുടെയും ഒരു സപ്പോർട്ട് ആണ് എനിക്കൊരു ചങ്കൂറ്റം തന്നത് കേട്ടോ. അതൊരിക്കലും മറന്നു പോകാൻ പറ്റുന്ന ഒരു കാര്യങ്ങളല്ല. കാരണം അങ്ങനെ പിടിച്ചു നിൽക്കാനായിട്ട് ഭയങ്കര ഒരു നല്ലൊരു പ്ലാറ്റ്ഫോം ആയിരുന്നു. കാരണം പ്രാർത്ഥനയ്ക്ക് വേണ്ടിയിട്ടായിരുന്നു പലപ്പോഴും ഞാൻ ഈ ഗ്രൂപ്പുകളിലൊക്കെ കൂടുന്നത്. പ്രാർത്ഥിക്കാമോ എന്ന് ചോദിക്കുമ്പോൾ കൂടി വരും, ഒന്ന് പ്രാർത്ഥിക്കാൻ കൂടും, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു മീറ്റിങ്ങിനുകൾക്കൊക്കെ ഇവിടെ അറ്റൻഡ് ചെയ്യും. അപ്പോ ഒക്കെ ഒത്തിരി കുറെ കാര്യങ്ങൾ മനസ്സിലാക്കാനും ഒത്തിരി പേരോട് ഇടപെടാനും ഒക്കെ സാധിച്ചതൊക്കെ ഇതിന്റെ ഒരു അടിസ്ഥാനമൊക്കെ അവിടെയൊക്കെ ആയിരുന്നു എന്നുള്ളത് വളരെ സന്തോഷമുള്ള കാര്യമാണ്. താങ്ക് യു അച്ഛൻ. താങ്ക് യു അച്ഛൻ. താങ്ക് യു. സിനി, ഞാൻ രാജനാണ് ഡൽഹിയിൽ നിന്ന്. ഞാൻ പല പ്രാവശ്യം സിനിയുടെ നിന്ന് ചക്ക ഹലുവ, അച്ചാറ് ഇതൊക്കെ വാങ്ങിയിട്ടുണ്ട്. എല്ലാം വളരെ കൃത്യമായിട്ട് എനിക്ക് പോസ്റ്റ് ചെയ്ത് തന്നിട്ടുണ്ട്, കൊറിയർ കോഡ് അയച്ചിട്ടുണ്ട്. പക്ഷെ ഇന്നാണ് ഞാൻ അറിയുന്നത് സിനി ഒരു വലിയൊരു പ്രഭാഷിക കൂടിയാണെന്ന്. എല്ലാവിധ ആശംസകൾ അറിയിക്കുന്നു സിനിക്ക്. നല്ല രീതിയിൽ പോട്ടെ കാര്യങ്ങള്. കുറച്ച് ദിവസമായി ഞാൻ എന്തെങ്കിലുമൊക്കെ വാങ്ങിയിട്ട് ഞാൻ ഇനി ഓർഡർ ചെയ്യാം കേട്ടോ, പ്ലീസ്. വൈ രാജൻ സാർ അല്ലേ? നമ്മൾ തമ്മിൽ സംസാരിച്ചിട്ടുണ്ട് പല പ്രാവശ്യം. അതെ 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 അതെ, ഇപ്പഴാ ആദ്യമായിട്ടാ കാണുന്നത്. ഇനി ആരും ഇല്ലെന്ന് വിശ്വസിക്കുന്നു. ആരെങ്കിലും ഉണ്ടോ ഇനി? സിനി, ഈ ചക്ക കൊണ്ട് അച്ചാറിടാൻ
ഇട്ടിട്ടുണ്ട് കേട്ടോ. അതൊക്കെ പറയാൻ വിട്ടുപോയ കാര്യം. ചക്കക്കുരു അച്ചാറിടാം, ചക്ക അച്ചാറിടാം. ചക്കക്കുരു നമ്മൾ ജസ്റ്റ് ഒന്ന് വേവിക്കണം, ഒന്ന് വിസിലടിപ്പിക്കണം. വിസിലടിപ്പിച്ച് അങ്ങ് വെന്ത പോകരുത്. പോവാതെ എടുത്തേച്ച് ഒന്ന് നല്ലെണ്ണയിൽ അതൊന്ന് ജസ്റ്റ് ഒന്ന് മൂപ്പിച്ച് എടുത്തിട്ട്, മൂത്തങ്ങ് പോവല്ലേ, ജസ്റ്റ് അതിന്റെ ഒരു ഇത് മാറാനാ, എന്താ വെള്ളമയം ഒന്ന് മാറണം. പെട്ടെന്ന് ഇത് ഉപയോഗിച്ച് തീർക്കുകയും ചെയ്യണം. ഇല്ലെങ്കിൽ ഫ്രിഡ്ജിലോ ഫ്രീസറിലോ വെച്ച് ഉപയോഗിക്കാവൂ. കുക്കറിലിട്ട് വേവിക്കണോ? എന്തോ കുക്കറിലിട്ട് വേവിക്കണം. വിസിലടിപ്പിച്ച് ചക്കക്കുരു ഒന്ന് വേവിക്കുക. ചക്കക്കുരുവെ വേവിക്കുക. എന്നിട്ട് പീസ് ചെയ്ത് കുഞ്ഞു മാങ്ങ കണ്ടിക്കുന്ന മാങ്ങയുടെ പീസ് പോലെ നമ്മൾ പീസ് ചെയ്തിട്ട്, പിന്നെ സാധാരണ പോലെ നമ്മൾ സാധാ മാങ്ങയൊക്കെ അച്ചാറിടുന്ന പോലെ തന്നെ ഉള്ളൂ ബാക്കി പ്രിപ്പറേഷൻസ് എല്ലാം. ഇത് ജസ്റ്റ് ഒന്ന് വേവിക്കുക, അരിയുക. വെന്ത് പോവല്ലേ, കാരണം പിന്നെ അതങ്ങ് ഉടഞ്ഞങ്ങ് സ്ക്വിഷ് അങ്ങനെ അങ്ങ് പോവും. അതുണ്ടാവാതിരുന്നാ മതി. പിന്നെ ചക്ക അച്ചാറിടാം, ചക്ക മടൽ അച്ചാറിടാം, ചക്ക കൂഞ്ഞ് അച്ചാറിടാം. എല്ലാം ഇതൊക്കെ ചെയ്തിട്ടുണ്ട്. ഇതൊന്ന് പറഞ്ഞു അന്ന കൂട്ടത്തിലെല്ലാം പറഞ്ഞില്ലെന്നേ ഉള്ളൂ. ചക്ക അച്ചാറാണ് ഭയങ്കര ഫേമസ് ഇവിടെ. അന്ന് ചെയ്ത സമയത്ത് എല്ലാവർക്കും പിടിച്ചുപറിയായിരുന്നു ആ സാധനം. നല്ല ടേസ്റ്റിയാ. ചക്കക്കുരു അച്ചാറ്, കുരുവിന്റെ അച്ചാർ നല്ലതാ, നല്ല ടേസ്റ്റിയാ. താങ്ക് യു. ഈ സെഷൻസ് ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആക്കി തന്നവരോടുള്ള പ്രത്യേക നന്ദി പറയുന്നത് കേട്ടോ. ചോദ്യങ്ങളൊക്കെ വളരെ കൃത്യമായി ചോദിച്ചോണ്ടേ. പണ്ടൊരു പാട്ടുണ്ടായിരുന്നല്ല, കപ്പയുള്ള വീട്ടിലെ യോഗം കൂടണം, അത് കയ്പനായാലും ഞങ്ങൾ തിന്നുകൊള്ളാവേ. ഇനി അത് ചക്കയിലേക്ക് മാറ്റണം, ചക്കയുള്ള വീട്ടിലെ യോഗം കൂടണം. സിനിയുടെ പ്രസന്റേഷൻ എല്ലാവരും എൻജോയ് ചെയ്തു. പിന്നെ സാധാരണ ഒരു പറച്ചിലുണ്ടല്ലോ, ആരുടെയെങ്കിലും കാര്യം സാധിക്കണം എന്നുണ്ട് വയറ്റിലൂടെ അത് സാധിച്ചെടുക്കാവുന്ന എന്ന് പറഞ്ഞതുപോലെ എല്ലാവർക്കും പിന്നെ സിനിയുടെ അന്യൊക്കെ പറഞ്ഞതുപോലെ പണ്ടത്തെ അമ്മച്ചിമാരുടെയും അടുക്കളയുടെയും ഒക്കെ ഓർമ്മ ഒരു ഗ്രഹാതുരത്വം ഉണർത്തുന്ന ഒരു എനർജറ്റിക് ഒരു ക്ലാസ് ആയിരുന്നു. പ്രത്യേകിച്ച് സിനിയുടെ പ്രസന്റേഷൻ വളരെ പോസിറ്റീവായിട്ടുള്ള രീതിയിൽ നന്നായിട്ട് പ്രസന്റ് ചെയ്യാനായിട്ട് സിനിക്ക് സാധിച്ചു. എനിക്ക് ഈ ചക്കയുടെ കാര്യം പറഞ്ഞതുപോലെ സിനിയോടെ ഒരു പിന്നെ ഒന്ന് ഓർമ്മിപ്പിക്കാനുള്ളത്, നമ്മുടെ ഇരുമ്പൻ പുളി ഇല്ലേ, ഇരുമ്പൻ പുളി അതിന്റെ അരിഷ്ടം, ഈ ശർക്കര ഒക്കെ ചേർത്ത് ഇരുമ്പൻ പുള്ളിയുടെ അരിഷ്ടം അല്ലെങ്കിൽ അതിന്റെ എന്തോ വൈന്, ഇരുമ്പൻപുളി വൈനായിട്ട് ഉണ്ടാക്കുന്നത്, അതും ഒരു മൂല്യവർദ്ധിത ഉൽപ്പന്നമായിട്ട് സാധാരണ നമ്മൾ അതുകൊണ്ട് അച്ചാർ മാത്രമേ ഉണ്ടാക്കാറുള്ളൂ. അങ്ങനെ ഉണ്ടാക്കുന്നു. അതുപോലെ നെല്ലിക്കായി ഒത്തിരി അവൈലബിൾ ആണ് നമ്മുടെ നാട്ടിലിപ്പം. പിന്നെ ഇഞ്ചിയുടെ കാര്യമൊക്കെ ലോക്കലി കിട്ടുമെന്ന് പറഞ്ഞല്ലോ, അതുകൊണ്ട് ഈ മാർക്കറ്റിലൊക്കെ സൂപ്പർ മാർക്കറ്റിലൊക്കെ ഇഞ്ചി പേസ്റ്റ്, ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഒക്കെ നല്ല ഡിമാൻഡുള്ള ഒരു സാധനമാണെന്ന് തോന്നുന്നു. അപ്പം എന്റെ ഓർമ്മയിൽ പ്രത്യേകം വന്നത് ഞാൻ സൂചിപ്പിച്ചെന്നേ ഉള്ളൂ. അപ്പൊ നല്ലൊരു സംരംഭക എന്നുള്ള നിലയില് പ്രത്യേകിച്ച് ഞാൻ എടുത്തു പറയുന്നത്, ക്വാളിറ്റി മെയിൻറ്റെയിൻ ചെയ്യുന്നതായിട്ടുള്ള രീതിയിൽ അതിനെ വളർത്തിക്കൊണ്ട് വരുവാനായിട്ട് ദൈവം സഹായിക്കട്ടെ. സിനിയുടെ എല്ലാ എഫേർട്ടിനും ആത്മാർത്ഥമായിട്ടുള്ള മംഗളങ്ങള് നേരുന്നു. ഇപ്പം വോട്ട് ഓഫ് താങ്ക്സ് കൊച്ചമ്മേ. തോമസ് പെരുമണം. ദൈവനാമത്തിന് മഹത്വം ഉണ്ടായിരിക്കട്ടെ. കർത്താവിൽ പ്രിയരെ, ലൈറ്റ് ടു ലൈറ്റൺ മാർത്തോമ സ്റ്റഡി ഫോറത്തിന്റെ 204ാമത് ലൈവ് വെബിനാറിൽ മോഡറേറ്റർ ആയിരിക്കുന്ന ശ്രീമതി ശാന്ത ജോർജ് കൊച്ചമ്മ, ഇന്ന് നമുക്ക് മുഖ്യ പ്രഭാഷണം നിർവഹിച്ച ശ്രീമതി സിനി റേച്ചൽ മാത്യു, ബഹുമാനപ്പെട്ട വൈദികരെ, ലൈറ്റ് ടു ലൈറ്റൺ മാർത്തോമ സ്റ്റഡി ഫോറത്തിനെ സ്നേഹിക്കുന്ന ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് ഇന്ന് ഈ മീറ്റിങ്ങിന് ജോയിൻ ചെയ്തിരിക്കുന്ന പ്രിയപ്പെട്ടവരെ, ലൈറ്റ് ടു ലൈറ്റൺ മാർത്തോമ സ്റ്റഡി ഫോറത്തിന്റെ 204ാമത് വെബിനാർ എന്ന് പറയുന്നത് ഒരു നാവിൽ വെള്ളമൂറുന്ന ഒരു വെബിനാർ ആയിരുന്നു. സ്വാദ് ഭോജനങ്ങൾ നമ്മൾ ഏതാണ്ട് ഭക്ഷിച്ച രീതിയിലുള്ള ഒരു പ്രതീതി ഉളവാക്കുന്ന ഒരു വെബിനാർ ആയിരുന്നു. അത് മാത്രമല്ല, ഈ വെബിനാറിന്റെ പ്രത്യേകത എന്ന് പറയുന്നത്, കൂടുതലായി മറ്റ് വെബിനാറുകളെ അപേക്ഷിച്ച് മറ്റ് വെബിനാറുകളിൽ ഒരുപക്ഷെ നമ്മൾ കേൾക്കുന്നത് ഇച്ചിരി ഗൗരവമുള്ള, നമ്മള് ഇങ്ങനെ പിടിച്ചിരുത്തുന്ന, അല്ലെങ്കിൽ നമുക്ക് കൂടുതലായിട്ട് റിലാക്സ് ചെയ്യാതെ ഇരിക്കുവാൻ പറ്റാത്ത ഒരു വെബിനാർ ആയിരുന്നുവെങ്കിൽ, ഇന്നത്തെ വെബിനാർ തികച്ചും നമ്മളൊക്കെ റിലാക്സ് ചെയ്ത് അങ്ങോട്ടും ഇങ്ങോട്ടും ഇന്ററാക്ട് ചെയ്ത് വളരെ നല്ല രീതിയിലുള്ള സന്തോഷം നൽകുന്ന ഒരു വെബിനാർ ആയിരുന്നു ലൈറ്റ് ടു ലൈറ്റന്റെ 204ാമത്തെ വെബിനാർ എന്ന് പറയുന്നത്.
വിജയം വരിക്കുന്ന സംരംഭകരാകാം എന്ന വിഷയത്തെ ആസ്പദമാക്കി ഇന്ന് കേരളത്തിലും അതുപോലെ തന്നെ ഇന്ത്യക്ക് പുറത്തും പ്രത്യേകിച്ച് മലയാളികളുടെ ഇടയിൽ അറിയപ്പെടുന്ന ഒരു സംരംഭക ശ്രീമതി സിനി റേച്ചൽ മാത്യു ആണ് ഇന്ന് നമ്മോട് ഇത്രയും നേരം സംസാരിക്കുകയുണ്ടായത്. എപ്രകാരമാണ് ഒരു ചെറിയ തുടക്കത്തിൽ നിന്നും ഈ ഒരു അവസ്ഥയിലേക്ക് എത്തി എന്നുള്ളത് വളരെ വിശദമായി തന്നെ നമ്മളോട് സിനി റേച്ചൽ മാത്യു സംസാരിക്കുകയുണ്ടായി. പ്രത്യേകിച്ച് ചക്കയിലാണ് സ്പെഷ്യലൈസ് ചെയ്തിരിക്കുന്നത്. ചക്ക എന്ന സംഭവം നമ്മൾ സാധാരണയായിട്ട് കഴിക്കാൻ ഉപയോഗിക്കും, അല്ലെങ്കിൽ ഒരു ചക്ക ഹലുവ ഉണ്ടാക്കാൻ ഉപയോഗിക്കും, ചക്ക വേവിക്കാനായിട്ട് ഉപയോഗിക്കും എന്നതിലുപരി ഇതിൽ നിന്ന് എന്തെല്ലാം കാര്യങ്ങൾ ഉണ്ടാക്കാം എന്ന് ശ്രീമതി സിനി റേച്ചൽ മാത്യു നമുക്ക് കാണിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ ചക്കക്കുരു കൊണ്ടുള്ള ചക്കക്കുരു കാപ്പിപ്പൊടി അല്ലെങ്കിൽ ചക്കക്കുരു ബോൾ എന്നൊക്കെ പറയുന്നത് ഒരുപക്ഷെ നമ്മളെ സംബന്ധിച്ച് ഒരു പുതിയ അറിവായിരിക്കാം. അങ്ങനെ ഈ ചക്ക ഉപയോഗിച്ച് എപ്രകാരം വൈവിധ്യമാർന്നിട്ടുള്ള സംഭവങ്ങൾ ഉണ്ടാക്കാം, അതുപോലെ തന്നെ അത് എപ്രകാരമാണ് ഉണ്ടാക്കുന്നത്, തൻ്റെ ഈ സംരംഭത്തില് തുടക്കം മുതൽ എപ്രകാരമാണ് ഇതുവരെ എത്തിച്ചേർന്നത് എന്നുള്ളതിനെ പറ്റിയിട്ടൊക്കെയും വളരെ മനോഹരമായി വളരെ നല്ല രീതിയിൽ ഇന്നത്തെ ക്ലാസ്സിലൂടെ അത് പ്രസന്റ് ചെയ്യുവാനായിട്ട് ഇടയായി എന്നുള്ളതിൽ വളരെയധികം സന്തോഷമുണ്ട്. അതുമാത്രമല്ല, ഏതാണ്ട് 17 പേർക്ക് തൊഴിൽ കൊടുക്കുന്ന ഒരു സംരംഭക ആകുന്നു എന്നുള്ളത് തന്നെ വ്യക്തിപരമായിട്ട് പറയുകയാണെങ്കിൽ തൻ്റെ ജീവിതത്തിൽ സന്തോഷം നൽകുന്ന ഒരു നിമിഷമാണ് എന്ന് കേൾക്കുന്നതിൽ ഒത്തിരിയധികം സന്തോഷമുണ്ടായി. എന്നാൽ ഈ സംരംഭങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകുന്നതിൽ ഉണ്ടാകുന്ന വെല്ലുവിളികൾ, അതുപോലെ തന്നെ തടസ്സങ്ങൾ, അതിനെയൊക്കെ തരണം ചെയ്യുവാൻ പഠിച്ച വിധം, അതുപോലെ തന്നെ കുടുംബത്തിന്റെ ഒരു വലിയ സപ്പോർട്ട്, ഭർത്താവിന്റെയും കുഞ്ഞുങ്ങളുടെയും ഒക്കെ സപ്പോർട്ട്, പഠിച്ച പാഠങ്ങൾ വളരെ വിശദമായിട്ട് തന്നെ നമ്മളോട് സംസാരിക്കുകയും നമ്മളുടെ ചോദ്യത്തിനൊക്കെ വളരെ നിറഞ്ഞ പുഞ്ചിരിയോടുകൂടി മറുപടി നൽകുകയും ചെയ്തു. കൂടുതലായി ഈ സംരംഭം മുന്നോട്ട് പോകട്ടെ, നമ്മളുടെ എല്ലാവരുടെയും ഇടയിലും അറിയപ്പെടുന്ന ഒരു വ്യക്തിത്വമായി മാറട്ടെ, നമുക്കൊരു അഭിമാനമായി മാറട്ടെ. പ്രത്യേകിച്ച് നവമാധ്യമങ്ങൾ വളരെ നല്ല രീതിയിൽ ഉപയോഗപ്പെടുത്തി ഈ സംരംഭങ്ങൾ മുന്നോട്ട് പോകാൻ ഇടയാക്കട്ടെ എന്ന് ആശംസിക്കുന്നു. ലൈറ്റ് ടു ലൈറ്റൺ മാർത്തോമാ സ്റ്റഡി ഫോറത്തിന്റെ യുവനാറിൽ പങ്കെടുക്കുവാനായി ഇത്രത്തോളം നേരം ഞങ്ങളോട് സംവാദിക്കുവാനായിട്ടൊക്കെയും ഇടയായ നല്ല സന്ദർഭത്തെ ഓർത്ത് ഞാൻ അഭിനന്ദിക്കുന്നു. ലൈറ്റ് ടു ലൈറ്റൺ മാർത്തോമാ സ്റ്റഡി ഫോറത്തിന്റെ പേരിലുള്ള എല്ലാവിധമായിട്ടുള്ള നന്ദി ഈ സമയത്ത് അറിയിച്ചുകൊള്ളട്ടെ. ഇന്ന് നമുക്ക് മോഡറേറ്റർ ആയിട്ടിരുന്നത് ശ്രീമതി ശാന്ത ജോർജ് കൊച്ചമ്മയാണ്. ശ്രീ വിൽസൺ കരിമ്പന്നൂർ സാർ പറഞ്ഞതുപോലെ ലൈറ്റ് ടു ലൈറ്റിനെ വളരെ സന്തോഷത്തോടെ സ്നേഹിക്കുന്ന, ഇഷ്ടപ്പെടുന്ന ശ്രീമതി ശാന്ത ജോർജ് കൊച്ചമ്മ ഇന്ന് മോഡറേറ്റർ ആയിട്ടിരുന്നതിൽ ഒത്തിരിയധികം സന്തോഷമുണ്ട്. പുരോഗമന ചിന്തയിലൂടെ നമ്മുടെ സമൂഹത്തിൽ നമ്മൾക്ക് ആവശ്യമായിട്ടുള്ള വളരെ നല്ല രീതിയിലുള്ള നിർദ്ദേശങ്ങൾ നമ്മൾക്ക് നൽകുന്നു. ഇന്നത്തെ മീറ്റിംഗ് വളരെ നല്ല രീതിയിൽ മോഡറേറ്റ് ചെയ്തു. പ്രത്യേകിച്ച് ഇപ്രകാരമുള്ള കാര്യങ്ങൾ ഇനിയും ചെയ്താൽ നന്നായിരിക്കും എന്ന് സിനി മാഡത്തിനോട് പറയുന്നതൊക്കെ കേട്ടപ്പോഴും ഒത്തിരി സന്തോഷമുണ്ടായി. ഇതിനെപ്പറ്റി നല്ല കാഴ്ചപ്പാടുള്ള ഒരു വ്യക്തിത്വമാണ്. കൂടുതലായി ഇപ്രകാരമുള്ള സാമൂഹ്യ സേവനങ്ങളിലും അതുപോലെ തന്നെ സഭയുടെ പ്രവർത്തനങ്ങളിലും ഒക്കെയും കൊച്ചമ്മ കൂടുതലായി വിളങ്ങുവാൻ ദൈവം ഇടയാക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഇന്നത്തെ മീറ്റിംഗിൽ മോഡറേറ്റർ ആകുവാൻ കാണിച്ച എല്ലാവിധമായിട്ടുള്ള നല്ല മനസ്സിനെ ലൈറ്റ് ടു ലൈറ്റൺ മാർത്തോമാ സ്റ്റഡി ഫോറത്തിന്റെ പേരിലുള്ള നന്ദി ഈ സമയത്ത് അറിയിച്ചുകൊള്ളട്ടെ. ഇന്ന് നമുക്ക് പ്രാരംഭ ഗാനം ആലപിച്ചത് ശ്രീ ബെൻസി അകമുറ്റം ആൻഡ് ഫാമിലിയാണ്. വളരെ മനോഹരമായി എനിക്ക് തോന്നുന്നു ഈ പാട്ട് കേട്ടതിന് ശേഷം ഒത്തിരി പേരെ കമന്റുകളിലൂടെയൊക്കെ ഈ പാട്ട് വളരെ മനോഹരമായി എന്ന് അറിയിക്കുകയുണ്ടായി. ഇതിനു മുൻപും ഒരു പ്രാവശ്യം ബെൻസി നമ്മുടെ മീറ്റിംഗിൽ ഗാനം ആലപിച്ചിട്ടുണ്ട്. താല്പര്യത്തെ ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. കുടുംബത്തെ ദൈവം അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഇന്നും വളരെ മനോഹരമായി ബെൻസിയും അതുപോലെ തന്നെ വൈഫും മോളും നമുക്ക് വേണ്ടി ഗാനം ആലപിച്ചുവല്ലോ. ലൈറ്റ് ടു ലൈറ്റിന്റെ മാർത്തോമാ സ്റ്റഡി ഫോറത്തിന്റെ പേരുള്ള നന്ദി ഈ സമയത്ത് ഞാൻ അറിയിച്ചുകൊള്ളുന്നു. അതുപോലെ തന്നെ നമുക്ക് പ്രാരംഭ പ്രാർത്ഥനയ്ക്ക് നേതൃത്വം നൽകിയത് റവറൻഡ് ഡോക്ടർ അലക്സാണ്ടർ തോമസ് അച്ഛനാണ്. അച്ഛനും നമ്മുടെ ഒരു വളരെ നല്ല സുഹൃത്താണ്. ബഹുമാനപ്പെട്ട അച്ഛനോടുള്ള നന്ദി അറിയിക്കുന്നു. നമുക്ക് പതിവായിട്ട് സൂം മീറ്റിങ്ങുകൾ ക്രമീകരിച്ചിരുന്നത് ശ്രീ ജോസ് മാത്യു ആണ്. നെരുൾ മാർത്തോമ ഇടവകാംഗമാണ്. ശ്രീ ജോസ് മാത്യു നമ്മളോട് കാണിക്കുന്ന എല്ലാവിധമായിട്ടുള്ള സ്നേഹത്തിനും ഈ സമയത്ത് ഞാൻ നന്ദി അറിയിച്ചുകൊള്ളട്ടെ. ഇന്ന് നമ്മുടെ മീറ്റിംഗിൽ ഈ സെഷൻ വളരെയധികം ലൈവാക്കി ചോദ്യങ്ങൾ ചോദിച്ചവരുണ്ട്, അതുപോലെ തന്നെ അഭിപ്രായങ്ങൾ പങ്കുവെച്ചവരുണ്ട്. അവരോടെല്ലാവരോടുമുള്ള നന്ദി ഈ സമയത്ത് അറിയിച്ചുകൊള്ളുന്നു. പ്രത്യേകിച്ച് ശ്രീ വിൽസൺ കരിമ്പന്നൂർ സാറിന്റെ ഒരു പ്രത്യേക താല്പര്യമാകുന്നുവല്ലോ മുടങ്ങാതെ 204ാമത് വെബിനാർ നടത്തുവാനായിട്ട് നമുക്ക് സാധിച്ചത്. സാറിനോടും കുടുംബത്തോടുമുള്ള നമ്മുടെ നന്ദി ഈ സമയത്ത് അറിയിച്ചുകൊള്ളട്ടെ. അതുപോലെ തന്നെ ഇന്ന് ഈ മീറ്റിംഗിൽ പങ്കെടുത്ത ബഹുമാനപ്പെട്ട അച്ഛന്മാര്, ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് ഈ മീറ്റിംഗിൽ പങ്കെടുത്ത
എല്ലാവരോടും അതുപോലെ തന്നെ സമാപന പ്രാർത്ഥനയ്ക്ക് നേതൃത്വം നൽകുന്ന വ്യക്തിയോടുമുള്ള നന്ദി. എല്ലാവരോടും ഒരിക്കൽ കൂടി ശ്രീമതി സിനി റേച്ചൽ മാത്യുവിനുള്ള നന്ദി. ദൈവം അനുഗ്രഹിക്കട്ടെ. സംരംഭങ്ങൾ കൂടുതൽ വിപുലീകരിക്കുവാൻ അതുപോലെ തന്നെ എല്ലാവർക്കും ഇഷ്ടമുള്ളതായി തീരുവാനൊക്കെ ഇടയാക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ കർത്തവ്യത്തിൽ വിരമിക്കുന്നു. എല്ലാവരെയും ദൈവതമ്പുരാൻ അനുഗ്രഹിക്കട്ടെ. താങ്ക് യു. ഇപ്പോൾ ഡി സുനിൽ അച്ഛന്റെ പ്രാർത്ഥനയോടും ആശീർവാദത്തോടും കൂടെ ഒഫീഷ്യൽ മീറ്റിംഗ് ഇവിടെ സമാപനം കുറിക്കുകയാണ്. അതിനുശേഷം സാധാരണ കാഷ്വൽ ചാറ്റിംഗ് നടത്താനായിട്ട് താല്പര്യമുള്ളവർക്ക് തുടരാവുന്നതാണ്. പ്രാർത്ഥിക്കാം. സ്നേഹനിധിയായ ദൈവമേ, സ്വർഗീയ പരമപിതാവേ, ഞങ്ങൾക്ക് ഈ രാത്രി സമയം എങ്ങനെ ഒരു നല്ല സംരംഭകയാകാം എന്നതിനെ കുറിച്ച് കേൾക്കുവാൻ സിനിയിലൂടെ സഹായിച്ച വൻകൃപയ്ക്കായി സ്തോത്രം ചെയ്യുന്നു. ലഭിച്ച താലന്തുകളും കഴിവുകളും അത് ശരിയായ രീതിയിൽ വിനിയോഗിപ്പാനും ദൈവകൃപയോടുകൂടെ അത് കർത്താവെ അനേകരുടെ നന്മയ്ക്ക് പ്രയോജനപ്പെടുത്തുവാനും പ്രിയ മകളെ ജീവിതത്തിന്റെ വൈവിധ്യമാർന്ന അനുഭവങ്ങളുടെ നടുവിലൊക്കെ അതിനായി സഹായിച്ചുകൊണ്ടിരിക്കുന്ന ദൈവകൃപയെ ഓർത്ത് സ്തോത്രം ചെയ്യുന്നു. കർത്താവെ മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങൾ അത് ഉണ്ടാക്കുകയും അനേകർക്ക് അത് പ്രയോജനപ്രദമായി വിതരണം ചെയ്യുന്നതിനും അനേകരുടെ നന്മയ്ക്ക് വേണ്ടി അത് വിനിയോഗിക്കുന്നതിനും പ്രത്യേകിച്ച് കൂടെ പ്രവർത്തിക്കുന്നവരുടെ ഉപജീവന മാർഗങ്ങൾക്ക് വേണ്ടിയൊക്കെ മാർഗം തെളിയിച്ചു കൊടുക്കുന്നതിനും പ്രിയമകളെ ഉപയോഗിക്കുന്നതിനായി സ്തോത്രം. കുടുംബമായവരെ അനുഗ്രഹിക്കണമേ. പ്രവർത്തന മേഖലകളിൽ അവിടുന്ന് വഴികാട്ടിയായി കൂടെ ഉണ്ടായിരിക്കണമേ. അനേകർക്ക് പ്രയോജനപ്രദമായി തുടർന്നും പ്രവർത്തിപ്പാൻ അവിടുന്ന് അതിനാവശ്യമായ ദൈവകൃപയും ഉയരത്തിലെ പരിജ്ഞാനവും നൽകി സഹായിക്കണമേ. കർത്താവെ, അനേകർക്ക് ഇതുപോലെ ഉള്ള സംരംഭങ്ങൾ ആരംഭിക്കുന്നതിന് ഒരു പ്രചോദനം നൽകുന്ന വ്യക്തിയായി സിനിയെ അവിടുന്ന് ഉപയോഗിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കഴിഞ്ഞ ഏതാനും കർത്താവെ നിമിഷങ്ങളിൽ സിനിയുടെ കർത്താവെ ഒരു സംരംഭക എന്നുള്ള നിലയിലുള്ള വാക്കുകൾ കേൾക്കുവാൻ തക്കവണ്ണം ഞങ്ങളെ സഹായിച്ചല്ലോ. നൽകിയ നല്ല ഇൻസ്പിറേഷനായി സ്തോത്രം ചെയ്യുന്നു. കർത്താവെ, ദൈവകൃപയോടുകൂടെ ഉത്തരവാദിത്തങ്ങൾ തുടർന്നും ചെയ്യുവാൻ പ്രിയമകളെ സഹായിക്കണമേ. ലൈറ്റ് ടു ലൈറ്റൺ മർത്തോമ സ്റ്റഡി ഫോറം കർത്താവെ ഗ്രൂപ്പിന് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. നൽകുന്നവർക്കായി സ്തോത്രം. ഇന്ന് ഞങ്ങൾക്ക് കർത്താവെ ഈ സെഷന് മോഡറേറ്റ് ചെയ്ത ഞങ്ങളുടെ കർത്താവെ ശാന്ത കൊച്ചമ്മയ്ക്ക് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. നേതൃത്വത്തിനായി സ്തോത്രം. കർത്താവെ, വൈവിധ്യമാർന്ന ശുശ്രൂഷകൾ നിർവഹിച്ച എല്ലാവരെയും വാഴ്ത്തണമേ. ഈ രാത്രി ഞങ്ങൾക്ക് ശാന്തമായ വിശ്രമം നൽകണമേ. പ്രഭാതത്തിൽ ഉണർന്നിട്ടെങ്കിൽ സ്തുതിക്കുവാനും മഹത്വപ്പെടുത്തുവാനും കർത്താവ് ഞങ്ങൾക്ക് ആരാധനയിൽ പങ്കുചേരുവാനും ഞങ്ങളുടെ ഉത്തരവാദിത്തങ്ങളൊക്കെ തുടർന്ന് നിർവഹിപ്പാനും ഒക്കെ ഞങ്ങളെ സഹായിക്കണമേ. കൃപയിൽ ഞങ്ങളെ പൊതിയണമേ. ആദ്യോടന്ത് അവിടുന്ന് ഞങ്ങളോട് കൂടെ ഇരുന്നതിനായി സ്തോത്രം. തുടർന്നും അവിടുത്തെ ഇഷ്ടം ചെയ്യുവാൻ തക്കോണം ഞങ്ങളെ ശക്തീകരിക്കണമേ. ഞങ്ങൾക്ക് ലഭിച്ച താലന്തുകളും കഴിവുകളും തുടർന്നും ദൈവനാമഹത്തിനായി വിനിയോഗിപ്പാനും അനേകരുടെ കർത്താവെ ജീവിതത്തിൽ പ്രതീക്ഷയും ആവേശവും പകർന്നു കൊടുക്കുവാനും ഒക്കെ ഞങ്ങൾ ഉപയോഗിച്ചു കൊള്ളണമേ. ഞങ്ങളെ കർത്താവെ ദൈവരാജ്യത്തിന്റെ വർധനവിന് വേണ്ടി ഞങ്ങളുടെ കർത്താവ് ഉത്തരവാദിത്തങ്ങൾ നിർവഹിപ്പാൻ തക്കോണം ഞങ്ങളെ സഹായിക്കണമേ. പ്രാർത്ഥന കേട്ടതിനായി സ്തോത്രം. യേശുവിൻ നാമത്തിൽ തന്നെ ആമേൻ. ത്രിയേക ദൈവത്തിന്റെ കൃപകളും അനുഗ്രഹങ്ങളും വാഴ്വുകളും നമ്മോടും നാം ഓർത്ത് പ്രാർത്ഥിച്ച എല്ലാ വിഷയങ്ങളിന്മേലും നാം കേട്ട എല്ലാ പ്രചോദനാത്മകമായ പ്രഭാഷണങ്ങളിന്മേലും നടന്ന ചർച്ചകളിന്മേലും തുടർന്നുള്ള നമ്മുടെ എല്ലാ ജീവിത ആവശ്യങ്ങളിന്മേലും ഇന്നും എന്നും എന്നേക്കും കാലാവസാനം കൂടാതെ ഇരുന്ന് വഴി നടത്തി നമ്മെ പരിപാലിക്കുമാറാകട്ടെ. ആമേൻ.